ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ 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 നന്ദമുകുന്ദ നവനീത ചോര ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ നന്ദമുകുന്ദ നവനീത ചോര ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ ഗോപകുമാര ഗോകുല പാല ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ ഗോപകുമാര ഗോകുല പാല ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ ഗോവിന്ദ ഗോവിന്ദ ഗോപാല രാധേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ യോ അന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അതിലെ പഞ്ചമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചമസ്കന്ധത്തിൻ്റെ ലക്ഷണം സ്ഥാനം എന്നാണ്. ഈ ഗ്രഹങ്ങളെപ്പറ്റി നക്ഷത്രങ്ങളെപ്പറ്റിയൊക്കെ വിസ്തരിക്കുക മാത്രമല്ല, നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ സ്ഥാനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ജന്മം കിട്ടിയത് മറ്റു മൃഗങ്ങളെയും പക്ഷികളെയും പോലെ അങ്ങനെ കഴിയാനല്ല, വിചാരം ചെയ്യാനാണ്. അങ്ങനെ ഈശ്വരനെ അറിയാനും ശാന്തി അനുഭവിക്കാനുമുള്ള ഒരു ശേഷി ഈ ജന്മത്തിനുണ്ട്. രണ്ട് ഗതിയാണ്. ഒന്നെങ്കിൽ ലോകവിഷയങ്ങളുടെ പിന്നാലെ പോയി ഭാവിയിൽ ദുഃഖിക്കാം, അതല്ലെങ്കിൽ ഈ ഒരു കിട്ടിയ ജന്മം ആത്മാന്വേഷണം നടത്തി ശാന്തനായിട്ട് കഴിയാം. ഏത് വേണം നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ അതാണ് ഇവിടെയുള്ള ഉപദേശങ്ങളും സ്തുതികളും ഒക്കെ കാണിച്ചു തരികയാണ്. ഭരതരഘുഗണ സംവാദം എന്ന മനോഹരമായിട്ടുള്ള ഭാഗം നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നീട് പരീക്ഷത്തിൻ്റെ ചോദ്യമാണ്, എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായത്, ലോകങ്ങളെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പറയുന്ന സമയത്ത് അവിടെ ലോകങ്ങളെ വിസ്തരിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് അനുഭവിക്കുന്നതാണ് ലോകം. ലോക്യതേ ഭുജ്യതേ, ഞാൻ കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നതാണ് എൻ്റെ ലോകം. നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെ ലോകവും വ്യത്യാസമുണ്ട്. എല്ലാവരും ഒരു ദിക്കിലിരിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവമണ്ഡലം വേറെ വേറെയാണ്. അതുകൊണ്ട് അനുഭവമണ്ഡലത്തിലെയാണ് ലോകം എന്ന് പറയുന്നത്. സംഗീത ലോകം എന്ന് പറയാറില്ലേ? ഏത് ലോകം ചോദിച്ചാൽ അയാൾക്ക് സംഗീതമാണ് പ്രധാനം. എപ്പോഴും ചിന്തിക്കുന്നത് സംഗീതത്തെക്കുറിച്ചാണ്, കൂടുതലും കേൾക്കുന്നത് സംഗീതമാണ്, താല്പര്യം ആ വിഷയത്തിലാണ്, മനസ്സിലത് തന്നെയാണെങ്കിൽ അയാൾ സംഗീത ലോകത്തിലാണ്. അടുക്കള ലോകം പറയാറില്ലേ? അടുക്കള തന്നെയാണ്, വേറെ ചിന്തയൊന്നുമില്ലെങ്കിൽ അടുക്കള ലോകമാണ്. സീരിയൽ ലോകം അല്ലേ? പരദൂഷണ ലോകം, ഇതൊക്കെ ഉണ്ട്. ഭാഗവത ലോകം. ഇപ്പം ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ അനുഭവ മണ്ഡലത്തെയാണ് ലോകം എന്ന് പറയുന്നത്. കാണുന്നത് കേൾക്കുന്നത് അനുഭവിക്കുന്നത് ഏതാണോ അതാണ് ലോകം. സംഗീത ലോകത്തിലെ ഗാനഗന്ധർവൻ എന്നൊക്കെ യേശുദാസിനെ പറ്റി പറയും. ഏത് ലോകത്ത്? സംഗീത ലോകം എവിടെയാണ്? ഭൂമിയിലോ സ്വർഗത്തിലോ പാതാളത്തിലോ? അങ്ങനെയൊന്നുമല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അയാളുടെ താല്പര്യം സംഗീതമായതുകൊണ്ട് സംഗീത ലോകം. ശ്രദ്ധിക്കാതിരിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് ടീച്ചർ ചോദിക്കാറുണ്ട്, ഏത് ലോകത്തിലാണ്? എന്താ അർത്ഥം? പാതാളത്തിലാണോ സ്വർഗത്തിലാണോ? അല്ലല്ല, നിൻ്റെ ശ്രദ്ധ എവിടെയാണ്? നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ ലോകം. നമ്മൾ നല്ല ലോകത്തിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ലത് ചിന്തിച്ചാൽ മതി. അല്ല, മോശം ലോകത്തിരിക്കാനാണ് ഇഷ്ടം, എന്നാൽ മോശം ചിന്തിച്ചോളൂ. അത്രയേ ഉള്ളൂ വിഷയം ഇവിടെ. അതുകൊണ്ട് നന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ലത് ചിന്തിക്കുക. ലോകം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ അർത്ഥമുള്ളൂ. എന്നാലും പറയുന്ന സമയത്ത് പറയും 17-14 ലോകങ്ങളെന്ന് പറയും. ചുരുക്കി പറയുമ്പം 3 ലോകം എന്നും പറയും. അതൊക്കെയാണ് ഇവിടെ സംശയം തോന്നാൻ കാരണം. അത് ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 3 ലോകം എന്ന് പറഞ്ഞാൽ മതി. മുകളിൽ സ്വർഗം, താഴെ പാതാളം, നടുക്ക് ഭൂമി, ഇങ്ങനെയൊക്കെയാണ് സങ്കല്പം. അതല്ല വിസ്തരിക്കണം വെച്ചാൽ വിസ്തരിക്കാം. മുകളിലേക്കുള്ള ആ സ്വർഗത്തെ നമുക്ക് അങ്ങോട്ട് വിസ്തരിച്ചാൽ 7 ലോകം. ഭൂമിയും കൂടി കൂട്ടിയിട്ട് 7 ലോകം. ഭൂമി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഭൂലോകം കഴിഞ്ഞാൽ ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജനറലോകം, തപോലോകം, സത്യലോകം. ഏറ്റവും മുകളിലാണ് സത്യലോകം. അവിടെയാണ് ആരിയ്ക്കുന്നത്? ബ്രഹ്മാവ് ഇരിക്കുന്നത്, സ്വർഗത്തിൻ്റെയും മുകളിൽ. ഇതൊക്കെയാണ് സങ്കല്പം. അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും സമാധാനം കൂടി വരും. അപ്പോൾ സത്യലോകത്തൊക്കെ നല്ല സമാധാനമായിരിക്കും. ബ്രഹ്മാവൊക്കെ അങ്ങനെ ഇതൊരു സമാധാനം അങ്ങനെ ഇരിക്കുകയാണ്. ഇനി താഴത്തേക്കുള്ള കുറച്ച് ലോകങ്ങൾ
7 ലോകം താഴത്തേക്കും ഉണ്ട്. അപ്പോൾ 7 ലോകങ്ങൾ പറഞ്ഞു. ഇനി താഴത്തേക്ക് 7 ലോകങ്ങൾ ഏതൊക്കെയത്? അതലം, വിതലം, സുതലം, മഹാതലം, തലാതലം, പാതാളം. താഴത്തേക്ക് പോകും തോറും ദുഃഖം കൂടി 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 വരിക. ഇങ്ങനെയാണ് പറയുക. അപ്പം താഴത്തുള്ള ആ 7 ലോകങ്ങളെ ഒരുമിച്ച് നമുക്ക് എന്ത് പറയാം? നമുക്ക് അത് പാതാളം എന്നങ്ങോട്ട് പറയാം. മുകളിലേക്കുള്ള 6 ലോകത്തെ ഒരുമിച്ച് നമുക്ക് സ്വർഗ്ഗം എന്ന് പറയാം. നടുക്കുള്ള ഭൂമിയെ ഭൂമി. അപ്പം ഭൂമി, സ്വർഗം, പാതാളം. അപ്പോൾ 3ആയി. ഇനി വിസ്തരിച്ചാൽ 14 ലോകങ്ങൾ. ഇതൊക്കെ വാസ്തവത്തിൽ എവിടെ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞു, ആദ്യം പറഞ്ഞു പോകണ്ട. ഇനി മുകളിലേക്ക് ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ അറിയില്ല. നമുക്ക് അറിയില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. പക്ഷേ ഒന്ന് പറയാം, സുഖം അനുഭവിക്കാനൊരു ലോകം മുകളിലും ദുഃഖം അനുഭവിക്കാനൊരു ലോകം താഴെയുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഇവിടെ അനുഭവിക്കാൻ പാടില്ല. എന്താണ്? അല്ല, സുഖം അനുഭവിക്കാനൊരു ലോകം സ്വർഗം ഉണ്ട്, ദുഃഖം അനുഭവിക്കാൻ നരകവും ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സുഖവും ദുഃഖവും അനുഭവിക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ നമ്മൾ രണ്ടും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അത്രൈവ നരകസ്വർഗ ഇതി മാതപ്രചക്ഷതേ. കപില ഭഗവാന്റെ അഭിപ്രായം ഇവിടെ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന പലരും സ്വർഗത്തിലിരിക്കുന്നവരുണ്ട്, സുതലത്തിലിരിക്കുന്നവരുമുണ്ട്, പാതാളത്തിലിരിക്കുന്നവരുണ്ട്, സത്യലോകത്തിലിരിക്കുന്നവരും ഉണ്ടാവും. നമുക്കത് അളക്കാനുള്ള സ്കെയിലില്ലാത്തതുകൊണ്ടാണ്. ഓരോരുത്തരുടെ ആനന്ദം ഇങ്ങനെ നോക്കിയാൽ ഒരേ വീട്ടിൽ ദുഃഖിച്ചിരിക്കുന്നവരും സന്തോഷിച്ചിരിക്കുന്നവരും ഇല്ലേ? അപ്പോൾ എന്താ പറയുക? എവിടെ ഇരിക്കണമെന്ന് പറയാം? അത് അങ്ങനെ പറയാൻ പറ്റുക? അപ്പം അതുകൊണ്ട് അനുഭവ മണ്ഡലമാണ് ലോകം. അതാണ് താല്പര്യം. എന്നാലും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വർണ്ണിക്കുകയാണ്. അതിൽ തന്നെ ഭൂമി വലിയ പ്രധാനമാണ്. കർമ്മഭൂമി, കർമ്മമണ്ഡലം. നേരെയാവാനുള്ള സാഹചര്യം കുറേ അധികം ഇവിടെ ഉണ്ട്. ആ ഭൂമിയിൽ തന്നെ ഭാരതവർഷം ആവും. അവിടെ നിന്ന് ജനിക്കാൻ വേണ്ടി സ്വർഗത്തിലുള്ള ദേവന്മാർ മോഹിക്കുക, ഭാരതത്തിലൊന്ന് ജനിക്കാൻ പറ്റുമോ മനുഷ്യനായിട്ട്. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് അമേരിക്കയിൽ പോയാൽ മതിയായിരുന്നു. നമുക്ക് ആ ഒരു അവസ്ഥയിൽ വെച്ച് നോക്കും. നമുക്കിതിൻ്റെ മഹിമ അറിയാത്തത് കൊണ്ടാണ്. 2 മാസം അവിടെ പോയി അങ്ങോട്ട് വരുന്നത് കാണാം. അമ്മമാരൊക്കെ പോയി കുടുങ്ങി തിരുമേനി വേണ്ടില്ലായിരുന്നു. ഒന്ന് പോയി വരാനൊന്നും കുഴപ്പമില്ല, അവിടെ നിൽക്കട്ടെ കുറച്ച് ദിവസം. ജനിക്കണത് തന്നെ എവിടെ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ, മനസ്സിലായി. ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു ഗുണം അറിഞ്ഞൊരാൾക്ക് അവിടെ പോകുമ്പോഴാണ് ബുദ്ധിമുട്ടറിയാം. സാധിക്കില്ല. ഇത് ജ്ഞാനഭൂമിയാണ്, തപോഭൂമിയാണ്, ഋഷിമാരുടെ സംസ്കാരം. ഇതാണ് വൈദിക സംസ്കാരമാണ് ഇവിടെ. അതാണ് ഈ ഭാരതത്തിൻ്റെ പ്രത്യേകത. ഭാ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശം, ഭാസിൽ രതി ചെയ്യുന്നത്. അതാണ് ഭാരതം. ഇവിടെ നമുക്ക് പ്രധാനം ജ്ഞാനമാണ്, ശാന്തിയാണ്. സുഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണില്ല. സുഖം എന്ന് പറഞ്ഞാൽ ലോക വിഷയങ്ങളിലൂടെ കിട്ടുന്നതിനെയാണ് സുഖം എന്ന് പറയുക. അത് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ സുഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ ശാന്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണ് മന്ത്രങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഓം സുഖം 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 എന്നല്ല. അത് പാശ്ചാത്യരെ പറയുക, അവർക്കതേ വേണ്ടു. അതിനു വേണ്ടി എന്തും ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഭാഗവതം പോയി, രാമായണം പോയി, ഒക്കെ പോയി. ഇങ്ങനെ അതൊന്നും വേണ്ട, കുടുംബസങ്കല്പമൊന്നും വേണ്ട, കല്യാണം കഴിക്കേണ്ട, അത് വേണ്ടത് വേണ്ട, അവനവൻ്റെ കാര്യം നോക്കിയാൽ മതി, അതാരെ പറ്റിച്ചാലും സാരമില്ല, തൻ്റെ സുഖം നോക്കുക, അത് ശരി എന്ന് തോന്നുന്ന ആളുകൾ കൂടി വരുന്നുണ്ട്. ഇല്ല പറയണില്ല. എന്നാൽ പാശ്ചാത്യരൊക്കെ മാറി. അവരിപ്പം പഴയ ഏർപ്പാടൊക്കെ നിർത്തി അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം വേണം എന്നൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അറിവാണ് മുഖ്യം. പണ്ടുള്ള ഋഷിമാരൊക്കെ സുഖത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് ഭൗതികമായ വസ്തുവകകൾ അധികം സമ്പാദിച്ചില്ല, അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം അവർക്കറിയാം ഇതൊക്കെ കൂടും തോറും സമാധാനം കുറയുള്ളൂ. ഇന്നിപ്പോൾ ഒക്കെ സൗകര്യം ഉണ്ടല്ലോ ഇല്ലേ? പണ്ടത്തേക്കാളൊക്കെ സൗകര്യം കൂടുതലേ ഉണ്ടായത്. എന്നാൽ സമാധാനം കൂടിയോ? പ്രായമുള്ളവർ പറയട്ടെ, കൂടിയോ? പണ്ട് കറണ്ടില്ല, മോട്ടറില്ല, ഫ്രിഡ്ജില്ല, AC ഇല്ല, വാഷിംഗ് മെഷീനില്ല, മൊബൈലില്ല, നല്ലോണം ഉറങ്ങിയിരുന്നു. ഇന്നൊക്കെ ഉണ്ട്, ഉറക്കമില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളിങ്ങനെ വിചാരിക്കും സൗകര്യം കൂടുമ്പോഴാണ് സമാധാനം ഉണ്ടാവുക. അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല. സൗകര്യം വേണ്ടാവെന്ന് പറഞ്ഞിട്ടല്ലേ, അതൊക്കെ ഉണ്ടോ ഇല്ല ഒന്നും വിഷയമില്ല. പണ്ടുള്ള ഋഷിമാരോ, ഭാരതവർഷത്തിലെ പൂർവരാം ഋഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പാർത്തു കണ്ടറിഞ്ഞവർ. അവർക്ക് അടിസ്ഥാനം എന്താണെന്ന് അവർ കണ്ണടച്ചുള്ളിലേക്ക് നോക്കി തിരിച്ചറിഞ്ഞു. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത്, പ്രത്യേകിച്ച് ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, നക്ഷത്രങ്ങളെപ്പറ്റിയും ഗ്രഹങ്ങളെപ്പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പറയണമെങ്കിൽ അവർക്ക് എങ്ങനെ ഈ അറിവുണ്ടായത്? ഇത്രയൊക്കെ ഉപകരണം ഉണ്ടായിട്ട് ഇപ്പോഴും വലിയ കഥ നോക്കില്ല. പണ്ടൊന്നുമില്ലാണ്ട് എങ്ങനെ കണ്ടെത്തി? ചിലർ വാദിക്കൂട്ടോ, ആ പറഞ്ഞത് അങ്ങനെ കൃത്യമല്ല, ആയിക്കോട്ടെ, ഏറെക്കുറെ പറയണമെങ്കിൽ തന്നെ അതെങ്ങനെ സാധിച്ചു? അപ്പോഴാണ് ആ മഹിമ നമ്മൾ മനസ്സിലാക്കുക.
പണ്ട് കാലത്തൊക്കെ പാശ്ചാത്യർ ഇവിടെ വന്നത് ഇവിടുത്തെ സംസ്കാരം തകർക്കാനായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. അവർക്ക് മനസ്സിലായി തകർക്കാൻ സാധിക്കുന്നതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പം യോഗ പഠിക്കാനും സംസ്കൃതം പഠിക്കാനും ആയുർവേദം മനസ്സിലാക്കാനും ജ്യോതിഷം പഠിക്കാനും വേദാന്തം പഠിക്കാനും ആശ്രമങ്ങളിലൊക്കെ ഇപ്പോൾ ഫോറിനേഴ്സാണ്. നമ്മൾ പോയിരിക്കാൻ സ്ഥലമില്ല, സായിപ്പന്മാരെ കൊണ്ട് നിറഞ്ഞു. ഇപ്പം അവരെ നോക്കി നമ്മൾ ഞെട്ടി നിൽക്കുകയാണ്. എങ്ങനെ ശ്വാസം വലിക്കാൻ പറ്റണം? നമുക്ക് പറ്റണില്ല. അതാണ് അവസ്ഥ. രമണാശ്രമത്തിൽ പോയി നോക്കൂ, അമൃതാനന്ദയുടെ ആശ്രമത്തിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ ആശ്രമങ്ങളൊക്കെ പോയി നോക്കൂ. നമ്മൾ അവരെ നോക്കി എങ്ങനെ ഇപ്പോൾ 2-3 മണിക്കൂറും ഇങ്ങനെ ഇരിക്കണു? നമുക്ക് പറ്റണില്ല. അത് ഇവിടുന്ന് കിട്ടിയതാ ആ സംസ്കാരം. പക്ഷെ നമ്മളതിനെ വേണ്ടത്ര അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നർത്ഥം. അതിപരിചയാത് അവജ്ഞ എന്ന് പറയല്ലോ. അധികം പരിചയമാകുമ്പോൾ അതിനോടൊരു അവജ്ഞ തോന്നുക. എന്നാൽ അവർ സമയം കണ്ടെത്തി കാശ് ചിലവാക്കി ഈ വക കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം. അതാണ് ഭാരതത്തിൻ്റെ മഹിമ. എത്ര പുണ്യക്ഷേത്രങ്ങൾ, പുണ്യപർവ്വതങ്ങൾ, പുണ്യനദികൾ, ഇതൊക്കെ ഭാരതത്തിന് സ്വന്തമല്ലേ. ഇവിടെ ജനിച്ചാൽ ജ്ഞാനിയാവാണ്ട തരല്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതല്ലേ ഭാരതത്തിൻ്റെ മഹത്വം. അങ്ങനെയുള്ള ആ ഭാരതവർഷത്തിൽ ജനിക്കാൻ സാധിക്കുക വലിയ ഭാഗ്യമാണ്. ഗംഗ, യമുന മുതലായിട്ടുള്ള നദികൾ, ബദ്രി, കേദാർനാഥ് മുതലായിട്ടുള്ള പുണ്യ സ്ഥലങ്ങളും. ഈ മറ്റ് ദേശം നോക്കാണ്ട് ഭാരതം മുഴുവനായിട്ടൊന്ന് സഞ്ചരിക്കും. അപ്പോൾ മനസ്സിലാവും എത്ര ഭാഷ, എത്ര വേഷം, എത്ര ഇതൊക്കെ ഉണ്ടായിട്ടും ഏകോദര സഹോദരരെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഇതിനൊക്കെ ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നൂലുണ്ട്. അത് കാശ്മീരിൽ പോയാലും അതുപോലെ കേരളത്തിൽ വന്നാലും ഇവിടെയൊക്കെ എന്തുണ്ട്? നമ്മളൊക്കെ ഭാരതീയരാണ്. ആ ഒരു സംസ്കാരമുണ്ട്. ലോകത്തിലെ ഏറ്റവും സുന്ദരം സാരേ ജഹാം സെ അച്ഛ എന്ന് പറഞ്ഞതാരാ? മുഹമ്മദ് ഇഖ്ബാൽ. ഒരു ഹിന്ദു അല്ല പറഞ്ഞത്. ഇത്രയും മനോഹരമായൊരു സ്ഥലം ലോകത്ത് വേറെ ഇല്ല. സമാധാനമായിട്ടിരിക്കാൻ ഇത്രയ്ക്ക് അനുകൂലമായൊരു സ്ഥലം അത് വേറെ. മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതാ ചോദ്യം. നമുക്ക് നല്ല 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടെ പോയിരുന്നിട്ട് നമുക്ക് ഭാഗവതം വായിക്കാൻ പറ്റുമോ? തോന്നും. അതാ മണൽ തീരത്തായാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഒരു അഴുക്കുണ്ടെങ്കിലും സാരമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വൃത്തി ആ വൃത്തിയല്ല ഈ വൃത്തി. വ്യത്യാസമുണ്ട്. അതാണ് ഈ ഭാരതത്തിൻ്റെ മഹിമ. അങ്ങനെ ആ ഭാരതത്തിൻ്റെ മഹിമയൊന്നും എടുത്തു പറഞ്ഞു. ഓരോ വർഷങ്ങളിലും ഭഗവാനെ സേവിക്കുന്നുണ്ട്. ഭഗവാന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കാണുന്നവരാണ്. എല്ലാത്തിലും ചൈതന്യത്തേക്കാണ്. ഒന്നിനും നിന്ദിക്കാണ്ടിരിക്കുക. അതാണ് ഭാരതീയരുടെ പ്രത്യേകത. എല്ലാത്തിനെയും പൂജിക്കുക. അത് തെറ്റൊന്നുമല്ല. പൂജിക്കേണ്ടത് മോശം എന്നൊക്കെ പറയണവരുണ്ട് കേട്ടോ. അത് വിവരമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. അത്രയേ ഉള്ളൂ. പൂജിച്ചില്ലെങ്കിൽ നമ്മൾ നിന്ദിക്കും. നമ്മുടെ സ്വഭാവം. മനുഷ്യരുടെ ഒരു കുഴപ്പമാണത്. ഒന്നിനെ ആദരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിന്ദിക്കും. അതുകൊണ്ട് കല്ലിനെ പൂജിക്കണം, മണ്ണിനെ പൂജിക്കണം, ജലത്തെ പൂജിക്കണം. പൂജിക്കുക പറഞ്ഞാൽ സംരക്ഷിക്കുക, ആദരിക്കുക എന്നർത്ഥം. പൂജിക്കുക എന്ന് പറഞ്ഞാൽ കർപ്പൂരം കത്തിക്കല്ല. നമുക്ക് പദവി ഉദ്ദേശിച്ചുള്ളൂ. പൂജ എന്ന് പറഞ്ഞാൽ കർപ്പൂരം കത്തിക്കുക, അങ്ങനെയല്ല. മാതൃപൂജ പറഞ്ഞാൽ എന്താ? അമ്മയുടെ തലയിൽ കർപ്പൂരം കത്തിക്കുക. അതൊന്നും വേണ്ട. അമ്മ പറയണത് കേൾക്കുക, അനുസരിക്കുക, നമസ്കരിക്കുക, ആദരവോടുകൂടി കഴിയുക. അതാണ് പൂജ എന്ന് പറഞ്ഞാൽ. വന്ദിക്കുക. പ്രകൃതിയെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാണ്ടിരിക്കുക. ഉഷതീരിവ മാതര എന്നാണ് വേദത്തിലെ മന്ത്രം. വെള്ളം നിനക്ക് അമ്മയാണ്. വെള്ളത്തെ അമ്മയായിട്ട് കണ്ടാൽ കാർക്കിച്ച് തുപ്പാൻ തോന്നൂ, ചെരുപ്പിട്ട് ഇറങ്ങാൻ തോന്നൂ. നമുക്ക് തോന്നും പക്ഷേ വെള്ളമല്ലേ, മണ്ണല്ലേ, കല്ലല്ലേ, ഒക്കെ നമുക്ക് പുച്ഛ. അതാണ് വ്യത്യാസം. അത് കേരളം വിട്ടാലേ മനസ്സിലാവുള്ളൂ. കേരളം വിട്ടുപോയാൽ കാണാം. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമ്മൾ ഗംഗയ്ക്ക് ചെരുപ്പിട്ടിറങ്ങുമ്പം അവിടെ ഉള്ളവർ ചോദിക്കും മലയാളിയല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലായി? മനസ്സിലായി. അല്ലാണ്ടപ്പം കേരളീയരല്ലാണ്ട് എങ്ങനെ ചെയ്യില്ല. അതാണ് ചെരുപ്പിട്ടിറങ്ങുക. അവർ ഗംഗ അമ്മയെ പോലെ കണക്കാക്കുകയാണ്. അമ്മയെ ചവിട്ടില്ല ചെരുപ്പിട്ടിട്ട്. അവർ ദൂരത്ത് അവിടെ ചെരുപ്പൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ആ ഗംഗയിൽ ഇറങ്ങുക. നമുക്ക് നല്ലോണം ചെരുപ്പൊക്കെ ഇട്ട് അങ്ങ് തേച്ച് കഴുകി കൊണ്ടുവന്ന വസ്തു അവിടെ ഇട്ട് അജിത്തിയൊക്കെ ഇങ്ങോട്ട് പോകുന്ന. അതാണ് വ്യത്യാസം. അത് ചെറുപ്പത്തിലുള്ള സംസ്കാരമാണ്. അവർ അങ്ങനെ പഠിപ്പിച്ച് വളർത്തിയിട്ടുണ്ട്. അവിടുത്തെ രീതി അങ്ങനെയാണ്. വൃന്ദാവനത്തിലൊക്കെ പോയാൽ ഗോവർദ്ധന പഹാഡ് എന്നൊന്നും പറയില്ല. നമ്മൾ പോയിട്ട് ഇത് മലയല്ലേ ചോദിക്കും. അവർ പറയും ഇത് പറയണത് നിൻ്റെ മനസ്സാണ് കല്ല്. അവർ പറയും ഗോവർദ്ധന ഗിരിരാജ്. അവർ ഈശ്വരനായിട്ടാണ് കാണുന്നത്. അതാണ് സംസ്കാരം. ഇപ്പം ഗംഗയെ വെറും ഒരു ജലമായിട്ടല്ല കാണുക. അത് ഭഗവാന്റെ പാദതീർത്ഥമാണ്. അപ്പോൾ ഭാവന ശുദ്ധമായി നമുക്കൊരു സന്തോഷം ഉണ്ടാവും അങ്ങനെ കാണുമ്പോൾ. യുക്തി നോക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദയത്തിന് വലിയ ശുദ്ധി ഉണ്ടാവില്ല. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണ്. നേരെ മറിച്ച് യുക്തി നോക്കുകയാണെങ്കിലോ അവരെന്താ പറയുക?
ആരാന്ന് ചോദിച്ചാൽ അത് പ്രസവിച്ച സ്ത്രീ. എന്താണ്? അമ്മയെ പറഞ്ഞതാ. അല്ല, കുറ്റൊന്നും പറയണ്ട, യുക്തിയാണത്. പ്രസവിച്ച സ്ത്രീ. ആ കേൾക്കുമ്പോൾ എന്തേ തോന്നി? ഇഷ്ടം തോന്നിയോ? ആ പറഞ്ഞ വാക്കൊരു സുഖം ഉള്ളതല്ലേ പറഞ്ഞത്? അത് പ്രസവിച്ച സ്ത്രീ. മറ്റേതോ അത് ഞാൻ ജനിക്കാൻ കാരണക്കാരൻ അച്ഛൻ പറഞ്ഞതാ. ഈശ്വര, ഇതാണെന്ന് ലോകത്തിൻ്റെ പ്രശ്നം. ഇതാണ് ശരിയെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരെയും കുട്ടികളൊക്കെ ഒന്ന് ഇവിടെ കൊണ്ടിരുത്തിക്കോളൂ എന്ന് പറയാൻ കാരണം. കൂടുതലും മറ്റേത് നടക്കുന്നത് അത് കേട്ട് ധരിച്ച് അത് സത്യം എന്ന് വിചാരിച്ച് കുറച്ചങ്ങോട്ട് പോയി 10-70 വയസ്സാകുമ്പോഴാണ് ഇതല്ലായിരുന്നു ശരിയെന്ന് തിരിച്ചറിയാം. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. പണ്ടും പല പുസ്തകങ്ങളും എഴുതി ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പെൻഷൻ പറ്റിയ ഗുരുവായൂർ പോയിരിക്കുക. എന്നാലോചിച്ച് നോക്കിയിട്ട് എത്ര പേര് നമ്മൾ കാണുന്നുണ്ട്. ഒരു തലമുറയെ മുഴുവൻ വഴി തെറ്റിച്ചു ഇവർ. അവസാനം അത് വായിച്ച് പഠിച്ചവർ ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകണോ വേണ്ടേ? ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യുക്തി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അർത്ഥമില്ല. യുക്തി നോക്കുകയാണെങ്കിൽ ഇപ്പം അച്ഛനെയും അമ്മയും നോക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? അച്ഛനും അമ്മയും കല്യാണം കഴിച്ചു, അതിന് ഞാൻ ഉണ്ടായിപ്പോയി, അതിന് ഞാൻ നോക്കണോ? എന്നോട് ചോദിച്ചിട്ട് കല്യാണം കഴിച്ചത് അച്ഛനും അമ്മയും? ഇതാണിപ്പോൾ കുട്ടികൾ ചോദിക്കുക. കാരണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പണ്ടങ്ങനെയല്ല. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ അങ്ങനെ ആ മട്ടിലാണ്. അതാണ് വ്യത്യാസം. ഈ യുക്തി നോക്കിയാൽ സ്ത്രീ പുരുഷൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഭാവനയിലോ അവിടെയാണ് വ്യത്യാസം. അതുകൊണ്ട് ഭാവന മുഖ്യമാണ്. ഭാവന മോശമായിട്ടുള്ള കാര്യമല്ല. ഭാവനയിൽ നമുക്ക് ജീവിക്കാൻ തന്നെ സാധിക്കുള്ളൂ. ഭാവന ഇല്ലാത്ത ആരുമില്ല. ഇല്ല എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. നല്ലൊരു ഭാവനയാണ് നമുക്കൊക്കെ ഉള്ളത്. നോക്കിയാൽ യുക്തി നോക്കിയാൽ ഭാര്യ സ്ത്രീയാണ്, അമ്മ സ്ത്രീയാണ്, അനിയത്തി സ്ത്രീയാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം? എവിടെയാണ് വ്യത്യാസം? ഭാവനയിലാണ് വ്യത്യാസം. അതില്ലാത്തതാണെന്ന് ലോകത്തിൻ്റെ പ്രശ്നം. ഈ ഭാവന ഇല്ലാത്തതാണ് കുഴപ്പം. അതുണ്ടാവണം, അത് പോവരുത്, അത് പോവാതെ നോക്കണം എന്ന് കാണിക്കുക. അതാണ് ഇപ്പം ഇവിടെയൊക്കെ. അതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഗംഗ വെറുമൊരു ജലമല്ല. ആദൗവാദി പിതാമഹസ്യ നിയമവ്യാപാര പാത്രേ ജലം. അത് ബ്രഹ്മാവായിട്ട് ബന്ധമുണ്ട്. വാമനമൂർത്തി പാദം അങ്ങോട്ട് പൊന്തിച്ചല്ലോ. ത്രിവിക്രമനായിട്ട് കാലം അങ്ങോട്ട് പൊന്തിച്ചപ്പോൾ സത്യലോകത്തെത്തി ബ്രഹ്മദേവൻ വേഗം തൻ്റെ കമണ്ടലിലുള്ള ജലം കൊണ്ട് ആ ഭഗവാന്റെ പാദം അങ്ങോട്ട് കഴുകി. ബ്രഹ്മദേവൻ്റെ കമണ്ടലൂരുടെ വെള്ളമാണ്. പിന്നത് വിഷ്ണു ഭഗവാന്റെ പാദം കഴുകിയ വെള്ളമായി. പിന്നത് പരമശിവൻ്റെ മുടിയിലെത്തി. ബ്രഹ്മദേവൻ്റെ കയ്യിലുള്ള കൈ കഴുകിയതിൻ്റെ ബാക്കിയുള്ള വെള്ളമാണ്. വിഷ്ണു ഭഗവാന്റെ നഖം കഴുകിയ വെള്ളമാണ്. പരമശിവൻ്റെ മുടി വീണ വെള്ളമാണ്. പൊതുവേ നമ്മളിതൊക്കെ വീണാൽ മാറ്റി വയ്ക്കുക ചെയ്യുക, വെള്ളം എടുക്കില്ല. പക്ഷെ ഇത് ത്രിമൂർത്തികളുടേതായത് കൊണ്ട് ഇത് പുണ്യനദിയായിട്ട് മാറി. ഗംഗ എന്ന് പറഞ്ഞാൽ ഹൃദയം ശുദ്ധാവുന്ന. അതൊക്കെയാണ് ഭാവന. വെറും വെള്ളം കൊടുക്കണത്. എന്നാൽ നമ്മുടെ ഭാവന എന്താ? ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഇത് ഭാവനയാണ്. എല്ലാ പുണ്യനദികളും ഈ വെള്ളത്തിലുണ്ടെന്ന് സങ്കല്പിച്ചാൽ അത് തീർത്ഥായി. നമ്മളും കിണർന്ന് മുക്കുന്നു, അത് കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് പിന്നെ അത് വാങ്ങുമ്പോൾ എങ്ങനെയാണ് വാങ്ങുക? നമ്മൾ വീട്ടിൽ നിന്നുള്ള പൂവ് കൊണ്ടുപോയി അർച്ചിക്കാൻ കൊടുത്തു, അർച്ചിച്ച പ്രസാദമായിട്ട് വാങ്ങുമ്പോൾ എങ്ങനെയാണ് വാങ്ങുക? അപ്പോൾ 2 കൈ കൂട്ടണോ സംശയമായി, ഒന്ന് തല കുനിക്കണോ സംശയമായി. എന്താ കാരണം വെച്ചാൽ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചതല്ലേ എന്നുള്ള ഭാവം വരുമ്പോൾ ഒന്നും കൂടി ഹൃദയം ശുദ്ധാവുന്നില്ലേ? ആ ഒരു സംസ്കാരമുള്ളവർക്ക് അതാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും ഒന്നും ആവില്ല. അതല്ല പറയണത്. അതിനാണ് ഹൃദയം ശുദ്ധമാവാനുള്ള ക്രിയകളാണിതൊക്കെ. അതില്ലാണ്ട് പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ വിശ്വാസമൊന്നും ഇല്ല പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ചിഹ്നങ്ങളില്ലാണ്ട് സാധിക്കില്ല. ആഗസ്റ്റ് 15 നമ്മൾ ഉയർത്തണമല്ലേ? നാളെ പാരോ ചവിട്ടിയിട്ട് പോലീസ് പിടിച്ചു. എൻ്റെ വീട്ടിലത്തെ മല്ലമുണ്ട ഞാനാണ് പെയിൻ്റ് അടിച്ചത്, ഞാൻ കത്തിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നട റോട്ടിലിട്ട് കത്തിച്ച 4 ആൾ അറിഞ്ഞാൽ കേസെടുക്കും. കാരണം തനിക്കത് ഉണ്ടായിരിക്കും, പക്ഷെ ഞങ്ങളതിൽ കാണുന്നത് ഭാരതത്തെയാണ്. ഇത്രയേ പറയാനുള്ള യുക്തിവാദികളോട്. നിങ്ങൾക്കത് കല്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് കാണുന്നത് ഞങ്ങളുടെ ഭഗവാനെയാണ്, അമ്മയാണ്, അച്ഛനാണ്. ഫോട്ടോ വയ്ക്കാറുണ്ടല്ലോ വീട്ടിൽ വലിയ യുക്തിവാദികൾ പോലും. എന്തിനാപ്പത്? എന്തിനാ ഓർമ്മ ദിവസം? എന്തിനാ പുഷ്പാർച്ചന? എന്തിനാ കൊടി? എന്തിനാ മുദ്രാവാക്യം? അതൊക്കെ പറയുമ്പോൾ പ്രശ്നമില്ല. എന്തിനാ ഭഗവാനെ പുഷ്പാർച്ചിക്കുന്നത്? എന്താ അതിൻ്റെ യുക്തി ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് റോസാപ്പൂ കൊടുത്ത് ഐ ലവ് യു പറഞ്ഞതിൻ്റെ യുക്തി ചോദിക്കാറുമില്ല.
രണ്ടും തന്നെ ഒരേ യുക്തിയാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ മനസ്സ്, സുമനസ്സ് എന്നാണ് പുഷ്പത്തിൻ്റെ പര്യായം, നല്ല മനസ്സെന്ന് അർത്ഥം. അത് സമർപ്പിക്കുകയാണ്. മനസ്സെടുത്ത് കൊടുക്കാൻ വയ്യാത്തത് കൊണ്ട് പുഷ്പം ഭഗവാൻ എൻ്റെ മനസ്സാണേ എന്നുള്ള മട്ടിൽ സമർപ്പിക്കുക. ഭാവന, ഹൃദയം ശുദ്ധമാവാൻ ഇതിലും നല്ല വഴി വേറില്ല. അതാണ് ഈ ഭാരതത്തിൻ്റെ മഹിമ. ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു. രമ്യകത്തിൽ, ഹിരൺമയത്തിലൊക്കെ പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്നു. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം, ദേവതകളാണെങ്കിൽ അനവധി, സൂര്യൻ, ചന്ദ്രൻ, ഇവരൊക്കെ ആരാധിക്കുകയാണ്. അതൊക്കെ ആവശ്യമാണ്, ഒന്നും മോശമല്ല, ഒക്കെ വേണം. അതുകൊണ്ട് എല്ലാത്തിനെയും ആരാധിക്കുന്ന സംസ്കാരം. ഹരിവർഷത്തിൽ പ്രഹ്ലാദൻ ആരാധിക്കുകയാണ് നരസിംഹമൂർത്തിയെ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അത് ഭാരതീയരുടെ പ്രാർത്ഥനയാണ്. സ്വസ്ത്യസ്തു വിശ്വസ്യ സ്വസ്തിയസ്തു എന്നാണ്. ലോകത്തിന് മുഴുവൻ സമാധാനം ഉണ്ടാവട്ടെ. വിശാലമായ മനസ്സുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മാത്രം സമാധാനമാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും കുട്ടിക്കും മതിട്ടോ, അടുത്ത ഫ്ലാറ്റിൽ വേണ്ട. ഇതങ്ങനെയല്ല. സ്വസ്ത്യസ്തു വിശ്വസ്യ, എനിക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇനി എന്തൊക്കെ ഉണ്ടോ എല്ലാവർക്കും സമാധാനം ഉണ്ടാവട്ടെ. അത്രയ്ക്കും വിവേകം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുള്ളൂ. അല്ലാത്തവർ അവനവൻ്റെ കാര്യം പറയുള്ളൂ. കാരണം അങ്ങനെയായിട്ടൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മാത്രമായിട്ടൊരു സമാധാനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവുമോ? തോന്നുന്നുണ്ടോ അങ്ങനെ? ഞാൻ മാത്രം സമാധാനമായിട്ടിരിക്കുക, അടുത്തുള്ള വീട്ടുകാർക്കൊന്നും സമാധാനമില്ല, പിന്നെ എനിക്ക് സമാധാനം ഉണ്ടാവും? ഞാൻ മാത്രം പണക്കാരൻ, എൻ്റെ തൊട്ടടുത്ത വീടുകളിലൊന്നും ആർക്കും കാശില്ല, ഒക്കെ ദരിദ്രർ, അവരൊക്കെ കടം വാങ്ങാരോടാ സമാധാനം ഉണ്ടാവും? അതെങ്കിലും ഒന്ന് ആലോചിക്കൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ്, അപ്പോഴേ എനിക്കും സുഖം ഉണ്ടാവുള്ളൂ. അതിനാണ്ട് എനിക്ക് മാത്രമായിട്ടൊരു സുഖമൊന്നും ഉണ്ടാവില്ല. ലോകത്തുള്ള എല്ലാവരും സമാധാനമായിട്ടിരിക്കുമ്പോഴേ എനിക്കും ഉണ്ടാവുള്ളൂ. അതാണ് സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലപ്രസീദതാം. ഖലന്മാർ നേരെയാവട്ടെ. ഖലൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ, ദുഷ്ടന്മാർ നേരെയാവട്ടെ. സ്വതവേ അങ്ങനെ പറയാറില്ല, പാപികളെ കല്ലെറിയാനാണ് പറയുക. ഇതങ്ങനെയല്ല, ദുഷ്ടന്മാർ നേരെയാവട്ടെ. എന്തിനിപ്പോൾ ദുഷ്ടന്മാർ നശിക്കണമെന്ന് പ്രാർത്ഥിക്കണം? ദുഷ്ടൻ്റെ ദുഷ്ടത പോക്കിയാൽ പോരെ. വ്യക്തിയെ നമ്മൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അയാളെ നമ്മൾ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അയാളുടെ ആ സ്വഭാവം മാറിയാൽ പോരെ. നന്നായി സ്വീകരിച്ചൂടെ? ഇല്ല, സ്വീകരിക്കണം. രത്നാകരൻ വാൽമീകിയായപ്പോൾ സ്വീകരിച്ചുവല്ലോ, അല്ലേ? അതല്ലേ, എത്രയേ ഉള്ളൂ. ഇന്നലെ വരെ എങ്ങനെ നോക്കണ്ട. അദ്ദേഹം നേരെയാവാൻ തീരുമാനിച്ചാൽ നമ്മൾ അകറ്റി നിർത്തില്ല. അതുകൊണ്ട് പാപത്തെ കല്ലെറിഞ്ഞാൽ മതി. ദുഷ്ടന്മാർ എന്ന് പറഞ്ഞ വിഭാഗമൊന്നുമില്ല. ദുഷ്ടൻ ദുഷ്ടത്തെ കല്യാണം കഴിച്ച് ദുഷ്ടക്കുട്ടി ഉണ്ടാവുകയാണോ? അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ ഇതിലെ പോയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതിലോ മോശത്തിലോ പറയണ്ട. നമ്മൾ നല്ലതെന്നേ പറയുള്ളൂ. നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല, അപ്പുറത്തെ വീട്ടുകാരോട് ചോദിക്കണം, അവർ പറഞ്ഞു തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ദുഷ്ടല്ല വിടുക, അതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രകൃതം, നമ്മുടെ പെരുമാറ്റമൊക്കെ ചിലപ്പോൾ ഒന്ന് മോശമായി എന്നൊക്കെ വന്നൊക്കെ ചിലർക്ക്, അതിപ്പോൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പറ്റിപ്പോണതല്ലേ. അതുകൊണ്ട് ആ അജ്ഞാനം നീങ്ങിയാൽ പോരെ, നമ്മുടെ ഉള്ളിലുള്ള ദോഷം പോയാൽ പോരെ, അതാണ് ചോദ്യം. ഇതാണ് പ്രാർത്ഥന. അതാണ് ആ ദുഷ്ടൻ്റെ ഉള്ളിലെ ദുഷ്ടത നീക്കിയിട്ട് അയാളെ ശുദ്ധമാക്കണേ എന്നാണ് പ്രാർത്ഥന. അത്രേ പ്രാർത്ഥിക്കുള്ളൂ. ഇതാണ് രീതി. അങ്ങനെയാണ് പ്രഹ്ലാദം പ്രാർത്ഥിക്കുന്നത്. ഇനി കിംപുരുഷ വർഷത്തിൽ ഹനുമാൻ്റെ പ്രാർത്ഥന ഉണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയോട്. എന്താ അദ്ദേഹം പറയണത്? മർത്യ അവതാരസ്തുഹ മർത്യശിക്ഷണം. അല്ലയോ ഭഗവാനെ, അങ്ങ് ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചത് എന്തിനാ? പലരും പറയുന്നുണ്ട് രാക്ഷസനെ കൊല്ലാനാണ്. ആരെ കൊല്ലാൻ? രാവണനെ കൊല്ലാൻ. രാവണൻ ആരാന്ന് അവർക്കറിയില്ല. രാവണൻ ഈ ഭഗവാന്റെ കാവൽക്കാരനാണ്, സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എങ്ങനെ വിളിച്ചാൽ പോരെ? രാവണ കം ഹിയർ എന്ന് പറഞ്ഞാൽ രാവണൻ യെസ് സാർ. ഇത്രേ പണിയുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 14 വർഷം കാട്ടിൽ സീത നഷ്ടപ്പെട്ടു, ആകെ കരഞ്ഞ് നടക്കുക, ഇങ്ങനെയൊക്കെ അങ്ങ് നടിച്ചത് എന്തിനാ? ശ്രീരാമൻ്റെ ഹൃദയം മരണ ഹനുമാൻ പറയാണ്, സംശയമൊന്നുമില്ല, മർത്യാവതാരസ്തു ഇഹ മർത്യശിക്ഷണം. ഈ മനുഷ്യനായിട്ട് അവതരിച്ച് ഇങ്ങനെ കഴിവ് എന്തിനു ചോദിച്ചാൽ മർത്യരെ പഠിപ്പിക്കാൻ. ജീവിതമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എൻ്റെ കഥ കണ്ടില്ലേ? കൈ കിട്ടിയത് രാജ്യം നഷ്ടപ്പെട്ടു, കല്യാണം കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് കാട്ടിൽ പോയി, ഭാര്യയും കാണാണ്ടി. ആര് കൊണ്ടുപോയി? രാവണൻ കൊണ്ടുപോയി. എന്തെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ. അങ്ങനെയാണ്, എപ്പോഴും സമാധാനമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ സുഖം ദുഃഖം അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ ധർമ്മത്തെ വിട്ടില്ലല്ലോ. എന്തെങ്കിലും ന്യായം പറഞ്ഞ് ഞാൻ ധർമ്മത്തെ ഒഴിവാക്കിയിട്ടില്ലല്ലോ. നിങ്ങളും അങ്ങനെ വേണം. അങ്ങനെയാണെങ്കിൽ അവസാനം സ്വസ്ഥമായിട്ട് കണ്ണടയ്ക്കാം. എന്ത് നേടി എന്നുള്ളതും നല്ല വിഷയം. സമാധാനമായിട്ട് കഴിഞ്ഞു. രാവണനോ കാമം, അത് മാത്രമാണ് വിഷയം. വലിയ സ്വർണം ലങ്ക കയ്യിലുണ്ട്, വലിയ ധാരാളം സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ധാരാളം സ്ത്രീകളെ കൊണ്ടുവന്നു. എന്നിട്ട് എന്തേ ഉണ്ടായി അവസാനം? അല്ല, അവസാനം എന്തേ ഉണ്ടായി? കഴിഞ്ഞില്ലേ കഥ? അതുകൊണ്ട്
എന്തൊക്കെ പ്രശ്നം ജീവിതത്തിൽ വന്നാലും ധർമ്മത്തെ വിടരുതെന്ന് കാണിക്കാനാണ് അങ്ങ് മനുഷ്യനായിട്ട് അവതരിച്ചത്, മനുഷ്യരെ പഠിപ്പിക്കാൻ എന്നാണ് ഹനുമാൻ സ്വാമി പറയുന്നത്. ഇങ്ങനെ ഓരോ വർഷത്തിലും ഓരോ ദേവതകളെ പൂജിക്കുന്നുണ്ട്. ജംബുദ്വീപിൽ നമ്മൾ പറഞ്ഞു, പിന്നെ പ്ലക്ഷദ്വീപ് അവിടെ സൂര്യദേവനെ ആരാധിക്കുന്നു, ശാൽമലദ്വീപിൽ ചന്ദ്രനെ ആരാധിക്കുന്നു, കുശദ്വീപിൽ അഗ്നിയെ ആരാധിക്കുന്നു, ക്രൗഞ്ചദ്വീപിൽ ജലത്തെ ആരാധിക്കുന്നു, ശാഖദ്വീപിൽ വായുവിനെ ആരാധിക്കുന്നു. ഇങ്ങനെ ഓരോ ദിക്കിലും ഭഗവാനെ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ബ്രഹ്മാണ്ടം അത് ദൂരത്തുനിന്ന് മാറി നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ, അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇനി അഥവാ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ശിംശുമാരം ആ രൂപത്തിലാവും, ഒരു മുതല തലകുത്തനെ നിൽക്കുന്നത് പോലെയാവും കാണാനുണ്ടാവുക എന്ന് വരെ പറഞ്ഞു വെച്ചു. ഈ ബ്രഹ്മാണ്ടം അത് ആയിരക്കണക്കിന് ഭണങ്ങളുള്ള അനന്തൻ്റെ നടുക്കുള്ള ഭണത്തിൻ്റെ മുകളിൽ ഒരു കടുകുമണി പോലെ ശോഭിക്കുന്നു. ഭൂമിയല്ല, ബ്രഹ്മാണ്ടം, അനവധി ഭൂമികളുള്ള ഗ്രഹങ്ങളുള്ള ആ ബ്രഹ്മാണ്ടം ആയിരക്കണക്കിന് ഭണങ്ങളുള്ള അനന്തൻ്റെ മുകളിൽ ഒരു ഭണത്തിൻ്റെ മുകളിൽ ഒരു കടുകുമണി പോലെ എന്ന് പറഞ്ഞാൽ എത്ര പിന്നെ സ്ഥലമുണ്ട്. ഇതൊന്നും നമ്മളുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പറ്റിയതല്ലാന്ന് കാണിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ തന്നെയാണ് നമ്മൾ ദേവതാവിശേഷം ഒരു രൂപം കൽപ്പിക്കും. അതാണ് ഇവിടെ അനന്തനായിട്ട് പറഞ്ഞത്. ഇപ്പോഴും സയൻസും പറയുന്നുണ്ട് അനന്തമായൊരു ശക്തിയുടെ മുകളിലാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ അനന്തൻ എന്ന് പറഞ്ഞത്. ഈ അനന്തനും അടിസ്ഥാനമായിട്ടുള്ള ആളാണ് അനന്ത പത്മനാഭൻ, ആ വിഷ്ണു ഭഗവാൻ. ആ വിഷ്ണു ഭഗവാന്റെ മഹിമ ഒന്ന് ആലോചിച്ച് നോക്കൂ, പിടികിട്ടൂ. അത് ചിന്തിക്കാനാണ് പരീക്ഷത്തെ ഇത്രയും ഞാൻ പറഞ്ഞത്. എന്തിനാണ്? ഇനിയിപ്പോൾ അങ്ങ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ആലോചിച്ച് നിൽക്കണ്ട. ഇതൊക്കെ തമ്മിൽ കൂട്ടിമുട്ടാണ്ട് നിൽക്കണമെങ്കിൽ ഒരു ട്രാഫിക് പോലീസ് അവിടെ ഉണ്ടല്ലോ. അയാളുടെ മഹിമെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊന്നല്ല ചെയ്യണത്. നമ്മളിങ്ങനെ ജനിച്ചു, നമ്മൾ വിചാരിച്ചിട്ടാ. വളരുന്നുണ്ട്, നമ്മൾ വിചാരിച്ചിട്ടാ. ഉറങ്ങിപ്പോകുന്നുണ്ട്, നമ്മൾ വിചാരിച്ചിട്ടാ. സപ്താഹം കേട്ട് ഉറങ്ങാൻ തരാവണേ എന്ന് പ്രാർത്ഥിച്ച് വരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നമ്മളിങ്ങനെ പോകണമെന്നല്ലാതെ ഇതൊക്കെ ഏത് ശക്തിയാണ് നിയന്ത്രിക്കുന്നത്? ആ ശക്തിക്കാണ് അനന്തൻ എന്ന് പറഞ്ഞത്. അതാണ് ബോധം, അതാണ് അടിസ്ഥാനം. ഇത് ഓർക്കാനാണ് ഇപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ സമയത്ത് പരീക്ഷിച്ച് ചോദിക്കുകയാണ്, ഈ പറഞ്ഞതിലൊന്നും നരകത്തെ പറ്റി കേട്ടില്ല, അങ്ങോട്ട് പോട്ടേച്ചാൽ മതിയിരുന്നു, ചോദിച്ചു വാങ്ങിയതാ. ശ്രീശൂര് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, എന്തിനീ ആവശ്യമില്ലാതൊക്കെ പറയണമെന്ന് കരുതി അദ്ദേഹം വിട്ടു. പരീക്ഷിച്ച് ചോദിച്ചു, അല്ലല്ല നരകത്തെ പറ്റി അങ്ങ് പറഞ്ഞില്ലല്ലോ. നരകം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഉണ്ടോ, ഉള്ളതാണോ, ഇതല്ല വെറുതെ പേടിപ്പിക്കാൻ പറയുകയാണോ, ശരിക്കും ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ്? നരകം എന്ന് പറഞ്ഞാൽ ഉള്ളത് തന്നെയാണ്, ഇല്ലാത്തതൊന്നുമല്ല. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെയൊക്കെയാണോ ചോദിച്ചാൽ അറിയില്ല. ഇവിടെ തന്നെയാണ് അന്തരാളെ ഏവ, ഇവിടെ തന്നെ പലതരത്തിലുള്ള യാതന അനുഭവിക്കുന്നത് നമ്മൾ കാണാറില്ലേ? പലതരത്തിലുള്ള ദുഃഖം അനുഭവിച്ച് ഇന്നും നീറി കഴിയുന്നവരാണെങ്കിൽ അവരെവിടെയാണ്? നരകത്തിൽ. ഇവിടെ സമാധാനമായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെവിടെയാണ്? സ്വർഗത്തിൽ. പണ്ട് യമൻ്റെ അടുത്തേക്ക് പോയി നരകവും സ്വർഗവും കാണാൻ വേണ്ടിയിട്ട് ഒരാൾ. നരകം എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. നല്ല വൃത്തിയുള്ള സ്ഥലം, AC, നല്ല സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, നല്ല ടൈൽസൊക്കെ ഒട്ടിച്ച്, നല്ല എന്ത് സുഖം അവിടെ. ഉച്ചയാകുമ്പോൾ ഊണഴിക്കായിരുന്നു സദ്യ, ഗംഭീര സദ്യ, 8 കൂട്ടം പായസം, ശർക്കരപ്പേരി, വറുത്തപ്പേരി, അവിയൽ, പുളിയിഞ്ചി, ഓലൻ, എലിശ്ശേരി, കൂട്ടുകറി, രസം, നല്ല പൊന്നിയരിയുടെ ചോറ്, അത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പാലട പ്രഥമനുണ്ട്, ഒക്കെ ഉണ്ട്, അല്ല പപ്പടം, അതൊരു കുറവില്ല, ചേന വറുത്തത്. അപ്പോൾ അദ്ദേഹത്തിന് സംശയം, ഇതിപ്പം മാറിപ്പോയോ, ഇത് നരകല്ലേ, സ്വർഗം പോലെ ഉണ്ടല്ലോ കണ്ടാൽ, തന്നെയാണോ നരകം? ഒന്നും ഞങ്ങളുടെ നാട്ടിലെ ആചാര്യന്മാർ ഇങ്ങനെയൊന്നല്ല പറയുന്നത്, അവർക്ക് എന്താ പറയുക, അങ്ങനെ പറയാം, ഇതാണ് നരകം. അത്ഭുതമായി. ധാരാളം ജനങ്ങൾ അവിടെ ഉണ്ട്. അവരെയൊക്കെ നോക്കി അവർക്കൊന്നും വലിയ സന്തോഷം കാണുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തില്ല, സന്തോഷമില്ല. ഇത്രയും വിഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ അവർ സന്തോഷിക്കാത്തത് ചോദിച്ചപ്പോൾ യമൻ പറഞ്ഞു, ഉച്ചയാകുമ്പം കണ്ടോളൂ എന്താ അവരുടെ സന്തോഷം ഇല്ലാത്തതിൻ്റെ കാരണം എന്നുള്ളത്. അങ്ങനെ ഇലയൊക്കെ വെച്ചു, വിളമ്പൊക്കെ ചെയ്തു. അങ്ങനെ അവർ ഊണഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. 1 മണിക്ക് ബെല്ലടിച്ചു, ഊണഴിക്കാം. പക്ഷെ ഇവർക്കാർക്കും കഴിക്കാൻ പറ്റുന്നില്ല. അവർ ഉരുളയൊക്കെ എടുക്കും, പക്ഷെ കഴിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താ വെച്ചാൽ ഈ മുട്ടിന് ഇവിടെ മടക്കില്ല. അവരിങ്ങനെ തലയ്ക്ക് വീഴുന്നല്ലാണ്ട് ഇത്രയും വിഭവങ്ങളുണ്ടായിട്ട് എന്താ കാര്യം? ഒന്നുപോലും ആസ്വദിക്കാൻ പറ്റണില്ല. മുഖത്ത് നിരാശ, ദുഃഖം. കുറച്ച് കഴിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിഞ്ഞു, എണീറ്റ് പോന്നു. ഏതാ സ്വർഗം എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, നാളെ വരും, ഇന്നിനി വയ്യ, നാളെ കാണിച്ചു തരാം. പിറ്റേന്ന് ഒരുങ്ങിപ്പോയി സ്വർഗം കാണാൻ. ഇതേ സ്ഥലം
അപ്പം ബോർഡ് മാറ്റിയിട്ടുണ്ട്, നരകം എന്നുള്ളത് തിരിച്ചിട്ടു, സ്വർഗ്ഗാക്കിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അകത്ത് പോയി നോക്കി ദേഹണ്ണക്കാരൊക്കെ ഇന്നലെ കണ്ട ആൾ തന്നെയാണ്, അതേ വിഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതിലൊന്നും പ്രശ്നമില്ല, സ്ഥലം അതന്നെ. പക്ഷേ ഊണഴിക്കാൻ ഇരിക്കുന്ന ആളുകൾ മാറിയിട്ടുണ്ട്, അത് വേറെ ബാച്ചാണ്. അവർക്ക് വലിയ ദുഃഖമൊന്നും കാണുന്നില്ല, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. ചോദിച്ചത് പിന്നെ സ്വർഗ്ഗമായത് 1 മണിയാവട്ടെ കണ്ടോളൂ. അങ്ങനെ 1 മണിക്ക് ബെല്ലം കണ്ട് അടിച്ചപ്പോൾ ഇവരൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. മുട്ടന് മടക്കില്ല, എന്നിട്ടും കഴിക്കുന്നു. എന്താണ് അതെങ്ങനെയാന്ന് നോക്കിയപ്പോൾ എന്താ കഥ വെച്ചാൽ അടുത്തുള്ള ആൾക്ക് വാരി കൊടുക്കുകയാണേ, ഇത്രയേ ഉള്ളൂ. വലിയ പണിയുള്ള ഏർപ്പാടൊന്നുമില്ല. അടുത്തൊന്നിൽപ്പോരനുചര നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ആശ്ചര്യം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെയാണ് നമുക്ക് നാഗവും നരകവും ഉണ്ടാക്കുന്നത്, നമ്മുടെ സംസ്കാരം പോലെ ഇരിക്കും. അടുത്തുള്ള ആൾക്ക് കൊടുക്കാൻ ഈ മടക്ക ആവശ്യമില്ല, അങ്ങനെ കൊടുക്കാം. അപ്പോഴോ അപ്പുറത്തുള്ള ആൾ തനിക്ക് തരും, അതിൻ്റെ അപ്പുറത്തുള്ള ആൾ അയാൾക്ക് കൊടുക്കും. അങ്ങനെ 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 പോകുന്നുണ്ട്. ഇത് തോന്നിയില്ലല്ലോ മറ്റുള്ളവർക്ക്, നരകത്ത് പോയപ്പോൾ തോന്നിയില്ലല്ലോ. ഇതന്നെയാണ് നരകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ അത് പുറമേന്ന് വിചാരിക്കേണ്ട, ഇവിടെ തന്നെ. എത്ര കണ്ട് സൗകര്യം ഉണ്ടെങ്കിലും സമാധാനം ഇല്ലാണ്ട് കഴിയുന്ന എത്ര പേരുണ്ട് ലോകത്ത്. ഒരു സൗകര്യം ഇല്ലാണ്ട് സമാധാനമായിട്ടിരിക്കുന്നവരുണ്ട്. റോഡിൻ്റെ പക്കത്തൊക്കെ ടെൻ്റ് കെട്ടി, ഉടുതുണിയില്ല, കൊതുകുകടി ഉണ്ടാനും, എന്നിട്ട് സുഖമായിട്ടിരിക്കുക. ഇവിടെ AC-യുടെ നടുക്ക് 1 കോടി രൂപയുടെ കട്ടിൽ തിരിഞ്ഞും പറഞ്ഞ് കിടക്കുക, ഉറക്കമില്ല. സ്വർഗത്തിൽ നിന്നും പറയാൻ പറ്റില്ല, അത് നരകം, അത്രയേ ഉള്ളൂ. പിന്നെ നരകവർണ്ണന പുരാണങ്ങളിൽ കാണാം. ഇത് സാത്വിക പുരാണമായതുകൊണ്ട് അധികം വർണ്ണിച്ചിട്ടില്ല. ഗരുഡ പുരാണമൊക്കെ നോക്കി അങ്ങോട്ട് നരകം അങ്ങനെ പേടിയാവും. ഇത് കുറേശ്ശേ പേടിയാവുള്ളൂ, വല്ലാണ്ട് പേടിയാവില്ല. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത, അങ്ങനെ വല്ലാണ്ട് പേടിപ്പിക്കില്ല. പിന്നെ എന്തിനാ ഈ നരകവർണ്ണന എന്തിനാ ചോദിച്ചാൽ, നമ്മൾ ഈ ചെയ്യണ തെറ്റ് അത് ഗൗരവമില്ല, നമുക്ക് വലിയ ഗൗരവമൊന്നുമില്ല, അത് ചെറിയ തെറ്റല്ലേ കരുതിയിരിക്കുകയാണ്, അങ്ങനെയല്ല, അത് വലിയ തെറ്റാണെന്ന് ബോധിപ്പിക്കാനാണ് ഈ നരകത്തെ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് നിർത്തിക്കോളൂ, ആ തെറ്റൊക്കെ നിർത്തിക്കോളൂ, ഇനി വേണ്ട, ആ ഏർപ്പാടൊക്കെ നിർത്തുക എന്ന് കാണിക്കുകയാണ്. അതൊരു സൗഹൃദത്തിൽ പറയണം, സുഹൃത്ത് പറയണത് പോലെ. ഇതൊക്കെ മോശമായിട്ടോ അത് വേണ്ടേ നിർത്തും എന്നിങ്ങനെ ബോധിപ്പിക്കുകയാണ്. അതാണ് നരകവർണ്ണന. ഇവിടെ വിവേകികൾ അധർമ്മം ചെയ്യില്ല. അതെന്താ ചോദിച്ചാൽ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല, അവർ ചെയ്യില്ല. എന്താണ്, അവർ കക്കില്ല, കളവ് പറയില്ല. എന്താ ചോദിച്ചാൽ ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടാ? ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടല്ല, അങ്ങനെ ഒരു സ്വഭാവമല്ല തന്നെ, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മളിവിടെ പലതും ചെയ്യാണ്ടിരിക്കണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കാര്യം പറയണില്ല, ഞാൻ എൻ്റെ കാര്യം പറയാലോ. ഞാനിവിടെ പലതും ചെയ്യാണ്ടിരിക്കുന്നത് പകലല്ലേ എന്നുള്ളതുകൊണ്ടാണ്. എന്താണ്, ആചാര്യം എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ടുണ്ട്, ഇനി വേണ്ട, ഇനിയുള്ള പേര് കളയണ്ട എന്ന് കരുതി ലൈവ് പോണുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പലതും ചെയ്യാണ്ടിരിക്കുന്നത്. ഉള്ളിൽ പല അധർമ്മവും ചെയ്യാൻ ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ചെയ്യാണ്ടിരിക്കുന്നത് ശിക്ഷ കിട്ടുമെന്ന് പേടിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ നേരെയാവുമോ? ഇല്ല, ഉള്ളിൽ തോന്നലുണ്ടേ, പക്ഷെ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണെന്ന് എഴുതി വയ്ക്കില്ലേ, എന്താ അർത്ഥം? എന്തിനപ്പം അത്? എന്തിനാ? പണ്ട് അങ്ങനെയല്ലായിരുന്നു, പണ്ട് നരകം പറഞ്ഞ് പേടിപ്പിക്കുക, CCTV ഇല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ പറയുക ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ CCTV നിരീക്ഷണത്തിലാണെന്നുള്ളതിൻ്റെ അർത്ഥം കയ്യിരിപ്പ് പുറത്തെടുക്കണ്ട, എന്താണ്? അതാണ് അർത്ഥം. ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കണ്ട, ഒതുങ്ങിയിരുന്നോളൂ എന്നുള്ളതാണ്. എന്നിട്ടെന്നെ നോക്കൂ, ഈ പോലീസും പട്ടാളം കോടതി ഉണ്ടായിട്ടും നമ്മളുടെയൊക്കെ എന്നിട്ടെന്നെ അധർമ്മത്തിന് വല്ല കുറവുണ്ടോ? ഇതൊന്നും ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഇപ്പം തന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് തന്നെ എന്തൊക്കെ വൃത്തികേട് ഇവിടെ നടക്കുന്നുണ്ട്. ഒരു തത്വചിന്തകൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരെന്നുള്ളതേ നിങ്ങൾക്ക് അധികാരവും പണവും സേവ പറയാൻ ആളുള്ളപ്പോൾ മനസ്സിലാവില്ല. ആരാണെന്നുള്ളത് ശരിക്കറിയണമെങ്കിൽ പകല് നോക്കരുത്. യുവർ കൾച്ചർ ഈസ് വാട്ട് ഈസ് യുവർ ഇൻ ഡാർക്ക്. ഇരുട്ടത്ത് നിങ്ങൾ എങ്ങനെയാണോ അതാണ് യഥാർത്ഥ നിങ്ങൾ, അപ്പോഴേ അറിയുള്ളൂ. അതല്ലാണ്ട് ഒന്നിനും കൊള്ളാണ്ടിരിക്കുമ്പോൾ പാവായിരിക്കും, ഒന്നും വയ്യ, കയ്യിൽ കാശുമില്ല, ആളുമില്ല, ഒന്നുമില്ല, ഒക്കെ കിട്ടട്ടെ. അപ്പം അയാൾ എങ്ങനെ പെരുമാറുന്നുള്ളത് നോക്കിയിട്ടാണ് ആളെ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ സ്വഭാവം ശുദ്ധമാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ നരകവർണ്ണന. ആദ്യമൊന്നും ആഗ്രഹത്തോടു കൂടി ധർമ്മം അനുഷ്ഠിക്കില്ല, ചിലപ്പം അധർമ്മം വിടാൻ മടിയുണ്ടാവും. അപ്പോൾ ശിക്ഷ കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴിവാക്കും. അങ്ങനെ അതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നരകത്തെ വർണ്ണിക്കുന്നത്. ഇന്നാണെങ്കിൽ പീനൽ കോഡ് പറയും, IPC ഇന്ന വകുപ്പ് പ്രകാരം എടുത്ത് അകത്തോട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം നിർത്തും. പണ്ടങ്ങനെയല്ല, കുംഭീഭാഗം കിട്ടുവേ, ആസിപത്രവന ഉണ്ടാവുകയെ എന്നൊക്കെ പറയുമ്പം നിർത്തും.
അങ്ങനെ കുറച്ച് നരകങ്ങളൊക്കെ പറഞ്ഞു. താമിശ്രം, മന്ദതാമിശ്രം, രൗരവം, കുംഭീപാകം, അസിപത്രവനം. മറ്റുള്ളവൻ്റെ സ്വത്ത് അപഹരിക്കുക, ഭാര്യ, മക്കൾ, അവരെയൊക്കെ അപഹരിക്കുന്നവർക്കൊക്കെയാണ് അന്ധതാമിശ്രം. പരവിത്താപത്യകളത്രാണി അപഹരതി. ഒരു പൊട്ടക്കിണറാണ്, അവിടേക്ക് ഉന്തിടും, പിന്നെ നമ്മളെ ദ്രോഹിക്കും, പലതരത്തിൽ വേദനിപ്പിക്കും. അഥവാ മരിച്ചു പോയാൽ അമൃത് വലിക്കും, വേദന അവിടെ ബാക്കി ഉണ്ടാവും, അതിൻ്റെ ബാക്കി വീണ്ടും അനുഭവിക്കുക. ഇങ്ങനെ ആരൊക്കെ ദ്രോഹിച്ചോ അവരൊക്കെ എത്ര കണ്ട് വേദനിച്ചോ അതേ വേദന അതുപോലെ താനും അനുഭവിക്കേണ്ടി വരും എന്നാണ്. ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാണ്ട് ഇരിക്കില്ല, അത് കുറച്ച് വൈകിയാണെങ്കിലും അനുഭവിക്കും. പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കേണ്ട, അത് ഓരോന്നിനും ഓരോ കണക്കാവും, എല്ലാം ഒരുപോലെയില്ല. അതിൻ്റെ നിയമം നമുക്ക് നിശ്ചയമില്ല. ഒരാൾ വാഴ നട്ടു, ഒരാൾ മാവ് നട്ടു, രണ്ടും ഒരുപോലെ കൊലയ്ക്കുകയോ കഴിക്കുകയോ? ആ മാവ് നട്ടവൻ മോശം എന്ന് പറഞ്ഞാൽ പറ്റുമോ? വലിയ മാവിന് കുറച്ച് സമയമെടുക്കും. തെങ്ങ് നട്ടു പെട്ടെന്ന് തന്നെ ഉണ്ടാവുമോ? ഒരാൾ വാഴ നട്ടു, അത് ചിലപ്പം പെട്ടെന്ന് തന്നെ കൊലയ്ക്കുണ്ടാവും. നമുക്കത് പറയാൻ പറ്റില്ല. ചിലതിന് വേഗം ഫലം കിട്ടും, ചിലതിന് പെട്ടെന്നാവില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവും. ഫലം ഇല്ലാണ്ടിരിക്കില്ല. നല്ലത് ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടിക്കോളണമെന്നില്ല, പക്ഷേ ചെയ്തത് ചെയ്താൽ നല്ലത് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ഫലം കിട്ടില്ല. ഞാൻ തെറി വിളിച്ചാലോ പെട്ടെന്ന് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും ഒരുപോലെ ആയിക്കോളണമെന്നല്ല ഫലം. അപ്പോൾ ഏത് കർമ്മത്തിൻ്റെ ഫലമാണ് ഞാനെന്ന് അനുഭവിക്കണമെന്നും വ്യക്തമായിട്ട് അങ്ങനെ നോക്കിക്കാണാനുള്ള കഴിവും നമുക്കില്ല. ഇനി അങ്ങനെ കഴിവ് കിട്ടിയ ഒന്നുകൂടി പ്രയാസമായിരിക്കും. ഈ കിട്ടിയതൊക്കെ ഭഗവാൻ പാകത്തിന് തന്നതാണ്. നമുക്കിപ്പോൾ ഉള്ള കഴിവും കഴിവുകളൊക്കെ അത് കൂടുതൽ ആലോചിക്കേണ്ട. എന്തുകൊണ്ടാണ് എനിക്ക് പൂർവ്വജന്മസ്മൃതി ഇല്ലാത്തത്? അതുണ്ടെങ്കിൽ എത്ര നന്നായി. ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. എൻ്റെ പൂർവ്വജന്മത്തിലുള്ള ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാവും. അല്ലാത്തത് നന്നായി, അത്രയേ ഉള്ളൂ. അതാ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ മനസ്സെനിക്ക് അറിയാൻ സാധിക്കും. എത്ര നന്നായില്ലേ അറിഞ്ഞിരുന്നെങ്കിൽ പ്രഭാഷണം ഉണ്ടാവില്ല. ഇതിപ്പോൾ അറിയാത്തത് കൊണ്ട് അങ്ങനെ വിടുന്നുണ്ട്. ഇതിപ്പോൾ ഇരിക്കുന്നവരൊക്കെ മനസ്സറിഞ്ഞാൽ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായി, ഉള്ളതൊക്കെ അങ്ങനെ പോട്ടെ, അത്രയേ വേണ്ടൂ. പിന്നെ കുംഭീഭാഗം, ജന്തുക്കളെ ദ്രോഹിക്കുക എന്നാണ്. തൻ്റെ സ്വാദിന് വേണ്ടിയിട്ട് കഴിക്കാനും വേണ്ടി പശുക്കളെയും പക്ഷികളെയും ഒക്കെ കൊന്നു തിന്നുന്നവർക്കാണ് കുംഭീഭാഗം എന്ന നരകം. വലിയൊരു കുംഭം, വലിയൊരു അണ്ടാവ് അല്ലെങ്കിൽ വലിയ ചട്ടി, അതിൽ എണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൊണ്ടല്ലേ, ഡാലണ്ടിയോ ഇനി പാമോയിലോ എന്താ വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ആ ജന്തുവിനെ ദ്രോഹിച്ചത് ആ പാകത്തിന്, അതെങ്ങനെയാ വെച്ചാൽ അത് ഡാൽഡച്ചത് ഡാൽഡ, അത് നെയ്യച്ചത് നെയ്യ്, അത് എണ്ണച്ചത് എണ്ണ, അതങ്ങോട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് എടുക്കും. എന്നിട്ട് തോലങ്ങോട്ട് പോക്കി മസാലയിൽ അങ്ങോട്ട് പുരട്ടിയിട്ട് നേരെ അതിലങ്ങോട്ട് ഇടും. എന്നിട്ട് മുരിഞ്ഞു കഴിഞ്ഞാൽ കണ്ണാപ്പ കൊണ്ട് അങ്ങോട്ട് കോരി എടുത്തങ്ങോട്ട് വയ്ക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് കേട്ട് കരയാണ് വേണ്ടത്. പക്ഷെ എല്ലാവരും തമാശ പോലെ ചിരിക്കുന്നുണ്ട്. അതാണ് ഭാഗവത്തിൻ്റെ മഹിമ. നരകം കേൾക്കുമ്പോൾ നമുക്ക് ഭാഗവതം കേൾക്കണോണ്ടാ, ഒന്നൊരു വിഷയമല്ല. അതാണ് വിഷയം. അപ്പോൾ ചിലർ ചോദിക്കട്ടോ, എന്താ അപ്പം അത്ര വലിയ തെറ്റാണോ ഈ ജന്തുക്കളെ കൊന്നു തിന്നണത്? ഭാഗവതം അതിനെതിരാ. ഞാൻ എതിരല്ലേ, പക്ഷെ ഭാഗവതം എതിരാ എന്ന് പറഞ്ഞ അർത്ഥം ഇതിൻ്റെ പിന്നാലെ വന്ന് ചോദിക്കേണ്ട, വ്യാസരുടെ പിന്നാലെ പോയി ചോദിച്ചാൽ മതി. ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല. അതാണ് കാരണം. എന്തൊക്കെ പറഞ്ഞാലും ജീവനുള്ളതല്ലേ അല്ലേ? നമ്മൾ കാരണം ഒരു ജന്തുവിൻ്റെ ജീവൻ നോക്കൂ, അത് നഷ്ടപ്പെടുക പറഞ്ഞ വിഷമം. ചില ചോദിക്കും, നമ്മളിപ്പം മാംസം കഴിക്കണം നിർത്തിയിട്ട് ഇപ്പം നമുക്കെന്ത് മാറ്റം ഉണ്ടാവുക? തനിക്കൊരു മാറ്റം ഇല്ലെങ്കിൽ ആ ജന്തുവിന് കുറച്ചുകൂടി ഒരു ജീവിച്ചിരിക്കാനുള്ള ഒരു കഴിവ് അല്ലേ, അതിനൊരു മാറ്റം ഉണ്ടാവില്ലേ? കുറച്ചു കാലം കൂടി ജീവിക്കാം, അത്രേ പറയുന്നുള്ളൂ. ഇനി കഴിച്ചാലും മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വക കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരും. അന്നമയം ഹി സൗമ്യമനഃ. മനുഷ്യത്വം പറയും, കഴിക്കുന്ന അന്നം കുറച്ച് മനസ്സിലേക്ക് പോവും, കുറച്ച് ശരീരത്തിൽ പിടിക്കും, ഒന്നിനും പറ്റാത്ത താഴത്തേക്ക് അങ്ങനെ വിസർജിച്ച് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്ന ആഹാരം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, കേൾക്കുന്ന ശബ്ദങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ഇല്ലേ? ഇല്ലെങ്കിൽ കേൾക്കില്ല. നമ്മൾ കേൾക്കാതിരിക്കണോ? സ്വാധീനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എണീറ്റ് പോവാം, വെറുതെ കേൾക്കണ്ട. ഈ കേൾക്കണതൊക്കെ ഉള്ളിൽ കയറി സ്വാധീനിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോൾ കഴിക്കുന്ന ആഹാരവും അത് സാത്വികമായ ആഹാരം കഴിക്കുകയാണെന്ന് വെച്ചാൽ ഹൃദയം ശുദ്ധാവും, താമസമായിട്ടുള്ളത് കഴിക്കുകയാണെന്ന് വെച്ചാൽ പരദ്രോഹം ആണ്. അതാണ് ചിന്ത കൂടുക. അതല്ലെങ്കിൽ സസ്യബുക്കും മാംസബുക്കുമായിട്ട് ജന്തുക്കളെ നോക്കിയാൽ പോരെ മനസ്സിലാക്കാൻ? മൃഗശാലയിൽ പോയി നോക്കിയാൽ പോരെ? സിംഹത്തിനെയും പുലിയൊക്കെ നോക്കി നോക്കൂ, നമുക്കെന്താ തോന്നുക അങ്ങനെ കാണുമ്പം? എന്തൊരു സാത്വികതാലേ, ശുദ്ധൻ സിംഹേ. നമുക്ക് പേടിയാവും. അടുത്തേക്ക് പോയാൽ അതിൻ്റെ മുരൾച്ചയും ആ ശബ്ദവും നോട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈശ്വര, അത് കൂട്ടിലാണെങ്കിലും വയ്യട്ടോ,
വേഗം വേഗം പോവുക. നേരെ മറിച്ച് ആ മുയലിൻ്റെ അടുത്ത് പോയാലോ, മാനിൻ്റെ അടുത്ത് പോയാൽ ആഹാ, അത്രയേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാൻ വലിയ എത്ര ആവശ്യമുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും സസ്യാഹാരം ആക്കുകയാണ് നല്ലത്. ചില പറയും കൊന്ന പാപം തിന്നാൽ തീരില്ലെന്ന്. അത് തീരും. തിന്നാൽ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചാൽ എന്നർത്ഥം. അനുഭവിച്ചാൽ തീരും, അതല്ലാണ്ട് ഒന്നും അത് തീരില്ല. തിന്നെ പറഞ്ഞാൽ എങ്ങനെ തിന്നല്ല, അനുഭവിക്കുക. ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചാൽ മാത്രമേ തീരൂ എന്നാണ് പറയണത്. അതുകൊണ്ട് കഴിയണതും കുറച്ചുകൂടെ. അപ്പോഴും ന്യായം പറയട്ടോ ചിലട്ട്, സസ്യത്തിനും ജീവനില്ലേ, അടുത്തത് ഇല്ല ഒന്നും പറയണില്ല, എല്ലാത്തിനും ജീവനുണ്ട്, ജീവനില്ലാത്തൊന്നുമില്ല. പക്ഷേ നമുക്കതിൻ്റെ ഭാവത്തിൽ വ്യത്യാസമില്ലേ, ഇല്ലേ? നമുക്കിപ്പോൾ ഒരു തക്കാളി ചീഞ്ഞ് കിടക്കണത് കാണുമ്പോൾ സങ്കടമാവുമോ? നടന്നിങ്ങനെ തക്കാളി ചീഞ്ഞ് കിടക്കുക, കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു പശു മരിച്ചു കിടക്കുക. രണ്ടും ഒരുപോലെയാണോ? രണ്ടും ഒരുപോലെയാണെങ്കിൽ രണ്ടും കഴിച്ചോളൂ കേട്ടോ. ഒരുപോലെ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അത്രയും. ഒരുപോലെ അല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഒരുപോലെ കാണുന്നവരുണ്ട്, അവർക്ക് കുഴപ്പമില്ല. അവധൂതന്മാർക്ക് കുഴപ്പമൊന്നുമില്ല, അവർ എന്തും ഉണ്ടാവും, അവർക്ക് എന്ത് അനുഭവിക്കാൻ അവർ തയ്യാറാണ്. നമ്മളങ്ങനെയല്ല. നമുക്ക് ദുഃഖം അനുഭവിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്ത് തെറ്റ് ചെയ്തിട്ടാ തിരുമേനി ഞാൻ അല്ലേ എന്ന് മിണ്ടരുത്. മകളുടെ കല്യാണത്തിന് എത്ര കോഴിയാണ്? അതെന്താ തെറ്റല്ലേ? അത് അത്രയും ചോദ്യമുള്ളൂ. അത് നമ്മൾ ഓർക്കണില്ല. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കരുത്. തെറ്റ് ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എന്ത് വന്നാലും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. തൊട്ടതിന് പിടിച്ചതിന് ദുഃഖമല്ലേ? എന്നും ദുഃഖം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കരുതണം. അതാ പറയണത്. സസ്യത്തിനും ജീവനുണ്ടില്ല പറയണില്ല, പക്ഷേ ജീവഭാവം നമ്മളെ സംബന്ധിച്ച് പ്രകടമാവണത് ഓരോന്നിലും വ്യത്യാസമുണ്ട്. ഒരു മരക്കൊമ്പ് ഒടിഞ്ഞ് കിടന്നാൽ വലിയ ദുഃഖമൊന്നുമില്ല, ഒരു തക്കാളി ചീഞ്ഞ് പോയാൽ വലിയ ദുഃഖമൊന്നുമില്ല. പക്ഷെ ഒരു പക്ഷി മരിച്ചാൽ ദുഃഖമുണ്ട്. ഒരു മൃഗമാണെങ്കിൽ കുറച്ചുകൂടി ദുഃഖമായി. കുറച്ചുകൂടി അങ്ങോട്ട് പോയി ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ വലിയ ദുഃഖമുണ്ട്. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ തിന്നുന്നത് വലിയ പാപം. തൊട്ട് താഴെയുള്ള പാപം മൃഗത്തെ തിന്നുന്നത്, തൊട്ട് താഴെയുള്ള പാപം പക്ഷിയെ തിന്നുന്നത്. പിന്നെ കുറേ കഴിഞ്ഞ് ചെറിയ പാപമാണ് സസ്യം കഴിക്കുന്നത്. ഏതാ വീണ്ടും വലിയ പാപം? മോഹച്ചായിക്കോട്ടെ, അത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയ പാപം മതി. ഒരു പാപം ചെയ്യാണ്ട് ലോകത്ത് ജീവിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ ചെറിയ പാപം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇല്ലാത്തൊരു ഘട്ടം വന്നു വെച്ചാൽ സസ്യം ഇല്ലാതെ വന്നു, എന്നാൽ അങ്ങനെ ആവാം. ഇതിപ്പോൾ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ആപത്ത് ഘട്ടം വന്നാൽ അതിനെ ആപദ്ധർമ്മമായിട്ടാണ് കണക്കാക്കുക. അത് വൃത്തിയില്ല ജീവിക്കാൻ, ഇതില്ലാണ്ട വഴിയില്ല. ജീവിക്കണമെങ്കിൽ കഴിച്ചേ പറ്റൂ. അങ്ങനെയൊക്കെ വന്നു വെച്ചാൽ ആവാം. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ചില ഗുളിയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ചിലപ്പോൾ എന്താ നമുക്കറിയില്ല, ചിലപ്പോൾ വേണ്ടി വരാം. അങ്ങനെയൊക്കെ അല്ലാണ്ട് പണ്ട് വിശ്വാമിത്രൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വാമിത്രൻ അറിയില്ലായിരുന്നു. അയാൾ വിശന്നിങ്ങനെ നടക്കുമ്പം ഒരാളുടെ വീട്ടിൽ കയറി എന്തോ അടച്ചു വെച്ചത് കണ്ടപ്പോൾ ചക്ക വരട്ടിയതാണ് കരുതി. എടുത്ത് കഴിച്ചു. പിന്നെ മനസ്സിലത് ശിവാവിൻ്റെ നായയുടെ മാംസമായിരുന്നു. അദ്ദേഹം വേണ്ട പരിഹാരമൊക്കെ ചെയ്തു. പരിഹാരം ചെയ്യാൻ പറഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാനൊന്നും വയ്യല്ലോ. അതായിരുന്നു കുറേ ജപിച്ചു, ധ്യാനിച്ചു, കുളിച്ചു, അങ്ങനെ നടന്നു. കുറച്ച് ദിവസം ഇതാ അവിടുത്തെ വീട്ടുകാരൻ കണ്ടിട്ടുണ്ടേ. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞ് ആ വഴിക്ക് വിശ്വാമിത്രൻ അങ്ങനെ പോയപ്പം അദ്ദേഹം വിളിച്ചു, അതേ നാളത്തെ സാധനം ബാക്കിയുണ്ട്. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അതോ അന്ന് കഴിച്ചത് നിവൃത്തിയില്ലായിട്ട്, ഇത് വ്യത്യാസമുണ്ട്, അതറിയാണ്ടേ പറ്റിപ്പോയതാണ്, സ്ഥിരാക്കിയിട്ടില്ല. അങ്ങനെയൊക്കെ നിവൃത്തിയില്ലാണ്ടും ജീവിച്ചിരിക്കാൻ വേണ്ടിയും ആപത്ത് വരുന്ന സമയത്തൊക്കെ ആവാന്നല്ലാതെ എന്ത് ചെയ്യരുത്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചില ചോദിക്കുന്ന പോലെ മൃഗങ്ങൾക്കും പാപം ഉണ്ടാവില്ലേ? മൃഗങ്ങൾക്ക് അങ്ങനെ വിഷയമില്ല. കാരണം അവർ വിവിക്ത പരവ്യതകളല്ല. മറ്റുള്ളവൻ്റെ ദുഃഖം അറിയാനുള്ള ശേഷി മനുഷ്യൻ്റെ അത്ര മൃഗങ്ങൾക്കില്ല. ഇപ്പോൾ മനുഷ്യനും ഇല്ല കേട്ടോ. ഇപ്പം മനുഷ്യനിപ്പോൾ ഒന്നും അറിയാനുള്ള ശേഷി ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. ഒരു ജന്തുവിനെ കൊല്ലുമ്പോൾ അത് കരയുന്നില്ലേ? അത് കരയണത് വിഷമിച്ചിട്ടാണെന്ന് അറിയാനുള്ള ശേഷി മനുഷ്യനുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് അങ്ങനെ ഇല്ല. അവർക്കത് ആഹാരത്തിന് വേണ്ടി മാത്രമേ കഴിയുന്നതും അതങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കുള്ളൂ. വെറുതെ ഇരിക്കുമ്പോഴൊന്നും അങ്ങനെ ദ്രോഹിക്കില്ല. മൃഗങ്ങൾ പൊതുവേ അങ്ങനെയാണ്. മനുഷ്യനങ്ങനെയല്ല. എടുത്തു വയ്ക്കും, വേവിച്ചെടുത്ത് വയ്ക്കുക, കൊന്നെടുത്ത് വയ്ക്കുക, നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് എടുത്തു വയ്ക്കുക. ഇങ്ങനെയൊരു സ്വഭാവം മനുഷ്യനുണ്ട്. ആവശ്യമില്ലാണ്ട് ദ്രോഹിക്കും. മൃഗങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ. ഒരു പൂച്ച എലിയെ തിന്നുമ്പം എലിക്ക് പാവം അല്ലേ? എലിയുടെ ഭാര്യ വിധവയാമെന്നുള്ള ചിന്തയൊന്നും ആർക്കില്ല, പൂച്ചയ്ക്കില്ല. പക്ഷെ നമുക്കതറിയാം, ഈ ജന്തു വേദനിച്ചിട്ടാണ് കരയണത്, അതിൻ്റെ ജീവിതം അവസാനിക്കുകയാണ്. വിഷമമുള്ള കാര്യം നിശ്ചയുണ്ടെങ്കിലും നമ്മൾ ആ സ്വാദ് ആലോചിക്കുമ്പോൾ അതങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കേട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒഴിവാക്കണം തോന്നിയാൽ നന്നായി. അതിപ്പം അത്രയേ ഉള്ളൂ. അതിനാണ് ഇപ്പോൾ ഇത്രയും പറഞ്ഞത്. നന്നായി ഞാൻ ഒഴിവാക്കിച്ച നല്ല കാര്യം, അത്രയേ ഉള്ളൂ. അതല്ലാതെ മാംസം കഴിക്കുന്ന രീതിയുണ്ട്, മാംസം ആരാധിക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഭാഗവതം അതിന് സമ്മതമല്ല. ഇവിടെ അടുത്ത് പറയാണ്, ചിലരെന്ത് ചെയ്യുന്നു, ഈശ്വരൻ്റെ പേര് പറഞ്ഞ് പശുക്കളെയും പക്ഷികളെയും എന്ത് ചെയ്യാറുണ്ട്?
അതാവുമ്പോഴും നോക്കൂ, ഏതെങ്കിലും ഈശ്വരൻ അങ്ങനെ ഇഷ്ടാവുമോ? ഈശ്വരൻ്റെ മക്കളല്ലേ ഈ കാണുന്നതൊക്കെ, അങ്ങനെയല്ലേ നമ്മൾ പറയണത്. നമുക്കിഷ്ടാവുമോ? നമ്മുടെ മൂത്ത മകൻ ഇളയ മകനെ കൊന്നിട്ട് നിവേദിച്ചാൽ ഇഷ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരന് നോക്കൂ. അതുകൊണ്ട് ആലോചിക്കുക, അങ്ങനെയൊരു സ്വഭാവമാണ് ഈശ്വരനെങ്കിൽ മെല്ലെ മെല്ലെ ഈശ്വരൻ്റെ സ്വഭാവം മാറ്റാൻ ഒന്ന് സാത്വികനാവണേ. എന്തെങ്കിലും പുഷ്പാഞ്ജലി മന്ത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എന്നാണ് ഭാഗവതം പറയാം. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മുടെ സംസ്കാരത്തിൽ ഒക്കെ ഉണ്ട്. മദ്യം സേവിക്കുന്ന രീതിയുണ്ട്, ഒക്കെ ഉണ്ട്, മാംസമൊക്കെ ഉണ്ട്. ഒന്നും തെറ്റെന്നല്ല പറയണത്, ഒക്കെ ശരി തന്നെ. പക്ഷെ ഭാഗവതം പറയണു അത് വേണോ ആലോചിക്കൂ എന്നർത്ഥം. അതുകൊണ്ട് ജന്തുക്കളെ, പക്ഷികളെ ഇനി സസ്യമാണെങ്കിലും ആവശ്യമില്ലാണ്ട് ദ്രോഹിക്കുന്നത് ശരിയല്ല എന്നാണ് ഭാഗവതത്തിൻ്റെ അഭിപ്രായം. ചിലർ ഭക്ഷണം കഴിക്കുമ്പോൾ കൊടുക്കാണ്ട് കഴിക്കും. അസംവിഭജ്യാശ്നാദി, വിശേഷമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുക, ആർക്കും കൊടുക്കാണ്ട് കഴിക്കുക. ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളൂ, അവർക്ക് നരകത്തിലെത്തിയാൽ കൃമിഭോജനം എന്ന നരകത്തിലാണ് കൊണ്ടുപോയിടുക. കൃമിഭോജനം എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഇരിക്കുമ്പം ഇലക്കിടും. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഫ്രൈഡ് റൈസ് എന്നാണ് വിചാരിക്കുക, അല്ല നൂഡിൽസും അല്ല. ഇനി പറയണില്ല, ഇനി പറഞ്ഞാൽ ഊണ് കഴിക്കില്ല. നമ്മൾ അതിനെ കഴിക്കുകയാണോ അത് നമ്മളെ കഴിക്കുകയാണോ അറിയില്ല. അങ്ങനെ കഴിയേണ്ടി വരും. മതി പറഞ്ഞ് നിർത്തില്ല, അവരിങ്ങനെ തട്ടും. അവർക്കൊരു കണക്കുണ്ട്. സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ, കൃമിയെ കഴിച്ചിട്ടും കൃമികളാൽ കഴിക്കപ്പെട്ടും കൊണ്ടും അങ്ങനെ കഴിയേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലയോ ഒന്നും വിചാരിക്കാൻ കേട്ടോ. ഒന്നും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ ചിന്തിക്കാനല്ല പത്ര പറഞ്ഞത്. ഏത് ചെമ്പിലപ്പം നമ്മളുടെ എത്ര വലിയ ചെമ്പ് എവിടെയാണുള്ളത് അതല്ല ആലോചിക്കേണ്ടത്. അതുപോലുള്ള വേദന ഇവിടെ അനുഭവിക്കേണ്ടി വരും, അത്രേ പറയുന്നുള്ളൂ. എന്താണ് ആ ചെമ്പിൽ എണ്ണയിൽ പൊരിയുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെ അനുഭവിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ചെമ്പ് അന്വേഷിച്ച് നടക്കണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അത് അന്വേഷിക്കണം, അത് ബോധിപ്പിക്കാനാണ് ഇങ്ങനെ പറയണത്. ആ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവണില്ലെങ്കിൽ ബോധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയണം. ഇതുപോലെയാണെന്ന് പറയണം. അല്ലാതെ കൃമി അങ്ങനെ കഴിക്കേണ്ടി വരും എന്നല്ല അർത്ഥം. നമ്മളിനിയിപ്പം ആർക്കും കൊടുക്കാണ്ട് കഴിക്കാൻ പുറപ്പെടുമ്പോൾ നമുക്കെന്താ ഓർമ്മ വരിക? വേണ്ട, വരൂ, എല്ലാവരും വരൂ. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഇതാണ് നമ്മുടെ സംസ്കാരം. സഹനാവവതു, ഒരുമിച്ച് കഴിക്കുക, ഒരുമിച്ചിരുന്ന്, ഒരുമിച്ച് വിഭജിച്ച് എല്ലാവർക്കും എത്തട്ടെ. ഈ മട്ടിലാണ് കഴിയേണ്ടത്. മറ്റുള്ളവർക്ക് കഴിക്കേണ്ടതും കൂടി നമ്മളെടുത്ത് വയ്ക്കുകയല്ല. നമ്മൾ അധികം കഴിക്കുന്നുണ്ടെങ്കിൽ ആരൊരാൾ പട്ടിണി കിടക്കുന്നുണ്ട്. സസ്തേനഹ ദണ്ഡമർഹതി, അവൻ കള്ളനാണ്, അവൻ ഇന്നല്ലെങ്കിൽ നാളെ വേദനിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് കഴിക്കുക, എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കുക. ഈ ഒരു സംസ്കാരം വേണം എന്ന് കാണിക്കാനാണ്. ചിലർ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥികളെ കണ്ണുറ്റി പേടിപ്പിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പാകത്തിന് അങ്ങനെ വരുന്നുണ്ട്. ചില കമ്മിറ്റിക്കാരൊക്കെ അങ്ങനെ പറയാറുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ, ഇനി ഉണ്ടെങ്കിൽ പറയരുത്. ഉച്ചയ്ക്ക് വന്നാൽ 12:45 അങ്ങനെ വരണു. നമ്മളതിൻ്റെ മുന്നേ വന്നിരുന്നേ ഉള്ളൂ, നമുക്കും എന്താ വേണ്ടത്? ഇത് കേൾക്കണ്ടാച്ച നേരത്തെ വന്നതാ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ഭക്ഷണം എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അതല്ല പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ഈ പറയണതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കാര്യം ഞാൻ തുറന്ന് പറയുകയാണ്. മോക്ഷമൊക്കെ അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇപ്പം ഞാൻ ഉച്ചയ്ക്ക് നിർത്താണ്ടിരുന്നാൽ നിങ്ങൾ സഹിക്കുമോ ചോദിക്കട്ടെ? ഇവിടെ ഇരിക്കും വേണം, വീട്ടിൽ പോരുത്. ഇവിടെ അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിക്കും. ഇവിടെ അങ്ങനെ ഇരിക്കുക. ഞാൻ 6:30 വരെ പ്രസംഗിക്കും, തയ്യാറാണ്. നിങ്ങൾ തയ്യാറാവും? എന്നൊക്കെ പറയും. കുഴഞ്ഞു വീഴുമ്പോൾ കൊണ്ടുകൊണ്ടേ വരും. അതൊന്നും പറ്റില്ല. അതാണ് പ്രധാനം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് മുഖ്യം തന്നെയാണ്. എന്തിനാ അല്ല പറയണോ? അതാണ് നമ്മളൊക്കെ ഒക്കെ സമ്പാദിക്കുന്നത്, പണം സമ്പാദിക്കണമൊക്കെ നാളെ അന്നം മുട്ടണ്ടാ കരുതിയിട്ടാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ മുന്നിൽ അതിൻ്റെ ആവശ്യമില്ല. ആരായാലും ഏത് ഭാവിയാണെങ്കിലും വന്നാൽ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഉച്ചയ്ക്ക് വന്നവരെ നമ്മൾ സൽക്കരിച്ചിട്ട് തന്നെയാണ് വേണ്ടത്. അവരെ കണ്ണുരുട്ടത് ശരിയല്ല. അയാളുടെ പ്രയാസം നമുക്കറിയോ. വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചിട്ടും തൽക്കാലവും കുറച്ചൊന്ന് കേൾക്കുക, പ്രസാദം ഒന്ന് കഴിക്കുക കരുതി വന്നാവും. ചിലപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക സംഭാവന കൊടുത്തിട്ടുണ്ടാവും. ഇതൊന്നും അറിയാണ്ട് ആചാര്യനെ വിടുന്നു അങ്ങനെയൊന്നും പറയരുത്. എന്നാണ് എത്രയോ പേരെ നമുക്കെന്നെ പരിചയമാണ്. നമുക്കങ്ങനെ കുറേ നമ്മുടെ സംഘാടകൻ കൂടിയാണേ. അമ്പലമൊക്കെ നടത്തിപ്പും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം നമുക്ക് മനസ്സിലാവും. എത്രയോ ചാക്കരി തന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാവും ചിലപ്പോൾ ഉച്ചയ്ക്ക് വേണച്ചാൽ കഴിക്കുക. കൂട്ടുകാരൊക്കെ ഹോട്ടലിൽ പോകുമ്പോൾ വിളിച്ചിട്ട് പോരാ, സപ്താഹമാണ്, പ്രസാദം കഴിച്ച് വരാം എന്ന് പറഞ്ഞ് വരുമ്പോഴാവും എന്തിന്
ഒരു ഊണ് കൊടുത്തു വെച്ചിട്ടിപ്പോൾ എന്താ? അതുകൊണ്ട് അങ്ങനെയൊന്നും നോക്കരുത് ആര് വന്നാലും. വലിയ സന്തോഷമായിട്ട് ഇനി ഇല്ലെങ്കിൽ വെച്ചിട്ട് കൊടുക്കുക, അതാണ് വേണ്ടത്. കഴിഞ്ഞു പോയി നല്ല ആഴ്ച പിടിക്കും. ഇപ്പോൾ സൗകര്യം ഉണ്ടല്ലോ, എന്തൊക്കെ സൗകര്യം വന്നുണ്ട്. പണ്ടൊക്കെ വെച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. വരുന്ന പഠിപ്പൊന്നും അല്ല, ഗ്യാസാണ്, കുക്കറുണ്ട്, അരിയുണ്ട് വേഗം വേവണത്. അങ്ങനെയാണെന്ന് വെച്ചാൽ അത്രയേ വേണ്ടു. അതിലൊന്നും ഇപ്പോൾ ഒന്നും ലാഭിക്കാനില്ല. അതുകൊണ്ട് ആര് വന്നാലും അതിഥിയെ പൂജിക്കുക വേണ്ടത്. അത് വരുന്നത് ഈശ്വരനാണ്. അദ്ദേഹത്തിന് കൊടുക്കാണ്ട പറഞ്ഞയക്കരുത് എന്നുള്ള മട്ടിൽ കൊടുക്കന്നെയാണ് വേണ്ടത്. അതിലൊന്നും ഇപ്പോൾ ഒരു സംശയമില്ല. എന്നാണ് നാളിപ്പോൾ ഒരു സപ്താഹത്തിന് കണ്ടു നോട്ടീസിൽ അന്നദാനം ഉണ്ടായിരിക്കുന്നതല്ല. ആരും കേൾക്കാനുമില്ല. ആദ്യം നമ്മൾ പറഞ്ഞത് അജാതി വേണ്ട വേണ്ട കേൾക്കണ്ടേ. അങ്ങനെയൊക്കെയാണ് കഥ. എന്നർത്ഥം ഊണഴിക്കാൻ വേണ്ടി മാത്രം വരിക എന്നല്ല, അതും കൂടി ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അല്ലാടത്തൊക്കെ കേട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. അപ്പം അതൊക്കെ കണക്കാക്കിയിട്ട് വേണം നമ്മളതിന് ഒരുങ്ങാൻ അർത്ഥം. അതിലൊന്നും ഒരു വിശക്കും വേണ്ട, ധാരാളമായിട്ട് കിട്ടട്ടെ, എല്ലാവരും കഴിക്കട്ടെ, വെറുതെ കളയരുത്, അത്രയേ ഉള്ളൂ. പത്താക്കുള്ളത് വിളമ്പിയിട്ട് ഒന്നും കഴിക്കാണ്ട് കളഞ്ഞാൽ വിഷമുണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്നവരെ കണ്ണുരുട്ടി നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ കണ്ണ് കൃഷ്ണമണി അത് ചെമ്പോത്തെന്ന പക്ഷി കൊത്തിയങ്ങോട്ട് കൊണ്ടുപോകും. ഏത് കണ്ണുകൊണ്ടാടാ നോക്കിയത് എന്ന് ചോദിച്ചിട്ട് അതങ്ങോട്ട് കൊത്തി കൊണ്ടുപോകും. അതുകൊണ്ട് വേണ്ട. ഈ ഒരു കഥ ഓർത്താൽ വരുന്നവരെ കണ്ടാൽ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. ഊണ് കഴിക്കാണ്ട പോരുത് കേട്ടോ എന്ന് പറയും. അതാണ് വേണ്ടത്. ഇനി നരകങ്ങൾ കുറേ പറയുന്നുണ്ട്. നമുക്ക് നിർത്താം, നമുക്കിപ്പോൾ നരകത്ത് പോകാനല്ലല്ലോ ഉദ്ദേശം, നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ അറിയേണ്ടത്. അതുകൊണ്ട് തൽക്കാലം നിർത്തി പഞ്ചമസ്കന്ധം അവിടെ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ യമാലയത്തിൽ അനവധി നരകങ്ങളുണ്ട്. പരീക്ഷത്തെ കുറച്ചെണ്ണൊക്കെ പറഞ്ഞെന്ന് മാത്രം. ഇനി പുതിയ കുറ്റകൃത്യങ്ങൾ ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ പുതിയ നരകങ്ങളുണ്ടാവും. സൈബർ കുറ്റകൃത്യമൊക്കെ പണ്ടില്ലായിരുന്നല്ലോ. അപ്പം പിന്നെ അങ്ങനെയുള്ളവർ എവിടെ പോകുന്നു പേടിക്കേണ്ട. ഇവിടെ ഒരു കുറ്റകൃത്യം തുടങ്ങി അവിടെ ഒരു നരകം അപ്പോൾ തന്നെ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ കുറ്റം ചെയ്തിട്ട് ഇപ്പോൾ അവിടെ പോയ നരകത്തിൽ സ്ഥലം ഇല്ലാണ്ടി ഒന്നും പേടിക്കേണ്ട. അവിടെയൊക്കെ വേണ്ടതുപോലെ നടക്കും. ഇത്രയും കേട്ട പരീക്ഷത്തിനൊരു സംശയം, അല്ല തെറ്റാണ് ചെയ്തതെന്ന് കുറച്ച് വൈകിട്ടാണ് തിരിച്ചറിയണത്. നേരെ ആവണമെന്ന് മോഹമുണ്ട്. അങ്ങനെയുള്ളവരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? തെറ്റ് പറ്റിപ്പോയി, ഇപ്പോഴല്ലേ സപ്താഹമൊക്കെ കേൾക്കണത്. ഇതിപ്പോൾ കേട്ടപ്പോൾ ചെറിയൊരു പേടി. അങ്ങനെയുണ്ട്, നേരെ ആവണമെന്ന് ആഗ്രഹമുണ്ട്, ഇനി ഞാൻ കരുതാം എന്നാണെങ്കിൽ വഴിയുണ്ട്. അങ്ങനെയാണ് പോഷണം എന്ന ലീല. നേരെയാവണം എന്നുള്ളതിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്ത് തെറ്റുപോലും ആര് ക്ഷമിക്കും? അത് ഭഗവാൻ പുറത്തോളും ക്ഷമിച്ചോളും, ഒരു സംശയവുമില്ല. അതാണ് പോഷണം, പോഷിപ്പിക്കുക. ഷഷ്ഠസ്കന്ധം അതിൻ്റെ ലക്ഷണമാണ് പോഷണം. എത്ര വലിയ മോശക്കാരനാണെങ്കിലും അഭിചേത് സുദുരാചാര, എത്ര മോശക്കാരനാണെങ്കിലും അയാൾ നേരെയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആഗ്രഹിച്ചാൽ അയാൾ നല്ലതായിട്ട് കണക്കാക്കാം. പിന്നെ അയാളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ ചാമളോപാഖ്യാനം കഥ. വല്ലാണ്ട് പ്രായമായപ്പോഴാണ് നേരെയത്. അതെ, നേരെയായല്ലോ, കുറച്ച് പ്രായമായാലും നേരെയായില്ലേ, അത് നോക്കിയാൽ പോരെ. പ്രായശ്ചിത്തം ചെയ്താൽ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. പ്രായശ്ചിത്തം ചെയ്താൽ മതി. പരീക്ഷത്ത് ചോദിച്ചു, എന്നാ പിന്നെ സുഖമല്ലേ? പാപം ചെയ്യുക, പ്രായശ്ചിത്തം, പാപം ചെയ്യുക, പ്രായശ്ചിത്തം. നാരായണ നാമം ജപിച്ചാൽ മതി, എന്നാൽ പാപം തീരും എന്നൊരാൾ പറഞ്ഞാൽ പിന്നെ നമുക്കെന്തായി സൗകര്യമായിട്ട് ഇത് ആലോചിച്ചിരിക്കുന്നത്, എവിടെ അത് കിട്ടുക എന്ന്. നന്നായി, ഏതായാലും സന്തോഷമായി. ഇനിയിപ്പം രാവിലെ 8 മണിക്ക് പാപം ചെയ്യും, 8:30 നാരായണ, അത് കഴിഞ്ഞു. 9 മണിക്ക് പാപം ചെയ്തു, 9:30 നാരായണ. 10 മണിക്ക് പാപം ചെയ്യുക, 10:30 നാരായണ. 11 മണിക്ക് പാപം ചെയ്തു, 11:30 നാരായണ. കഴിഞ്ഞില്ലേ? എന്ത് വൃത്തികേടും കാണിക്കാൻ എന്ത് പറയാം? നാരായണ, കഴിഞ്ഞു, ഞാൻ ശുദ്ധായി. എന്ത് ശുദ്ധാവുക? അപ്പോൾ അജ്ഞാനികൾ അങ്ങനെ വിചാരിക്കില്ലേ? എന്താണ് പരീക്ഷത്തിന് ചോദ്യം? നമുക്ക് പരീക്ഷത്തിൻ്റെ ആ ഒരു വിവേകം നോക്കൂ. കൃത്യം നമ്മളെ കേട്ട് പോവുള്ളൂ, നന്നായിട്ട് കിട്ടി എന്ന് പറഞ്ഞു പോകും. പരീക്ഷത്തിൽ ചോദിച്ചു, അതെങ്ങനെ ശരിയാവും? പാപം ചെയ്യുക, പ്രായശ്ചിത്തം, നാരായണ നാമം ജപിക്കുക വെച്ചാൽ പിന്നെ ഈ നാരായണ നാമം പാപം ചെയ്യാനുള്ള ലൈസൻസായിട്ട് മാറില്ലേ? ഇല്ലേ? അയാളോട് ചോദിച്ചു നോക്കുക, താനെന്തിനാ നാമം ജപിക്കേണ്ടത്? പാപം ചെയ്യാനാണ് നാമം ജപിക്കേണ്ടത്. നോക്കണേ. ഉടനെ ശ്രീശിവർ പറയാണ്, അതെ, പലർക്കും ഇത് നിശ്ചയില്ല. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ പലർക്കും അറിയില്ല. എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കും, പ്രായശ്ചിത്തം എന്നും പറയും, പിന്നെ ഇതേ വൃത്തികേട് പിന്നെയും കാണിക്കും. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞ അർത്ഥം പ്രായോ നാമ തപഃപ്രോക്തം ചിത്തം നിശ്ചയമുച്യതേ. പ്രായ എന്ന് പറഞ്ഞാൽ തപസ് എന്നാണ് അർത്ഥം. ചിത്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം. ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നങ്ങോട്ട് ഉറപ്പിക്കുക. ആരെയും ബോധിപ്പിക്കാനല്ല, തന്നോട് തന്നെ പറയണം. ശരിക്കും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇനി മേലാൽ ചെയ്യില്ല എന്ന് ഉറപ്പിക്കണതിനെയാണ് എന്ത് പറയുക?
പ്രായശ്ചിത്തം. അതിന് ചിലപ്പം ഒന്ന് ബോധിക്കാൻ ചില ചടങ്ങുകളൊക്കെ ഉണ്ടാവാം. വിളക്ക് കത്തിച്ച് വെച്ചു എന്ന് വരും, ഹോമം കഴിച്ചു എന്ന് വരും, അങ്ങോട്ട് പൂജ കഴിച്ചു എന്ന് വരും. ഒക്കെ ചടങ്ങുകളൊക്കെ അതിനാണ് അവർ ഉറപ്പ് വരാൻ. ചില ചടങ്ങൊക്കെ നിയമമായിട്ട് നടത്തുന്നിട്ട് ദൈവം തെറ്റ് വീണ്ടും ചെയ്യും. അതേതുപോലെയാണ് മന്യേ കുഞ്ചര ശൗചവത്. അത് കുഞ്ചര ശൗചം പോലെ, ആനയെ കുളിപ്പിക്കുന്നത് പോലെയാണ്. ആനയൊക്കെ കേമായിട്ട് കുളിപ്പിച്ചു, 2-2.5 മണിക്കൂർ ഇരുന്ന് അങ്ങനെ ചകിരി ഇഷ്ടിയൊക്കെ എടുത്ത് തേച്ച് അങ്ങോട്ട് വൃത്തിയാക്കി കരയ്ക്ക് നിർത്തി പാപ്പാൻ അങ്ങോട്ട് കുളിക്കാൻ പോയപ്പോഴേക്ക് ആന പണ്ടത്തേക്കാൾ കഷ്ടമായി. അത് വീണ്ടും മണ്ണൊക്കെ എടുത്ത്. ഇതുപോലെ ഉണ്ട് ചിലർ പോയി മുങ്ങി വരികയൊക്കെ ചെയ്യും. ഗംഗയിലൊക്കെ പോയി മുങ്ങി വന്നാൽ പിന്നെ പിന്നെയും കഷ്ടമായി. ചില അങ്ങോട്ട് മലയ്ക്കൊക്കെ പോയി വരുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള അത്രയേ ഉള്ളൂ. എന്നാലും 40 ദിവസം ഇല്ലാണ്ട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിക്കുക. മന്യേ കുഞ്ചര ശൗചവത്. ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ എന്തിനാ ചോദിച്ചാൽ ആ 40 ദിവസത്ത് കഴിക്കാണ്ടിരുന്നപ്പോൾ ഒരു ആനന്ദം നിങ്ങൾ കണ്ടു, കുടുംബത്തിലുള്ള സമാധാനം കണ്ടു, എന്നത് നിലനിർത്തിക്കൂടെ എന്നറിയാനാണ്. പക്ഷെ അതെടുക്കണില്ല, അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇതാണ് അജ്ഞാനികളുടെ പ്രശ്നം. 7 ദിവസം സപ്താഹം നടത്തണം എന്താ വെച്ചാൽ ഇങ്ങനെ ഭാഗവതം കേൾക്കുമ്പോഴുള്ള സുഖം കണ്ടില്ല, എന്നാൽ 7 സാവണ്ട, ഞങ്ങൾ തുടർന്നോളൂ വീട്ടിൽ നിന്ന് എന്ന് കാണിക്കാനാണ്. പക്ഷെ അത് ചെയ്യില്ല. കഴിഞ്ഞ് മടക്കി വെച്ച് പിന്നെ അട്ടത്ത് വെച്ച് പിന്നെ അടുത്ത പോലെ എടുക്കുക എന്ന് കരുതാണ്. അവിടെ കുഴപ്പം. മന്യേ കുഞ്ചര ശൗചവത്ത്. എന്നാൽ ചിലരിതൊന്നും മനസ്സിലാക്കാതെ പോവും. ഹൃദയത്തിലുള്ള ആ അശുദ്ധി പോവാതെ എവിടെ പോയി മുങ്ങിയിട്ട് എന്താ കാര്യം? പരീക്ഷത്തെ ഹൃദയത്തിലുള്ള ഈ വിഷയവാസന, ആ ദുർവാസന നീങ്ങണം. അതിനാണ് ഈ ചടങ്ങുകൾ. പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ അതാ. നാമം ജപിക്കണതൊക്കെ എന്തിനാ? ഉള്ളിലുള്ള ഈ ചിത്തത് ചെയ്യാനുള്ള തോന്നൽ അങ്ങോട്ട് ഇല്ലാണ്ടാവും. ആ തോന്നൽ അവിടെ ഉണ്ട്, എന്നിട്ട് നാമം ജപിച്ചിട്ട് കാര്യമുണ്ടോ? ആ തോന്നൽ അവിടെ ഉണ്ട്, എന്നിട്ട് പോയി മുങ്ങി, ഗംഗയിൽ അങ്ങോട്ട് മുങ്ങി. എന്ത് കാര്യം? അത് ഇതുപോലെ എന്നറിയോ? സുരാകുംഭം വിവാപക. നല്ല മദ്യക്കുപ്പി അത് നല്ല കോർക്കൊക്കെ അടച്ച് കൊണ്ടുപോയിട്ടേ ഗംഗയിൽ അങ്ങോട്ട് മുക്കി. തിരുമേനി ഗംഗ പുണ്യനദിയല്ലേ? അതെ, സംശയമൊന്നുമില്ലല്ലോ, ഒട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ കുപ്പി ഞാൻ ഗംഗയിൽ അങ്ങോട്ട് മുക്കിയതാ, ഇനി കുടിച്ചുകൂടെ? അതെങ്ങനെയത്? ഉള്ളിലുള്ള വിഷം കളഞ്ഞോ? ഉള്ളിലുള്ള വിഷം കളഞ്ഞിട്ട് മുക്കൂ, എന്നിട്ട് കുടിച്ചോളൂ. എന്നിട്ട് കുടിക്കാൻ പാടില്ല. മദ്യക്കാകുമ്പോൾ നല്ലോണം ഉണ്ടാവും ദുർവാസന. കായം വെച്ച പാത്രമൊക്കെ കുറച്ച് അധികം. മുത്തശ്ശി എങ്ങാനോ പണ്ട് കായം വെച്ചതാ. പക്ഷേ ഇപ്പോഴും ആ പാത്രം എടുത്ത് നോക്കിയാൽ കായൊന്നുമില്ല, എന്നാലും ആ വാസന പോയിട്ടില്ല. ദുർവാസന നീണ്ടു നിൽക്കും, സദ്വാസന പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കരുതണം. ഉള്ളിൽ ഈ ഒരു വാസന വെച്ചും കൊണ്ട് എവിടെ പോയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പം എൻ്റെ ഉള്ളിലുള്ള ദുർവാസന നീങ്ങണേ എന്നുള്ള വിചാരത്തിൽ വേണം. അതിനു വേണ്ടി അത് മനസ്സിലാക്കണം. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തിട്ടും ഫലമൊന്നും ഇല്ലാണ്ട് പോണത്. പണ്ടൊരു ദിക്കിൽ സപ്താഹം നടക്കുമ്പോൾ ആ ആചാര്യൻ ഒരമ്മ വന്ന് ഇങ്ങനെ വർത്തമാനം പറയാം, ബഹളം വയ്ക്കുകയാണ്. അപ്പം പറഞ്ഞിട്ട് മനസ്സിലാവണമില്ല. അപ്പോൾ ആ ആചാര്യ ഒരു സൂത്രം കണ്ടു. ഇനി ആരെങ്കിലും മിണ്ടിയാലേ കൗണ്ടറിൽ 1000 റുപ്യ അടക്കണം. എന്താണ്? ആ അമ്മ അങ്ങോട്ട് എണീറ്റ് കൗണ്ടറിൽ പോയി 7000 റുപ്യ അങ്ങോട്ട് അടച്ചു. 7 ദിവസത്തേക്ക്. എങ്ങനെയുണ്ട്? അദ്ദേഹം അപ്പം പൈസ കിട്ടാൻ പറഞ്ഞതല്ല, ഒന്നും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെയാണ് വിചാരിക്കണത് വെച്ചാൽ എന്താ ചെയ്യുക? 7 ദിവസത്തേക്ക് ഇനി മിണ്ടാലോ? ഇതന്നെ ഇപ്പം നമ്മളെയും കഥ. അതന്നെയല്ലേ ഇപ്പം നമ്മളെയും കഥ. ഒന്ന് ആലോചിക്കൂ. കഥ അവിടെ നിൽക്കട്ടെ, ഉദാഹരണം അവിടെ നിൽക്കട്ടെ. നമ്മളുടെയൊക്കെ ഒരു സമ്പ്രദായം ഒന്ന് ആലോചിക്കുക. ഓരോ കർമ്മങ്ങൾ ചെയ്യണതിൻ്റെയും പിന്നിൽ ഹൃദയം ശുദ്ധ ആവണം എന്നാണോ വിചാരിക്കുന്നത്? ഇന്നലെ ചെയ്ത പാപം അങ്ങോട്ട് തീരണം എന്നല്ലാതെ ഇനി ചെയ്യില്ല ജാതി വൃത്തികേട് തീരുമാനിക്കാറുണ്ടോ? വിഷയവാസന, ഉള്ളിലുള്ള ദുർവാസന നീങ്ങണേ. വാസന പറഞ്ഞാൽ ത്വര, ചെയ്യാനുള്ളൊരു ത്വര ഉള്ളിലുണ്ട്, അതങ്ങോട്ട് നീങ്ങണം പൂർണ്ണമായിട്ട്. അത് സാധിക്കും, സാധിക്കാത്ത വിഷയമല്ല. നിരന്തരമായ അഭ്യാസം കൊണ്ട് സാധിക്കും. ഭഗവാനോട് ചോദിക്കുന്നുണ്ട് അർജുനൻ, വേണച്ചിട്ടല്ല കൃഷ്ണ, ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വേണ്ടാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അനിച്ഛന്ന ബിവാഷ്ണേയ ബലാദിവ നിയോജിത. അനിച്ഛൻ, ആരും ദ്രോഹിക്കണമെന്ന് മോഹമൊന്നുമില്ല. ഞാൻ അങ്ങനെ അത്ര ദുഷ്ടനൊന്നുമല്ല. പക്ഷേ പറഞ്ഞു വരുമ്പോഴേക്കും അത് ദ്രോഹമായിട്ട് മാറുക, ചെയ്തു വരുമ്പോഴേക്കും അപകടമായിട്ട് മാറുക. ആരെയും ഉള്ളെന്ന് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? അർജുൻ ചോദിക്കുന്നത് കൃഷ്ണ നീയല്ലേ എന്നാണ്. ഭഗവാൻ പറയാം, എൻ്റെ പരടിക്കിടണ്ട, എല്ലാം കൂടി എടുത്തിട്ട് ഗുരുവായൂരപ്പൻ്റെ ഓരോ കളികളെ. എങ്ങനെയുണ്ട്? ഞാൻ ഇവിടുന്ന് വേണ്ടതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഭഗവാൻ പറയിപ്പിച്ചതാ. അപ്പോൾ നിങ്ങൾ 2 തരും ചെയ്യും. എന്നിട്ട് പറയും ഭഗവാൻ അടുപ്പിച്ചതാ, മതിയല്ലോ. അങ്ങനെ പറയരുത്. ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ ചെയ്യണതല്ല. കാമ ഏഷ ക്രോധ ഏഷ രജോ ഗുണ സമുദ്ഭവ. നിൻ്റെ ഉള്ളിലുള്ള കാമവും ക്രോധവുമാണ് അർജുന നിന്നെ കൊണ്ടതൊക്കെ ചെയ്യിക്കേണ്ടത്. അത് രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ? ആ രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് അതിവർത്തിക്കുക.
ഈശ്വര കഥകൾ കേൾക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഒന്നും കൂടി നമ്മളുടെ കുഴപ്പം മനസ്സിലാക്കി ഒന്നും കൂടി സാത്വികനാവാൻ ശ്രമിച്ചാൽ രജോഗുണം എല്ലാം അടങ്ങും. പിന്നെ കാമവും ക്രോധവും ബുദ്ധിമുട്ടിക്കില്ല. അതല്ലാണ്ട് വേറെ വഴിയില്ല. അഭ്യാസേന തുക ഉന്തേയ. അഭ്യാസം കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല അർജുന, സാധിക്കും. അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത്. ചിലർ യമം കൊണ്ട് നിയമം കൊണ്ട് ചില കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുമ്പോൾ തന്നെ ബാധിക്കാണ്ട് നോക്കാം. അനുഭവിക്കാണ്ടിരിക്കില്ല, ബാധിക്കാണ്ട് നോക്കാം. എന്താണ് മനസ്സിലായില്ലേ? അനുഭവിക്കാണ്ട് നമുക്ക് മരിക്കാണ്ട് പറ്റുമോ? പക്ഷെ നമുക്ക് വലിയ വിഷമമില്ലാണ്ട് നോക്കാം, അത്രയേ ഉള്ളൂ. കർമ്മത്തിൻ്റെ ഫലം. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, കൈ മുറുക്കിയാണ്, ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വേദനയാവും. അപ്പോൾ എന്താ ചെയ്യുക? അനസ്തേഷ്യ, ധരിപ്പിക്കില്ലേ? ഇതുപോലെ ദുഃഖം അനുഭവിക്കുമ്പം അത് നടക്കും, പക്ഷെ നമ്മളെ ബാധിക്കില്ല. ധരിപ്പിച്ചാൽ മതി. ധരിപ്പിക്കാനുള്ള വഴിയുണ്ട്. യോഗീശ്വരന്മാരൊക്കെ അങ്ങനെ അവർ ധരിപ്പിക്കും. അവർ വിശപ്പറിയില്ല, ദാഹം അറിയില്ല, വേദന അറിയില്ല, അങ്ങനെയൊക്കെ സാധിക്കും. അങ്ങനെയുള്ള വഴികളൊക്കെ ഉണ്ട്. യമം കൊണ്ടും നിയമം കൊണ്ടും പോലും ഇത് സാധിക്കും. പരീക്ഷത്ത് ചോദിച്ചു, എനിക്ക് നീ ഇത് പറ്റുമോ? ആകെ 3 ദിവസമേ ഉള്ളൂ, ഞാൻ ഇതൊക്കെ അഭ്യസിച്ച് എപ്പോഴാപ്പം എൻ്റെ പ്രജകളുടെ കഥ അവർക്കൊന്നും ഉത്തരയ്ക്കൊന്നുമുള്ള പ്രാപ്തിയൊന്നുമില്ല. എളുപ്പത്തിലുള്ള വല്ല മാർഗം ഉണ്ടെങ്കിൽ ഉണ്ട് പരീക്ഷത്തെ. ഏതാത്? കേചിത് കേവലയാ ഭക്തിയാ വാസുദേവ പരായണ അഖം ധുന്നൊന്തികാർസ്ന്യേന നീഹാരമിവ ഭാസ്കര. ചിലർ കേവലം ഭക്തി കൊണ്ട് തന്നെ, കേവലയാ ഭക്തിയാ, ഭഗവത്പാദസ്മരണ കൊണ്ട് ഭഗവാനെ തന്നെ സ്മരിച്ച് എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും അവരെ ബാധിക്കില്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ സാധാരണക്കാരൻ വെച്ചാൽ പെട്ടുപോകട്ടോ. പക്ഷെ അദ്ദേഹത്തിന് എന്നിട്ടൊരു കുറ്റം പറയണില്ല ഭഗവാനെ, ഒരു കുഴപ്പം അറിയണില്ല. കുചേലനെ പോലെ ആണ്. സുധാമാവിന് ദാരിദ്ര്യം ഉണ്ടെന്ന് നമുക്കേ തോന്നിയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ദാരിദ്ര്യമോ ഉണ്ടോ? ഞാനതൊന്നും നോക്കിയില്ല. ഉണ്ടോ ഇല്ലയോ നോക്കണ്ടേ ആണ്. കൊട്ടാരം കെട്ടിയപ്പോഴും ശ്രദ്ധിക്കണമൊന്നുമില്ല. അദ്ദേഹം എങ്ങനെ ആനന്ദമായിട്ട് കഴിയണു. പ്രശാന്താത്മാ ജിതേന്ദ്രിയ. ലോകദൃഷ്ടിയിൽ ദരിദ്രനായിരിക്കാം, പക്ഷെ അവർക്കെന്തില്ല, അവർക്കത് പ്രശ്നം തോന്നുന്നില്ലെങ്കിൽ പിന്നെന്താ കുഴപ്പം? അപ്പോൾ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഭക്തി കൊണ്ട് ഇങ്ങനെ ദുഃഖം നീക്കിയ ഒരാളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? കേൾക്കട്ടെ, പറയാം. പണ്ട് കാന്യകുബ്ജേതുജ കശ്ചിത് ദാസീപതിരജാമിള നാംനാ നഷ്ടസദാചാര ദാസ്യാ സംസർഗദൂഷിത. പണ്ട് കാന്യകുബ്ജ് എന്ന പേരായിട്ടൊരു ദേശം, അവിടെ അജാമിൾ എന്ന പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അജാമിൾ എന്നുള്ള പേരാവാൻ സാധ്യത കുറവാട്ടോ. അത് അയാളുടെ ഇരട്ടപ്പേരാവാനാണ് സാധ്യത. കാരണം ആ പേരിന് നല്ല അർത്ഥമല്ല. അജാമിളെന്ന് പറഞ്ഞാൽ അജയായിട്ട് മേളനം ചെയ്തവൻ. അജ എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നാണ്, വിവരമില്ലാത്തവൻ എന്നാണ് പേരിൻ്റെ അർത്ഥം. അങ്ങനെ പേരിടുമോ? ബുദ്ധിമാൻ എന്ന് പേരിടുന്നല്ലാണ്ട് വിവരമില്ലാത്തവന്ന് പേരിടില്ലല്ലോ. ഇനി അതല്ല, അതൊരു ബ്രാഹ്മണൻ്റെ പേരാണെങ്കിൽ പിന്നീടും ആ പേരുണ്ടാവേണ്ടതായിരുന്നു, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അജാമിളൻ നമ്പൂതിരി, അജാമിളൻ പോറ്റി, അജാമിളൻ എമ്പ്രാന്തിരി, അജാമിള അയ്യർ ഒന്നും കാണാത്ത സ്ഥിതിക്ക് അത് പേരല്ല. മറ്റതൊക്കെ ഉണ്ട്, നീലകണ്ഠൻ നമ്പൂതിരി, ദാമോദരൻ ഒക്കെ കാണാറുണ്ട്. ഇതില്ല, അവിടുത്തെ പേരല്ല, ഇത് അയാളുടെ സ്വഭാവത്തെ കാണിക്കുകയാണ്. അതല്ലെങ്കിൽ അജാമിം ലാദി എന്ന് പറഞ്ഞാൽ വേശ്യാദാസൻ, അങ്ങനെയും പേരിട്ടില്ല. അതൊക്കെ ഒരു മോശമല്ലേ? അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ കഥ, നല്ലൊരു കുലത്തിൽ ജനിച്ചു, അനുകൂല സാഹചര്യമൊക്കെയാണ്. സദാചാരം കുറച്ച് കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നു. അച്ഛനമ്മയൊക്കെ ഉണ്ട്, 6-7 വയസ്സ് കഴിഞ്ഞ് ഉപനയനം കഴിച്ചു, അങ്ങനെ ശാസ്ത്രമൊക്കെ പഠിച്ചു, ശിക്ഷാകല്പം, നിരുക്തം, വ്യാകരണം, ജ്യോതിഷം, ഛന്ദസ്, പിന്നെ 4 വേദം. നല്ല മോശക്കാരനൊന്നുമല്ല. നമ്മളിപ്പോൾ അജാമിളെ പറ്റി വളരെ മോശമായിട്ടൊക്കെ ധരിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊന്നുമല്ല, ആൾ മിടുക്കനാണ്. ഈശ്വരനെ സേവിക്കും, നാമം ജപിക്കും, ഭക്തി ഉണ്ടോ ഒക്കെ ഉണ്ട്, നല്ലോണം നാമം ജപിച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റിച്ചാൽ ഒരു 10-24 വയസ്സ് വരെ നല്ല രീതിയിൽ പോയതാണ്. ഒരിക്കലും എന്തേ പറ്റിച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞു, നാളെ ചമത ഹോമിക്കണം. അതുകൊണ്ട് സമിത്ത് ചമത പൊട്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞയച്ചതാണ്. വൈകുന്നേരം അദ്ദേഹം ഒരു 4 മണി 5 മണിക്ക് ആയിട്ടുണ്ടാവും. അങ്ങനെ കാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. അവിടെ ഒരു സ്ത്രീ, അവിടെയുള്ള പുരുഷന്മാർക്ക് എന്തോ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അവരതൊക്കെ കുടിക്കുന്നുണ്ട്, അവിടെ നൃത്തം വയ്ക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു. ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു, നോക്കണ്ടോ, താൻ ഇത് നോക്കണ്ട, താൻ ഭാഗവതം വായിച്ചാൽ മതി, ഇതിൻ്റെ പിന്നാലെ പോകണ്ടെന്നൊക്കെ ആരോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പിന്നെ നിർത്തി, തിരിച്ചു പോന്നു. ഇവിടെ എത്തി. പിറ്റേ ദിവസം ഹോമൊക്കെ കഴിഞ്ഞു. ഇനി അതിൻ്റെ പിറ്റേ ദിവസം ഹോമൊന്നുമില്ല, എന്നാലും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം 4 മണിക്ക് കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ പൂമുഖത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു തോന്നല്, എന്ത്, ഇന്നലെ ഈ സമയത്ത് ഞാൻ എവിടെയായിരുന്നു? നോക്കൂ, ഇന്നലെ ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ, മറ്റത് 24 വർഷമായിട്ട് ജപിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇന്നലെ ഒരു തവണ ഒരു പ്രാവശ്യം കണ്ട വിഷയം പിന്നെ ഇയാൾക്ക് കാണാൻ കണ്ണു വേണ്ട. അതാണ് വാസന. ആദ്യം കാണാനേ കണ്ണു വേണ്ടു. ചിലർ ചോദിക്കും, കണ്ടാൽ എന്താ കുഴപ്പമെന്ന്, കേട്ടാൽ എന്താ കുഴപ്പം, ചെയ്യാണ്ടിരുന്നാൽ പോരാ.
കാണുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിൽ പതിയുന്നുണ്ട്. മനസ്സിൽ പതിഞ്ഞാൽ കുഴപ്പമായി. പിന്നെ കാണാൻ എന്ത് വേണ്ട? കണ്ണു വേണ്ട. ഒരു കാഴ്ച കണ്ടുപോയത് തെറ്റാണോ? തെറ്റേ അല്ല. കണ്ടുപോണത് തെറ്റല്ല. കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണ്. എന്താണ്? കണ്ടുപോണത് തെറ്റല്ല. കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ത്വര തൻ്റെ ഉള്ളിലുണ്ട്, അതിനോട് അനുകൂലമായ ഒരു ഭാവം തനിക്കുണ്ട്. അതാണ് വാസന. കർമ്മം കഴിഞ്ഞാലും അവശേഷിക്കുന്നതിനെയാണ് വാസന എന്ന് പറയുക. ഒരു മുല്ലപ്പൂ ചൂടിൽ അമ്മ ഈ വഴിക്ക് പോയി, അമ്മ പോയാലും പിന്നെയും വാസന അവശേഷിക്കുകയാണ്. നനഞ്ഞ കാല് ഒരാളങ്ങോട്ട് നടന്നു പോയി, എന്നാലും പാടവിടെ അവശേഷിക്കുകയാണ്. ഇതുപോലെ കർമ്മം കഴിഞ്ഞിട്ട് പിന്നെ അവശേഷിക്കുകയാണ്. കർമ്മം കഴിഞ്ഞു, ഇന്നലെ കണ്ട കാഴ്ചയാണ്, അത് കഴിഞ്ഞു, വിട്ടു, പോയിക്കൂടെ? അത് ഒഴിവാക്കിക്കൂടെ? അല്ല, ഈ സമയമായപ്പോൾ കൃത്യം അതങ്ങോട്ട് പൊന്തി വന്നു. അത് അജാമലിൻ്റെ കുറ്റമാണോ? അതെ, അജാമലിൻ്റെ കുറ്റമാണ്. ഉള്ളിൽ ദുർവാസന ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും കാലം നാമജപവും അനുകൂല സാഹചര്യം ആയതുകൊണ്ട് അത് പുറത്തേക്ക് വന്നില്ല. പക്ഷേ ഇപ്പം ഇവിടെ ഉള്ളിലുള്ള വാസന പുറത്തേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പം അതങ്ങോട്ട് പൊന്തി വന്നു. ആരും പറഞ്ഞില്ല അദ്ദേഹം അങ്ങോട്ട് പോയി സമയത്ത് പൊട്ടിക്കാൻ പോയതൊന്നുമല്ല. അദ്ദേഹം ആ കാഴ്ച കാണാൻ പോയതാണ്. ഒന്ന് പോയി കണ്ടുവരാം എന്ന് കരുതി അവളെ പോയി ഒന്ന് കണ്ടു, തിരിച്ചു വന്നു. പിറ്റേ ദിവസം പോയി, പേരെന്താ? ഇങ്ങനെയാണത് മാറുക. അങ്ങനെ പിറ്റേ ദിവസം ഗ്ലാസും കൊണ്ടുപോയി ഒരുങ്ങി നടത്താം. പിന്നെ പറയണ്ടല്ലോ, അങ്ങനെ ഒരു ജീവൻ്റെ അധപ്പതനം അത് വർണ്ണിക്കുകയാണ്. മെല്ലെ അദ്ദേഹം നഷ്ടസദാചാര, കുളി തേവാരമൊക്കെ നഷ്ടമായി. അദ്ദേഹം ജപിക്കാണ്ടിയായി, ധ്യാനിക്കാണ്ടിയായി, നേരത്തെ നീക്കാണ്ടിയായി, കുളിക്കാണ്ടിയായി, അങ്ങനെയായി. അവിടെ പോയി പിന്നെ വീട്ടിലേക്ക് വരാണ്ടിയായി. പിന്നെ വീട്ടുകാർക്കും ഇയാൾ വരുന്നതാ ബുദ്ധിമുട്ട്. ഇവിടെ വന്ന് അടിപിടി, ആകെ ബഹളം, ഇയാൾ ഇവിടെ ഇല്ലാണ്ടിരിക്കുക നല്ലത് എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും തോന്നി. പിന്നെ വരാണ്ടേ, പിന്നെ അവളുടെ കൂടെ തന്നെയാണ് അവിടെ കഴിയുന്നത്. എങ്ങനെയാണ് ജീവിക്കുക? എവിടെ ഇരിക്കാൻ വെച്ചൊരു പ്രശ്നമില്ല കേട്ടോ. ബ്രാഹ്മണനൊന്നും ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ നൂലുണ്ടെങ്കിൽ എങ്ങനെയും കഴിഞ്ഞു കൂടും. ഈ മറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ സാരമില്ല, എങ്ങനെയും കഴിഞ്ഞു കൂടാം. പക്ഷെ എന്ത് ചെയ്യും? ഈ ജാതി സ്വഭാവമാണെങ്കിൽ പറ്റൂ. ആരും പൂജയ്ക്ക് വിളിക്കേണ്ടിയായി, ആരും ഹോമത്തിന് വിളിക്കുക. ഇയാൾ കള്ളുഷാപ്പിലിരിക്കുന്നുണ്ടേ, ഒരു മടിയില്ല മാംസം കഴിക്കാനും മദ്യം കുടിക്കാനും. ഇങ്ങനെ അങ്ങോട്ടായി. കുറച്ച് കഴിഞ്ഞ് ഇതൊരു ശല്യമായിട്ട് തോന്നി, അത് പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞു. പിന്നെ അദ്ദേഹം എങ്ങനെ ജീവിച്ചു? ബന്ധ്യക്ഷകൈതവശ്ചൗരൈഹി ഗർഹിതാം വൃത്തിമാസ്ഥിതഃ ബിഭ്രത് കുടുംബമശുചിഃ യാതയാമാസദേഹിനഃ. ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് വില പേശും. ഞാൻ ഈ മകനെ വിട്ടുതരണമെങ്കിൽ 10 ലക്ഷം റുപ്യ ഇപ്പം അക്കൗണ്ടിലെത്തണം. തലവെട്ടാനും മടിയില്ല. ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ആര് പറയുമ്പം നല്ലൊരു കുലത്തിൽ ജനിച്ച ഒരാളാണ്, അനുകൂല സാഹചര്യം, ഭഗവാനെ സേവിച്ച ഒരാൾ, എങ്ങനെയാവും നമ്മൾ വിചാരിക്കും? ആ ദാസിയെ ശുശ്രൂഷിച്ചും കൊണ്ട് അവിടെ കഴിയണം. ഇപ്പം എത്ര വയസ്സായി അജാമലിന്? അജാമലിനിപ്പം 88 ആയുഷസമാഹ, 88 വയസ്സായി. 24-ാം വയസ്സിന് ശേഷം നാമം ജപിച്ചിട്ടില്ല, ഗായത്രി ജപിച്ചിട്ടില്ല, സന്ധ്യാവന്ദനം കഴിച്ചിട്ടില്ല. ഇപ്പം അദ്ദേഹത്തിന് എത്ര മക്കളുണ്ട്? ഇവിടെ ഈ ദാസിയിൽ അദ്ദേഹത്തിന് 10 മക്കളുണ്ട്. എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, 10ാമത്തെ മകന് നല്ലൊരു പേരിട്ടു. അതുവരെയുള്ള മക്കൾക്കൊക്കെ എന്ത് പേരിട്ടു അതറിയില്ല, അതെന്തൊക്കെയോ പേരിട്ടു. പേരിലൊക്കെ വലിയ ചിലർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ പേരന്വേഷിക്കുന്നവരുണ്ട്. രണ്ടും അന്വേഷിച്ച് വയ്ക്കുക, ആണിനും പെണ്ണിനുള്ളതൊക്കെ നോക്കി വയ്ക്കുക. അങ്ങനെ ചിലർ വിളിച്ച് പറയും തിരുമേനി നല്ലൊരു പേര്, കേട്ടാൽ ഞെട്ടണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഠേനാരോട് ഞെട്ടണമെങ്കിൽ അങ്ങനെയുള്ള പേരെ കെട്ടാൽ മതി, എന്നാൽ ഞെട്ടും. ഇങ്ങനെയൊക്കെ വിചിത്രമായിട്ടുള്ളൊരു പേരൊക്കെ, എന്നിട്ട് എവിടെയും കേൾക്കാത്ത പേര് വേണം. ഇങ്ങനെയൊക്കെ ഓരോരോ ഭ്രമാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ സംശയമൊന്നുമില്ല. ഉണ്ണിയാണെങ്കിൽ സഹസ്രനാമം എടുക്കും, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം എടുക്കും, ഒരു പേരങ്ങിട്ടിടും. ഈ സ്ത്രീയാണെങ്കിൽ, പെണ്ണാണെങ്കിൽ ലളിതാ സഹസ്രനാമം എടുക്കും, അതിലൊരു പേര്. ചണ്ടമുണ്ടാസുര നിഷൂതിരൊന്നും വേണ്ട, അതിൽ വേറെ അതിൽ തിരക്കെടില്ലാത്ത, ഇടാൻ പറ്റിയ, എല്ലാവർക്കും വിളിക്കാൻ പറ്റിയ, വലിയ കുഴപ്പമില്ലാത്ത, ഇന്നത്തെ കാലത്ത് പ്രശ്നമില്ലാത്തൊരു പേരിടുക, അത്രയേ ഉള്ളൂ. നന്നങ്ങനെയല്ല, അതിങ്ങനെ ഓരോരോ കാര്യം നോക്കുക, പരിഷ്കാരം നോക്കിയിട്ടുള്ള അതാണ്. ചില പേരൊക്കെ കേട്ടാൽ നമുക്ക് എന്താ മനസ്സിലാവില്ല, അത് ആണാണോ പെണ്ണാണോ പലഹാരമാണോ വസ്തുവാണോ എന്താ ഒന്നും മനസ്സിലാവും. ഒരു ഒച്ച തന്നെ, അർത്ഥമില്ല എന്ന് മാത്രമല്ല അനർത്ഥമുള്ള പേര്. ആ കുട്ടി ഇങ്ങോട്ട് വലുതാകുമ്പോൾ അച്ഛനെ പ്രാകുക, ജാതി ഓരോ പേര് വിട്ടിട്ട് ആണ്. അങ്ങനെയൊക്കെ പലതുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അത് വളരെ പ്രധാനമായിട്ടുള്ള വിഷയം തന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ടൊക്കെ പേരിടാവും. 10ാമത്തെ ഉണ്ണിക്ക് എന്ത് പേരിട്ടു? നാരായണ എന്ന് പേരിട്ടു. അതെങ്ങനെ പേരിട്ടു? അത് മേൽപ്പത്തൂർ പറയും, ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം നല്ലതാണ്, എന്താ പറയണ്ടു.
ഇയാൾ നേരെ ആയിക്കോട്ടെ കരുതി 24 വയസ്സ് വരെ നാമം ജപിച്ച ആളല്ലേ, ഇത്രയും കാലം ഭഗവാൻ അങ്ങനെ നോക്കുകയാണ്, നേരെയാവോ? ഇല്ല. ഇല്ല 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 അങ്ങനെ പറ്റില്ല, നേരെയായ പറ്റൂന്ന് കരുതി ഭഗവാൻ അങ്ങോട്ട് വലിച്ചതാണ്. 10ാമത്തെ ഉണ്ണിക്ക് പുരാമനാസ്മൃതിവാസനാബലാത് ജുഹാവ നാരായണ നാമകം സുതം. പണ്ട് കുറച്ചു കാലം അങ്ങയെ ഭജിച്ചത് വെറുതെ ആവും തോന്നുന്നുണ്ടോ? 10-24 വർഷം നാമം ജപിച്ചില്ലേ, അത് വെറുതെ ആവും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, ഈ അജാമിളൻ നേരെയാവുകയാണെന്ന് വെച്ചാൽ നേരെയാവട്ടെ എന്ന് കരുതിയിട്ട് തൻ്റെ ആ 10ാമത്തെ ഉണ്ണിക്ക് നാരായണൻ എന്ന പേര് ഭഗവാന്റെ സങ്കല്പം കൊണ്ടാണ് അദ്ദേഹം ഇട്ടു. അങ്ങനെ അറിയാണ്ട നാമം ജപിക്കുകയാണ്, തൻ്റെ മകൻ്റെ പേരാണെന്ന് വിചാരിച്ചിട്ട്. നാരായണ എണീക്കൂ, നാരായണ പല്ല് തേക്കൂ, നാരായണ കുളിക്കൂ, നാരായണ ജീപ്പ് വന്നു, നാരായണ സ്കൂളിൽ പോവും, നാരായണ നല്ലോണം പഠിക്കണേ, നാരായണ പഠിച്ച് നല്ല ജോലി വാങ്ങണം, നാരായണ അച്ഛനെ നോക്കണേ. താൻ നോക്കിയിട്ടില്ല, ഇതേ സ്വഭാവം പോലെ ഒന്ന് പേടിയുണ്ടേ. നാരായണ ഹോംവർക്ക് ചെയ്യണം, നാരായണ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഈ ചിന്തയുള്ളൂ. നാരായണ ഇപ്പോൾ സ്കൂളിലായിരിക്കും, നാരായണ അച്ഛനെ കാണാണ്ട് വിഷമിക്കുണ്ടാവുക. അവസാനത്തെ മകനാണേ, വലിയ സ്നേഹ. എപ്പോഴും നാരായണ 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 വിളിച്ച് 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 ലേശമൊക്കെ ഒരു മാറ്റാർക്ക് വന്നിട്ടുണ്ടാവും ഇല്ലേ? ഒക്കെ ഉണ്ടാവും. ഒരിക്കലൊരു കാഴ്ച കണ്ടു, പൂമുഖത്ത് അങ്ങനെ ഇരിക്കുക, നാരായണനും കൂട്ടുകാരും കൂടി എന്തോ ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തൊന്ന്. അദ്ദേഹം ചാരുകസരയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കാഴ്ച കണ്ടു, ഒന്ന് മയങ്ങിയതാ. അതിഭീഷണ കടുഭാഷണ യമ കിങ്കര പടലി കൃതതാടന പരിപീഡന മരണാഗമ സമയേ. തൻ്റെ സമയമായി തോന്നൽ. 3 പേരങ്ങനെ വരുന്നുണ്ട്. പോത്തിൻ്റെ പുറത്ത് കറുത്ത പട്ടുടുത്ത്, ഉണ്ടക്കണ്ണ്, 2 കൊമ്പ്, കയ്യിൽ കയറ്, ഒരു കയ്യിൽ ഒലയ്ക്ക. കണ്ടാൽ പേടിയാവും. പേടിച്ച് അജാമിളൻ തൻ്റെ പേടി അവിടെ നിൽക്കട്ടെ. 7 വയസ്സ് ഉണ്ണി ഇത് കണ്ട് പേടിക്കുമെന്ന് കരുതി ദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിയെ പേടിക്കേണ്ട, അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറയാനാണ് പുറപ്പെട്ടിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നീ ഓടി ഒരു അച്ഛന് പേടിയാവണുണ്ടെന്ന് പറയാനാണോ എന്താണെന്നറിയില്ല. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈഹി ആജുഹാവാകുലേന്ദ്രിയ. ആകെ പരിഭ്രമിച്ച് ദൂരത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഉണ്ണിയെ നാരായണാന്ന് ആജാമളം വിളിച്ചു. നാരായണൻ കേട്ടുക, മകൻ നാരായണൻ കേട്ടില്ല. അയാൾ 6 എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ അച്ഛൻ്റെ വിളിയൊന്നും ആ ഉണ്ണി കേട്ടില്ല. പക്ഷെ കേൾക്കേണ്ട ആൾ കേട്ടു. പോരെ, നമുക്കത് പോരെ. ആ വിളി അങ്ങോട്ട് പോയി, അതങ്ങനെ വൈകുണ്ഠത്തിലെത്തി. ഭഗവാൻ ആ വിളി കേട്ടു, വിളിച്ചല്ലോ. നാരായണ 4 അക്ഷരല്ലേ? ആ 4 അക്ഷരത്തിന് 4 പേരെ ആര് വിട്ടു? ഭഗവാൻ അങ്ങോട്ട് വിട്ടു. വിട്ടു പറയാൻ പറ്റില്ല. അജാമണൻ്റെ ഉള്ളിൽ ഈ 4 അക്ഷരം പുറമേക്ക് വന്ന് 4 രൂപം ധരിച്ചു. എന്നിട്ട് ആരെ രക്ഷിച്ചു? അജാമണനെ രക്ഷിച്ചു. പുരുഷാഹ പാർഷദ സഹസാപതൻ. വിഷ്ണുദൂതന്മാർ 4 പേരും അവിടേക്ക് അങ്ങോട്ട് വീണു. അജാമണൻ്റെ കഴുത്തിലേക്ക് കയറിടുക ഈ യമകിങ്കരന്മാർ. അവിടേക്കും അജാമിള മാ ഭൈഹി, പേടിക്കണ്ട, ഞങ്ങളെത്തി എന്ന് പറഞ്ഞ 4 സുന്ദര പുരുഷന്മാർ ആ കയറങ്ങോട്ട് തട്ടിമാറ്റി. അജാമിളിന് അത്ഭുതമായി. ഇവരാരാ? തൻ്റെ സ്വന്തക്കാരെ പോലെ പെരുമാറുണ്ടല്ലോ. ഞാനിവരായിട്ട് എന്ത് ബന്ധം? ഇതിന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നെപ്പം എങ്ങനെ രക്ഷിക്കണം വെച്ചാൽ ഇവർക്ക് വേണ്ടി ഞാൻ എന്ത് ഉപകാരം ചെയ്തത്? എന്ത് കാര്യം ചെയ്തു? എന്തിനിപ്പോൾ ഇവരിവിടെ വന്നു? ഒന്നും മനസ്സിലാവണില്ല. യമകിങ്കരന്മാർ ഇവരെ നോക്കി. ഇവരുടെ ഈ സൗന്ദര്യം കണ്ടപ്പം യമകിങ്കരന്മാർ ആലോചിക്കുകയാണ്, ഇവർക്ക് എത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ ഇവരെ പറഞ്ഞയച്ച ആൾക്ക് എത്ര കണ്ട സൗന്ദര്യം ഉണ്ടാവും. ആരാണ് ഇവർ? ഞങ്ങൾ വിഷ്ണു പാർഷദന്മാരാണ്. 4 കൈകളാണ്. ഇവർക്ക് 2 കൈയേ ഉള്ളൂ. ഒരു 3 പേരേ ഉള്ളൂ. അവർ 4 പേരുണ്ട്. ഇവർ ഓരോരുത്തർക്ക് 2 കൈ വെച്ചിട്ട്, അവിടെ ഓരോരുത്തർക്ക് 4 കൈ വെച്ചിട്ടുണ്ട്. 2 കൊടുത്താൽ 4 കിട്ടും. അതുകൊണ്ട് ഇനി യുദ്ധം വേണ്ട എന്നാര് തീരുമാനിച്ചു? യമദൂതന്മാർ തീരുമാനിച്ചു. ഞങ്ങൾ ധർമ്മരാജൻ്റെ ദൂതന്മാരാണ്, ഈ അജാമലിനെ കൊണ്ടുപോകാൻ വന്നതാണ്. ഇയാൾ ചെയ്ത അധർമ്മം കാണണോ എന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടർ അങ്ങോട്ട്, ലാപ്ടോപ്പ് അങ്ങോട്ട് തുറന്നു. അജാമലിൻ്റെ ആധാർ നമ്പർ അങ്ങോട്ട് അടിച്ചപ്പം കമ്പ്യൂട്ടർ ഹാങ്ങായി. അജ്ജാതി എന്തൊക്കെ ഇയാൾ ചെയ്തു വെച്ചു. ആ 24-ാം വയസ്സ് മുതൽ അങ്ങനെ 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 വരികയാണ്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ചെയ്ത കർമ്മങ്ങൾ അങ്ങനെ അങ്ങനെ അങ്ങനെ. അജാമളൻ തന്നെ നോക്കുക, എത്രയൊക്കെ ഉണ്ടോ. അജാമളൻ തന്നെ കുറേ മറന്നിട്ടുണ്ട്. പക്ഷെ ഒക്കെ ഒന്നും പോണില്ല എന്നർത്ഥം. അതാണ് CCTV, അതാണ് ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞാൽ. ചിത്രങ്ങളിങ്ങനെ രഹസ്യമായിട്ട്, ഗുപ്തം എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. നമ്മളറിയണില്ല. അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ക്യാമറ. അവസാനം നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്ന് നിശ്ചയിച്ചത്. ഈ തെറ്റിനാണ് ഇപ്പോൾ ഈ ശിക്ഷ. മറ്റത് അതാ ഈ തെറ്റിനാണ്. സംശയം ഉണ്ടെങ്കിൽ കാണിച്ചു തരും. ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണ്. ഞങ്ങൾക്ക് മാറിപ്പോയിട്ടൊന്നുമില്ല കേട്ടോ, നീ അങ്ങനെ വിചാരിക്കണ്ട. മുത്തശ്ശൻ ചെയ്തത് തന്നതൊന്നുമല്ല, താൻ ചെയ്തത് തന്നെയാണ്. ആ തറവാട്ടിൽ ദോഷമൊന്നുമല്ല, തൻ്റെ ദോഷം തന്നെയാണ് എന്നങ്ങനെ കാണിച്ചു തരും.
അല്ലെങ്കിൽ താൻ ആ തറവാട് തന്നെ എങ്ങനെ വന്നു പെട്ടു, വേറെ എത്ര തറവാടുണ്ട്, അവിടെ തന്നെ വന്നു പെട്ടു വെച്ചാൽ ഈ ഫലം അനുഭവിക്കാൻ പാകത്തിനുള്ള കർമ്മം താൻ ചെയ്തതുകൊണ്ടാണ്. ആണ് ചിത്രഗുപ്തൻ ഒക്കെ അങ്ങനെ കാണുകയാണ് അജാമിളൻ. ഇത്രയൊക്കെ തെറ്റ് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ ശിക്ഷിച്ച് നേരെയാക്കണം, അതിനുവേണ്ടി കൊണ്ടുപോവുകയാണ്. ഇനിയുള്ള ജന്മെങ്കിലും നേരാവണം കഴിയട്ടെ. അത് കേട്ട സമയത്ത് വിഷ്ണുദന്മാർ പറഞ്ഞു, ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ പറയണില്ല, പക്ഷെ നിങ്ങൾക്കറിയില്ലേ എന്തൊക്കെ തെറ്റ് ചെയ്താലും പ്രായശ്ചിത്തമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണോ? ഞങ്ങൾക്കറിയാം. ഇയാളെന്ത് പ്രായശ്ചിത്ത ചെയ്തതെന്ന് കൂടി പറയൂ. അദ്ദേഹം ആ ഭഗവാന്റെ നാമം ജപിച്ചില്ലേ, തിരുനാമം നാരായണ ജപിച്ചിട്ടില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, നാരായണ എന്ന് ജപിച്ചു എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുള്ളതാ. അതും ഭഗവാനെ വിളിച്ചതൊന്നുമല്ല, അവിടെ കളിച്ചുകൊണ്ടിരിക്കണ മകനെ പേടിച്ചിട്ട് അദ്ദേഹം നാരായണ എന്ന് വിളിക്കുകയുണ്ടായത്. മകനെ വിളിക്കുകയുണ്ടായത്, ഭഗവാനെ വിളിക്കുകയല്ല. അപ്പോൾ പിന്നെ നാമമഹിമ പറയണം. എന്നാൽ നിങ്ങൾ മനസ്സിലായിക്കോളൂ, ഭഗവാന്റെ നാമത്തിൻ്റെ പ്രത്യേകത അതങ്ങനെയാണ്. നാരായണൻ തൻ്റെ മകനെ വിളിച്ചു, അങ്ങനെ പറഞ്ഞത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഈ നാമത്തിൻ്റെ ഉടമസ്ഥൻ ഇയാളുടെ മകനാണോ ഭഗവാനാണോ? നമുക്കൊക്കെ പേര് നോക്കിയാൽ ഭഗവാന്റെ പേരൊക്കെ തന്നെയായിരിക്കും അല്ലേ? ശരിക്കും അതിൻ്റെ ഉടമസ്ഥൻ ആരാ? നമ്മളാണോ? അല്ല, ഭഗവാന്. അപ്പോൾ നാരായണ എന്ന് വിളിച്ചാൽ ഈ നാരായണൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ലെങ്കിൽ മറ്റാൾ നോക്കണം, അയാൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അയാളുടെ പേരാണ്. അതുകൊണ്ട് ഭഗവാൻ വന്നതിന് കുറ്റം പറയണ്ട, ഞങ്ങളെ വിട്ടതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഇനി ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ ഒന്ന് പറയാം. അതങ്ങനെ ഭക്തിയോടുകൂടി ജപിക്കണം നിർബന്ധമൊന്നുമില്ല. ചില അമ്മമാർ, ഇപ്പം ഇന്നലെ ഒരു അമ്മ ചോദിച്ചു, തിരുമേനി ഭക്തിയൊന്നുമില്ല, നാമം ജപിക്കണം, അങ്ങോട്ട് നിർത്തിയാലോ? ഭക്തിയോട് ജപിക്കാൻ നിർത്തണ്ട, എന്തായാലും അങ്ങനെ പോട്ടെ. ജപിക്കുമ്പോൾ ഒക്കെ ദുഃഖം വിഷമമൊന്നും പോയിട്ടില്ല, പോണ്ട, ജപിച്ചോളൂ, എന്നാലും നിർത്തരുത്. ഇതിലും വലിയ എന്തൊക്കെയോ വന്നതാ, അതിപ്പം ജപിക്കണോണ്ടാണ് വല്ലാണ്ടല്ലാത്തത്. ഇനി നിർത്തിയ ഒന്നുകൂടി പ്രശ്നമാകും. അതുകൊണ്ട് നിർത്തണ്ട. ശ്രദ്ധ ഉണ്ടോ? ഇല്ലെങ്കിൽ വേണ്ടാന്ന്, കുറേ കഴിയുമ്പോൾ വന്നോളും. അതുകൊണ്ട് ഭഗവാന്റെ നാമത്തിൻ്റെ പ്രത്യേകത അത് എങ്ങനെ ജപിച്ചാലും സാരമില്ല, നൃത്തം വെച്ചും കൊണ്ടും പാട്ടുപാടിയും കൊണ്ടും എങ്ങനെ വേണമെങ്കിലും ആവാം. സാങ്കേത്യം പാരിഹാസ്യം വാ സ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം അശേഷാഘഹരം വിദുഹു. സാങ്കേത്യം, സാങ്കേതികമായി പറഞ്ഞാൽ മതി. ഭക്തിയൊന്നും ഇല്ലാത്ത ആളാണ്, പക്ഷേ വിശപ്പുണ്ട്. വിശപ്പ് ഇപ്പം ഭക്തി ഇല്ലാത്ത ആൾക്കും ഉണ്ടാവുമല്ലോ. നല്ല ഉച്ച സമയം അങ്ങനെ നോക്കുകയാണ്, ഹോട്ടൽ ഉണ്ടോ നോക്കി 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 വണ്ടി സൈഡാക്കാൻ പറ്റിയൊരു ഹോട്ടൽ നോക്കി. അങ്ങനെ ഹോട്ടൽ കണ്ടു, നാരായണ ഹോട്ടൽ, പേര് വായിച്ചതാണ്. ഭഗവാൻ ചാടി നീറ്റ് ഇയാളുടെ നമ്പറൊക്കെ നോക്കിയിട്ട് പേരിൻ്റെ നേരെ ടിക്കിടും. ഒരു പ്രാവശ്യം ജപിച്ചു കേട്ടോ. ആര്? ആ മഹാഭാവി ഒരു പ്രാവശ്യം ജപിച്ചിട്ടുണ്ട്. നാരായണ ജപിച്ചില്ലേ? അത് ജപിച്ചതല്ല, ഹോട്ടലിൻ്റെ പേര് വായിച്ചതാണ്. എന്തോ ആവട്ടെ, നാരായണ എന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്താ ഭഗവാൻ അങ്ങനെ ചെയ്യണത്? അത് കാരുണ്യം എന്നേ പറയാനുള്ളൂ. അതിപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എന്താ പറയുക? അച്ഛനമ്മമാർ മക്കളെ എങ്ങനെ രക്ഷിക്കാൻ നോക്കുന്നത് എന്തിനാ? കുഴി ചാടാൻ പോർപ്പെട്ട പിന്നെയും പോണ്ട പോണ്ട പറയും, പിന്നെയും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പോട്ടെന്ന് വെക്കുമോ? പിടിച്ചങ്ങോട്ട് വലിക്കില്ലേ? ഇല്ലേ? അതെന്താ കുട്ടികളുടെ പോയിക്കൂടെ? അത് പോകാൻ നിൽക്കല്ലേ? പിന്നെ പിടിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചാൽ എന്താ പറയാ? തനിക്കത് പറയാം, എൻ്റെ ഉണ്ണിയാണ്. അതുതന്നെയാണ്, അത്രയേ ഉള്ളൂ. അത് ചോദിച്ചാൽ കാരുണ്യം എന്നേ പറയാനുള്ളൂ. അതെന്തോന്ന് ചോദിച്ചാൽ വയ്യ, അതിൻ്റെ ഉത്തരം അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറഞ്ഞ് ഭഗവാൻ നമ്മളെ പാസ്സാക്കി വിടും. അതാണ് ഭഗവാന്റെ ഒരു സമ്പ്രദായം. തോൽപ്പിക്കില്ല. ഇപ്പോഴത്തെ മാഷന്മാരെ പോലെ തന്നെ തോൽപ്പിക്കില്ല. അതില്ല. പണ്ടങ്ങനെയല്ല. പണ്ട് 1-2 കൊല്ലമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അതില്ല. ഇതിങ്ങനെ അങ്ങനെ പോകും. എന്തെഴുതിയാലും ഇനി ഒന്നും എഴുതിയില്ലെങ്കിൽ നീലമഷി കൊണ്ട് പോസ്റ്റ് നമ്പർ ഇട്ട് താൻ തന്നെ എഴുതി ചുവന്ന മഷി കൊണ്ട് ടിക്കറ്റ്, വെരി ഗുഡ്, A+. കുട്ടി ഇങ്ങനെ ഞാൻ പാസ്സായി. കുട്ടിക്ക് മനസ്സിലാവണല്ലേ? ഇപ്പോഴത്തെ ടീച്ചർമാർക്ക് എത്ര കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ആ വലിയ ടീച്ചർക്ക് എത്ര കണ്ട് കാരുണ്യം ഉണ്ടാവും? പാസ്സാവട്ടെ, രക്ഷപ്പെടട്ടെ, എങ്ങനെയെങ്കിലും പോയിട്ട് നേരെയാവട്ടെ എന്നുള്ള വിചാരമാണ് ഭഗവാൻ. അതുകൊണ്ട് സാങ്കേത്യം പാരിഹാസ്യം വാ, സാങ്കേതികമായിട്ട് പറഞ്ഞാലും ഇനി പരിഹസിച്ചും കൊണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല. ചില പരിഹസിക്കും. അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കേണ്ട സപ്താഹം, ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് കയറൊന്നുമില്ല, വേദിക്കൊന്നും വരില്ല. അവിടെ ആൽത്തറേൻ്റെ മുകളിലൊക്കെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യും? ചെറുപ്പക്കാർ കുറേ പേരങ്ങനെ അങ്ങനെ ഒരാളിങ്ങനെ ഗോവിന്ദ ഗോവിന്ദ പറയാൻ ഇത് കേട്ട് കുറേ വല്യമ്മമാർ ഗോവിന്ദ ഗോവിന്ദ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ, പരിഹസിച്ചതാ. പക്ഷെ എന്നാലും 4 പ്രാവശ്യം ജപിച്ചു ഗോവിന്ദ 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 ഗോവിന്ദ. ഭഗവാൻ അവരുടെ പേരിൻ്റെ നേരെ 4 ടിക്കിടും. അതങ്ങനെയാണ് ഭഗവാൻ. അതിപ്പോൾ എന്താ ചോദിച്ചാൽ അങ്ങനെയാണ്. ഓരോരുത്തർ ഓരോ പ്രകൃതമാണല്ലോ.
പരിഹസിച്ചും കൊണ്ട് ജപിച്ചാലും ഫലമുണ്ട്. സാങ്കേത്യം പാരിഹാസ്യം വാസ്തോഭം, ദേഷ്യം വന്നിട്ട് പറഞ്ഞാലും അവഹേളിച്ചും കൊണ്ട് പറഞ്ഞാലും. ഇനി ഭക്തിയൊന്നുമില്ല, ഒന്നുമില്ല, പക്ഷേ വെച്ചുത്തി വീണ സമയത്ത് അറിയാണ്ട് ഗോവിന്ദ, ഈശ്വര, അമ്മേ എന്തെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ഇതാണ് ചില അങ്ങനെ ഉണ്ടാവും. ഒന്നുമില്ല, അതുവരെയൊന്നുമില്ല, ഭക്തിയൊന്നും തുടക്കത്തിലൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പലതും കേട്ടും പഠിച്ചിട്ടൊന്നും ഇതൊന്നും അന്നല്ല എന്നുള്ളൊരു വിചാരമുണ്ട്. അങ്ങനെ അങ്ങനെ പോയി 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 വല്ലാതെ ജീവിതത്തിൽ പ്രയാസം വരുമ്പം ഈശ്വര മതി, ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചോളൂ. എന്നാൽ രാത്രി കിടക്കണതിൻ്റെ മുന്നേ ഭഗവാന് ജീവിക്കാനാണേ മതി, അത് ഭഗവാൻ അത് മതി, അത്രയേ വേണ്ടു. സാങ്കേത്യം പാരിഹാസ്യം വാസ്തോഭം ഹേളനമേവ വാ വൈകുണ്ഠനാമഗ്രഹണം. ഇനി തനിക്ക് ജപിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അയാൾക്ക് ജപിക്കാൻ വയ്യ, അയാൾക്ക് വേണ്ടി നമ്മൾ ജപിച്ചാലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും അയാൾക്ക് ജപിക്കാനാവില്ല, മിണ്ടാൻ വയ്യ, അയാൾക്ക് വേണ്ടി എന്നാണ്. പണ്ട് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ ചെറിയ കുട്ടികളൊക്കെ തുമ്മാൻ പുറപ്പെടുമ്പോൾ അവർ ഹച്ചി എന്ന് പറയാനാണ് പുറപ്പെടുന്നത്. ആരെടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, അവർ ഹരി, അവരതൊന്നല്ല വേറെ അതെല്ലാം കൂടി ഒരു നാമാക്കി മാറ്റുകയാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും അത് എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റിയൊരു കാര്യം അതാണ്. ഉപനിഷത്തൊന്നും കുട്ടിക്കാലത്ത് പറഞ്ഞെടുക്കാൻ പറ്റില്ല. പറ്റുമോ? തത്വമസി പറഞ്ഞെടുക്കാൻ പറ്റുമോ? ഏറ്റവും എളുപ്പത്തിൽ കുട്ടിക്കാലത്തെ കൊടുക്കാൻ പറ്റിയൊരു കാര്യം അത് നാമാവലി, ഭജന, കീർത്തനം. ഇതാണ് തുടക്കതാണ്. പിന്നെ പിന്നെ അങ്ങനെ ഉയർന്ന് പിന്നെ അങ്ങനെ ഉപനിഷത്തൊക്കെ എത്തും, ഗീത പഠിക്കും, ഭാഷ്യം നോക്കും, അർത്ഥം നോക്കി അങ്ങനെ ഉയർന്ന് പോവാം. തുടക്കം എന്തുതന്നെയാണ്? അത് നാമം തന്നെ. ഇതിലും നല്ലൊരു സോപ്പ് വേറല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അവർ പറഞ്ഞു ഒരു നാമല്ലേ ജപിച്ചുള്ളൂ എന്നാണ്. ഒരു നാമല്ലേ ജപിച്ചുള്ളൂ, കുറേ നാമം ജപിച്ചു. ഒരു നാമം കൊണ്ട് ജപിച്ചപ്പോഴേക്കും സകല പാപവും തീരുക. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അത് പറയാം. ഒരു നാമല്ലേ ജപിച്ചുള്ളൂ ചോദിച്ചാൽ, ഇപ്പം ഒരു മുറി നിറച്ച് വലിയ കുറേ പഞ്ഞി വെച്ചു, അത് കത്തിത്തീരാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി മതി. എന്താണ് മനസ്സിലായില്ലേ? ഇനി ഒരു 100 വർഷമായിട്ട് അടച്ചിട്ട മുറിയാണ്, അതിലെ ഇരുട്ട് പോണച്ചാൽ 100 പ്രാവശ്യം തുറക്കൊന്നും വേണ്ട, ഒന്ന് വാതിൽ തുറന്നാൽ വെളിച്ചായി. നല്ല സുന്ദരനായിട്ടുള്ള വ്യക്തിയാണ്, അദ്ദേഹം ഒരു ചളിക്കുണ്ടിൽ വീണു, പിന്നെ അങ്ങനെ സഞ്ചരിക്കുകയാണ്, 10 വർഷമായിട്ട് അങ്ങനെ സഞ്ചരിക്കുക. അയാൾ സുന്ദരനാവാൻ ഒന്ന് മുങ്ങിയാൽ മതി. എന്താണ് വേണ്ടേ? 10 വർഷം മുങ്ങണം. അയാൾ സുന്ദരനാണ്, ഇടയ്ക്ക് വെച്ചൊരു കളങ്കം വന്നോന്നേ ഉള്ളൂ, അത് പോണച്ചാൽ ഒന്ന് മുങ്ങിയാൽ മതി. ഇതാണ് ഇവിടെ ഉണ്ടായത്. 24 വർഷമായിട്ട് സുന്ദരനായിട്ട് കഴിഞ്ഞ അദ്ദേഹം കുറച്ചു കാലം ചളി പിടിച്ച് നടന്നു, പക്ഷേ അതങ്ങോട്ട് മുങ്ങാനുള്ളൊരു അവസരം ഇപ്പം കിട്ടി. ഭഗവാന്റെ നാമം ജപിച്ചു, ഹൃദയം ശുദ്ധമാവുകയാണ്. ഇനി ഇത്രയും വലിയൊരു പാപം തീരാൻ ഈ ചെറിയ നാമം മതിയോ? അത് വലിയ ബംഗ്ലാവ് തുറക്കാൻ വലിയ താക്കോല് വേണമെന്ന് പറയുന്നത് പോലെയാണ്. വലിയ ബംഗ്ലാവാണെങ്കിൽ തുറക്കാൻ ചെറിയ താക്കോലാവും. നമ്മളാരും പറയാറുണ്ടോ വലിയ താക്കോല് വേണമെന്ന് പറയുമോ? വലിയ രോഗം, അതുകൊണ്ട് എനിക്ക് വലിയ ഗുളിക വേണം, അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഗുളിക ചെറുതാണ്, ഉള്ളിങ്ങോട്ട് എത്തിയ സംഗതി മാറുകയാണ്. ഇതുപോലെയാണ് ഈ ഒരു നാമവും. അത് പ്രവർത്തിക്കുന്നത് അത്രയ്ക്കും വിശേഷമായിട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാം, അജ്ഞാനികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. വാക്കിന് ശക്തിയില്ല വിചാരിച്ചാൽ പറ്റുമോ? വാക്കിന് തളർത്താനും വളർത്താനും പറ്റില്ലേ? ഇല്ലേ? നമ്മുടെ ഉന്മേഷം ഉണ്ടാക്കാനും ഉള്ള സന്തോഷം ഇല്ലാണ്ടിയാക്കാനും വാക്കിന് എളുപ്പം പറ്റില്ലേ? ഇല്ലേ? ഇന്നിപ്പോൾ പ്രശ്നം തന്നെ അതാ അല്ലേ? തിരുമേനി മകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വട്ടിയാണ് കൊണ്ടത്, അത് ഇവിടെ കൊള്ളണുണ്ട്, നാമം കൊള്ളണില്ല. ശക്തിയില്ലേ പറഞ്ഞാൽ പറ്റില്ല, ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ മനസ്സിലാക്കി ജപിക്കുന്നേ വേണ്ടത്. ഇനി അത് അറിയില്ലെങ്കിലും അർത്ഥം അറിയില്ലെങ്കിലും സാരമില്ല. അതാണ് അർത്ഥം അറിഞ്ഞിട്ട് ജപിച്ചാലല്ലേ കാര്യമുള്ളൂ എന്നാണ്. അപ്പം പറഞ്ഞു അജ്ഞാനാത്, അർത്ഥം അറിഞ്ഞാലും കുഴപ്പമില്ല, ഇനി അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല. അജ്ഞാനാത് അഥവാ ജ്ഞാനാത്, അർത്ഥം അറിഞ്ഞ് ജപിച്ചാലും അർത്ഥം അറിയാണ്ട് ജപിച്ചാലും അതിന് ഫലമുണ്ട്. വസ്തു അതിൻ്റെ സ്വഭാവം കാണിക്കും, അത് അറിഞ്ഞ് ആശ്രയിച്ചാലും അറിയാണ്ട് ആശ്രയിച്ചാലും. തീയിൻ്റെ സ്വഭാവം പൊള്ളിക്കുക എന്നുള്ളതാണ്. അത് അറിഞ്ഞു തൊട്ടാലും അറിയാണ്ട് തൊട്ടാലും പൊള്ളിക്കാണ്ടിരിക്കുമോ? നമ്മൾ തൊട്ടാൽ പൊള്ളി. 2 വയസ്സുള്ള കുട്ടി പോയി തൊട്ടാലോ തീ വിചാരിക്കും. 2 വയസ്സുള്ള കുട്ടി അതിനറിയില്ല, പൊള്ളിക്കണ്ട വിചാരിക്കുമോ? തീൻ്റെ സ്വഭാവമാണത്. അതുപോലെ നാമത്തിൻ്റെ സ്വഭാവമാണ് തന്നെ ആശ്രയിച്ചവരെ ശുദ്ധാക്കുക എന്നുള്ളത്. അതത് ചെയ്യും. അത് അറിഞ്ഞ് ജപിച്ചാലും അറിയാണ്ട് ജപിച്ചാലും. ഇനി അറിയാമെന്ന് പറഞ്ഞപ്പോൾ അത് എങ്ങനെയാണെന്ന് വിചാരിക്കണത്? നാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞ് ജപിക്കുക പറഞ്ഞാൽ എപ്പോഴാണ് ഈ അർത്ഥം അറിയൽ? എത്ര അർത്ഥമുണ്ട് നാരായണ നാമത്തിന് തന്നെ? പറയൂ. അതിലൊന്നും കണക്കില്ല. അർത്ഥമൊക്കെ അനവധിയാണ്. നാരം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അതിലയനം ചെയ്യുന്നവൻ നാരായണൻ. നരന് വേണ്ടത് നാരം, അറിവ് എന്നർത്ഥം. ഇനി അതല്ലെങ്കിൽ ജലം എന്നർത്ഥമുണ്ട്. പാലാഴി പള്ളി കൊള്ളുന്നവൻ വിഷ്ണു. ഇങ്ങനെ അങ്ങനെ അനവധി അർത്ഥം ഈ നാരായണ ശബ്ദത്തിനുണ്ട്.
ഇത് മുഴുവൻ അർത്ഥം അറിഞ്ഞിട്ട് ഞാൻ ജപിക്കുള്ളൂ പറഞ്ഞാൽ ജപിക്കലുണ്ടാവില്ല. അർത്ഥമൊക്കെ പഠിക്കണതിന് എന്തിനാണെന്നറിയോ? ഒരു ഭാവം ഉണ്ടാവാനാണ്. എന്താണ്? ആ ഒരു ഭഗവാന്റെ തിരുനാമാണേ എന്നുള്ളൊരു വിചാരം ഉണ്ടാവാനാണ്. അത് അറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ ഇനി അർത്ഥം അറിഞ്ഞില്ലെങ്കിലും സാരമില്ല. അതുകൊണ്ട് അർത്ഥം അറിയേണ്ടെന്ന് അർത്ഥമല്ലേ? അർത്ഥം അറിയാണ്ടിരിക്കുക ചെയ്യട്ടെ, ജപിക്കൂ എന്നാണ്. അജ്ഞാനാത് അഥവാ ജ്ഞാനാത് ഉത്തമ ശ്ലോകനാമയത് സങ്കീർത്തിതമഖം പുംസോ ദഹേദേധോ യഥാനല. അതുകൊണ്ട് വല്ലാതെ യുക്തി നോക്കണ്ട, നമ്മളൊക്കെ ലോജിക്ക് നോക്കി നിൽക്കുകയാണ്. അതൊന്നും വല്ലാണ്ട് നോക്കണ്ട. ഭഗവാന്റെ നാമം എങ്ങനെ ജപിച്ചാലും ഫലമുണ്ടെന്ന് പറഞ്ഞ അർത്ഥം നാളെ മുതൽ ഇനി എങ്ങനെയെങ്കിലും ജപിക്കാമെന്നല്ല, ഇത് അർത്ഥവാദമാണ്. എങ്ങനെ ജപിച്ചാലും ഫലം ഉണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ആ ഏകാന്തത്തിലിരുന്ന് ഒന്ന് നിവർന്നിരുന്ന് കണ്ണടച്ച് ഭക്തിയോടുകൂടി ഒന്ന് ജപിച്ചാലുള്ള കാര്യം പറയാനുണ്ടോ? അത് പറയാനാണ്. അല്ലാണ്ട് ഇനി മുതൽ അങ്ങനെയാവാം, ഞാൻ ഈ മാർക്കറ്റിൽ പോയിരുന്നു നാമം ജപിക്കാം, അല്ലെങ്കിൽ ചീത്ത വിളിച്ചും കൊണ്ടാവാം, അതല്ല. അങ്ങനെ ജപിച്ചാൽ പോലും ഗുണമുണ്ടെങ്കിലുള്ള കാര്യം പറയാനുണ്ടോ? അതാണ് സപ്താഹവേദിയിൽ വെച്ചിട്ടൊന്ന് ഗോവിന്ദ ഗോവിന്ദ വിളിച്ചാലുള്ള ഫലം പിന്നെ പറയാനുണ്ടോ എന്ന് പറയാനാണ്. അതുകൊണ്ട് നാമത്തിൻ്റെ വില അറിയണം, അതിനു വേണ്ടി പറയാണ്. ശ്രീശിവർക്കും നാരദർക്കൊക്കെ അതറിയാം. അവരൊക്കെ ശുദ്ധ പരമഹംസാശ്രമഗീതം, പരമഹംസന്മാരെപ്പോഴും പാടുന്നതാണ് ഈ ഒരു നാമം. നാമരത്ന ധന് പായോ മേരെ ഭായ് ആണ് മീരാഭായി പറയുക. നാമമാകുന്ന രത്നം എന്താണ്? സദാ നമ്മൾ ബ്രഹ്മേന്ദ്രാൾ പറയും പിബരേ രാമരസം. എന്താണ്? ശരിക്കും അങ്ങനെയല്ല പറയേണ്ടത് ജപരേ രാമനാമ എന്നാണ് പറയേണ്ടത്. ജപിക്കൂ രാമനാമം. പക്ഷെ അങ്ങനെയല്ല, നാമം എന്നൊന്നും പറഞ്ഞ് കൊച്ചാക്കരുത്. അതെന്താണ്? രസമാണ്. പിബരേ രാമരസം. ബ്രൂഹി മുകുന്ദേതി രസനേ ബ്രൂഹി മുകുന്ദേതി. അല്ലയോ രസനേ നാവേ നീ പാടൂ, ഭഗവാന്റെ നാമം പാടൂ. അതിലത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഭഗവാന്റെ നാമങ്ങളാണ്. പാടു പാടു പറഞ്ഞത് അങ്ങനെ പാടുകയാണ് ഭഗവാന്റെ പലതരത്തിലുള്ള നാമങ്ങൾ. അപ്പോഴേ ഹൃദയം ശുദ്ധമാവുള്ളൂ. അതല്ലാതെ വേറെ വഴിയൊന്നും സാധാരണക്കാർക്കില്ല. ഹൃദയം ശുദ്ധമാവാൻ ഇതിലും നല്ലൊരു സോപ്പ് വേറല്ല. അതുകൊണ്ട് ചിത്തം ശുദ്ധമാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യപടി അത് ഈ നാമജപം തന്നെയാണ്. അതിൻ്റെ മഹിമ അറിയണം. അതിനാണ് ഇപ്പോൾ ഇത്രയും നാമമഹിമയാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയും കേട്ടു. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നേതാവിനോട് ചോദിച്ചു വരൂ. ശരി, എന്നാൽ അവർ യമധർമ്മൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അജാമിളം വേഗം തൻ്റെ പെട്ടിയൊക്കെ നേരെയാക്കി ഇവരുടെ കൂടെ വൈകുണ്ഠത്ത് പോകാമെന്ന് കരുതിയിട്ട്. അവർ മൈൻഡ് ചെയ്ത് തന്നെയല്ല, അജാമിളെ നോക്കി തന്നെയല്ല. അവർ തിരിച്ചങ്ങോട്ട് പോയി, അവർ വൈകുണ്ഠത്തിലേക്ക് പോയി. അജാമിളം പെട്ടിയൊക്കെ അവിടെ വെച്ചു. അപ്പോൾ അവരെന്നെ കൊണ്ടുപോകാൻ വന്നതല്ലേ? അല്ല, അജാമിളിനെ കൊണ്ടുപോകാൻ വന്നതല്ല. അജാമിളൊരു പാഠം പഠിപ്പിക്കാൻ വന്നതാ. എന്ത്? ഭഗവാനെ ആശ്രയിച്ചുള്ള ഫലം കണ്ടില്ലേ? എടോ, ഇനിയെങ്കിലും താനൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആശ്രയിക്കും, മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒന്ന് വിടൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പാഠം ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ഭാഗവത്തിലേക്ക് ഇല്ലേ? നമ്മൾ പഠിക്കാനായിട്ടാണ്. ആ പാഠം അങ്ങനെ വരുമ്പോൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരും. പഠിച്ചു വെച്ചാൽ പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുക. അജാമിള, നീ ഇത്രയും കാലം നാമം ജപിച്ചില്ല, പക്ഷെ പണ്ട് കുറച്ച് നാമം ജപിച്ചതിൻ്റെ പേരിൽ കണ്ടില്ലേ ഭഗവാൻ രക്ഷിച്ചില്ലേ? താൻ എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്കറിയാം, നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അയാളെ നമ്മൾ അവഗണിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ അയാൾക്ക് നമ്മളോട് ശരിക്കും സ്നേഹമുണ്ടായി. പക്ഷെ നമുക്ക് അയാൾ ഇഷ്ടമല്ല. നമുക്ക് വേറെ കുറേ കേമന്മാരെയാണ് ഇഷ്ടം. അവരുടെ കൃത്രിമമായിട്ടുള്ള നാട്യം കണ്ട് നമ്മളത് ശരിയെന്ന് വിചാരിച്ച് അവരുടെ കൂടെ കഴിയണം. അവസാനം നമുക്കൊരു വലിയൊരു ആപത്ത് വന്നു. ഈ കണ്ട കേമന്മാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. സഹായം ചോദിച്ചിട്ടും ആരും നമ്മളെ സഹായിച്ചില്ല. ഈ കൂട്ടുകാരോട് വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുമില്ല അയാൾ. അപ്പോൾ ആര് വന്നു? അയാളത് കേട്ടറിഞ്ഞ് വന്ന് സഹായിച്ചു എങ്കിൽ പിന്നെ നമ്മളൊരു തീരുമാനം എടുക്കും. ഇനി ഇയാളെ മറക്കില്ല. മറ്റുള്ളവരൊക്കെ മറക്കും, പക്ഷേ ഇദ്ദേഹത്തെ ഞാൻ ഇനി മരണം വരെ മറക്കില്ല തീരുമാനിക്കില്ലേ? അതന്നെയിപ്പോൾ ഇവിടെ ഉണ്ടായത്. 14 വയസ്സ് വരെ കൂടെ ഉണ്ടായിരുന്നു ഭഗവാൻ. ഇപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം മൈൻഡ് ചെയ്യണില്ല. അത് വിട്ടു, മറ്റു പല വിഷയങ്ങളുടെ പിന്നാലെയും പോയി. തനിക്കൊരു ആപത്ത് വന്നപ്പം ഭഗവാൻ രക്ഷിച്ചില്ലേ? അതുകൊണ്ട് ഇനി താൻ എന്നെ മറക്കരുതേ എന്ന് ഭഗവാൻ പറയാണ്. അത് മനസ്സിലാക്കി അജാമിളം എല്ലാം അവിടെ നിന്ന് എണീറ്റു. ഇനി എന്തായാലും ഇവിടെ ഇല്ല, ഇവിടെ താണ്ടി കഴിയില്ല. അവിടുന്ന് അദ്ദേഹം എല്ലാം വടിയും കുത്തിപ്പൊടിച്ച് നടക്കുമ്പോൾ അവൾ വന്ന് പറഞ്ഞു, വീഴുട്ടോ പറഞ്ഞു, നിന്നെ കണ്ടെന്ന് വീണതാ, ഇനി ഞാൻ വീഴൊന്നുമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം നേരെ ആ ഗംഗാതീരത്തേക്ക് പോയി. ഗംഗാദ്വാരമുപയായ മുക്ത സർവാനുബന്ധന. ആ ഗംഗാതീരത്ത് അവിടെ കണ്ടിരുന്നു, കണ്ണടച്ച് നിവർന്നങ്ങനെ ഇരിക്കുകയാണ്. നേരത്തെ ശ്രദ്ധ ഇല്ലാണ്ട് നാമം ജപിച്ചു. ഇപ്പോഴോ ആ രുചി കിട്ടിയപ്പോൾ മനസ്സിലായി, ഇനി ശ്രദ്ധിക്കണം. ആദ്യം ശ്രദ്ധിക്കാണ്ട ഭാഗവതം കേൾക്കും.
എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഭാഗം നേരം പോകാനൊക്കെ കേൾക്കും, വീട്ടിലിരുന്ന പേടിയാവും, ഇവിടെ വന്നിരിക്കുക. അങ്ങനെ തെറ്റൊന്നുമില്ല, തുടക്കമൊക്കെ അങ്ങനെയാണ്. പിന്നെ അത് ഗൗരവത്തിൽ കേൾക്കും ആണ്. ഇപ്പം അദ്ദേഹം വളരെ ഗൗരവത്തിലാണ്. മറ്റു തമാശയും കളിയൊന്നും അദ്ദേഹത്തിനില്ല. ഇദ്ദേഹം ഗംഗാതീരത്ത് അവിടെ കണ്ടിരുന്ന് ഭഗവാന്റെ നാമം നാരായണ 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 നാരായണ, അതിൻ്റെ മഹിമ അറിഞ്ഞു, അങ്ങനെ ജപിക്കുകയാണ്. ഗംഗയിൽ മുങ്ങി നാരായണ ഞാൻ അച്ഛനെ നോക്കിയില്ല, നാരായണ ഞാൻ അമ്മയെ നോക്കിയില്ല, നാരായണ മുങ്ങി ഞാൻ എൻ്റെ അഗ്നിസാക്ഷിയായിട്ട് വിവാഹം കഴിച്ച സഹധർമ്മിണിയെ നോക്കിയില്ല, എൻ്റെ കുട്ടികൾ എത്ര സ്നേഹമായിരുന്നു എന്നോട്, ഞാനതൊക്കെ മറന്നില്ലേ, നോക്കിയില്ല, നാരായണ എന്ന് പറഞ്ഞ് മുങ്ങി 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 അദ്ദേഹത്തിൻ്റെ കണ്ണീരിലൂടെ അദ്ദേഹത്തിൻ്റെ പാപം മുഴുവൻ കലങ്ങി അങ്ങോട്ട് ഒഴുകി. ഇപ്പം ശുദ്ധായില്ലേ? അദ്ദേഹം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തിട്ടോ. എങ്ങനെ? ദുഃഖിച്ചില്ലേ? അത്രയോ ഇതാണ് കർമ്മഫലം. പക്ഷേ ഉള്ളിൽ നാമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. കഷായം കുടിക്കുമ്പോഴും ഉള്ളിൽ ശർക്കര വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. കഷായം തന്നെയാണ് കുടിക്കുന്നത്, എന്നാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ശർക്കര കയ്യിൽ വയ്ക്കുക പറഞ്ഞാൽ ഭാഗവതം കയ്യിൽ വെച്ചോളൂ, എന്നാലും രോഗം വന്നാലും പ്രശ്നമില്ല, ബന്ധുക്കൾ പോയാലും കുഴപ്പമില്ല, ആരൊക്കെ അവഗണിച്ചാലും കുഴപ്പമില്ല, കയ്യിലെന്തുണ്ട്? കയ്യിൽ രത്നമുണ്ടല്ലോ എന്നാണ്. അതിൻ്റെ വില അറിഞ്ഞില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവും കേട്ടോ. കയ്യിലുള്ളതുകൊണ്ട് കാര്യമില്ല, വില ഇറങ്ങണം. പണ്ടൊരാൾ വലിയ ദാരിദ്ര്യം കഷ്ടപ്പാടും വന്നപ്പോൾ വീട്ടിലുള്ള ആ മുറി ഇങ്ങോട്ട് തുറന്നു. അവിടെ ഒരു കല്ലുണ്ട്, ഒരു പീഠം വെച്ച് പണ്ടാരൊക്കെ പൂജിച്ചിരുന്നു അത്രയും. ഇതിവിടെ കഴിക്കാൻ ഗതിയില്ല, അങ്ങനെ ഇരിക്കാൻ ഇനിയിപ്പോൾ ഇത് പൂജിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കരുതി ഇദ്ദേഹം ആ കല്ല് കൊണ്ടുപോയിട്ട് ഹോട്ടലിലുള്ള ആളോട് പോയി പറഞ്ഞു, ഈ കല്ല് താനങ്ങോട്ട് വെച്ചാൽ ഒരു 7 ദിവസം ഞാൻ ഇവിടുന്ന് ഊണ് കഴിക്കട്ടെ, എൻ്റെ കയ്യിൽ തേടും, താൻ വെക്കുകയോ ചോദിച്ചു. ആ കല്ല് നല്ലോണം നോക്കി ഹോട്ടലുകാരൻ ഈ കല്ല് വലിയ ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു 7 ദിവസം ആക്കണ്ട, താൻ ആജീവനാന്തം ഇവിടുന്ന് കഴിച്ചോളൂ. എന്താണ്? മരണം വരെ. ഈ ഹോട്ടൽ അതിന് മുന്നേ പോണ്ടിച്ച് നിർത്തില്ല, അതില്ലെങ്കിൽ താൻ അതും എനിക്ക് കഴിക്കാം, ഒരു പ്രശ്നമില്ല, ഈ കല്ല് തരികയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹം തിരിച്ച് കല്ലും കട്ടണം വാങ്ങി. അപ്പോൾ 7 ദിവസം കഴിക്കാനുള്ളതല്ല അപ്പോൾ ഈ കല്ലിനുള്ളത്. അദ്ദേഹം നേരെ ചെന്നു ഒരു തട്ടാൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അതൊന്നും നോക്കൂ, ഇനിയിപ്പോൾ വല്ല കേമായിട്ടുള്ള വല്ലതുമാണോ? അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഈ ജ്വല്ലറി തനിക്കങ്ങോട്ട് തരാം. എന്താണ്? ഇത് തരികയാണെങ്കിൽ ഈ ജ്വല്ലറി തനിക്ക് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്തില്ല, അത് കടന വാങ്ങി. വേണച്ചാൽ കൊടുക്കായിരുന്നു, കൊടുത്തില്ല, അതുപോരാ. അദ്ദേഹം പോയിട്ട് ഒന്നും കൂടിയും ഡയമണ്ടൊക്കെ അറിയണ പറ്റി അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നിശ്ചല ആളടുത്ത് കൊണ്ടു കൊടുത്തു. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ മുത്തശ്ശനൊക്കെ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവർക്കൊന്നും ഈ രത്നം കാണാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള രത്നമാണിത്, ഇത് താൻ എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ സമ്പത്ത് മുഴുവൻ തനിക്ക് തരാം, അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നാൽ പിന്നെ ഇങ്ങോട്ട് തരുമോ. പിന്നൊരു നടത്തണ്ട അദ്ദേഹത്തിൻ്റെ. ഇന്നലെ വരെയുള്ള പോലെയല്ല, അതാ വീട്ടിൽ വെച്ച് നല്ലോണം വിളക്കൊക്കെ കത്തിച്ച് നെയ്വിളക്കൊക്കെ വെച്ച് കത്തിച്ച് പുഷ്പാഞ്ജലി പൂജയൊക്കെ കഴിച്ച് പിറ്റേന്ന് വേഷ്ടിൻ തോളിലിട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു നടത്തുണ്ട്. ഇന്നലെ ഉള്ളത് തന്നെ ഇപ്പം ഒന്നുള്ളൂ, പക്ഷെ സംഗതി വ്യത്യാസമുണ്ട്. അതിൻ്റെ വില മനസ്സിലാക്കി. ഇന്നലെയുള്ള ഭാഗം തന്നെ എപ്പോഴും കയ്യില്ല, പക്ഷെ ഇപ്പോൾ സംഗതി മനസ്സിലായില്ല, അത്രയേ ഉള്ളൂ. അത് അറിഞ്ഞ് ജപിക്കുന്നത് വ്യത്യാസമുണ്ടേ, വെറുതെ ജപിക്കുന്നത് വ്യത്യാസമുണ്ട്. ഇപ്പം അജാമളൻ അറിഞ്ഞ് ജപിച്ചു, അതിന് സഹായമായി എന്ത് അറിയാണ്ട് ജപിച്ചത്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ അവിടെ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നല്ലെങ്കിൽ നാളെ കുറച്ച് വൈകിയാണെങ്കിലും എത്തിക്കും. പക്വത നേടിയെന്ന് മനസ്സിലാക്കി ഭഗവാന്റെ അഭിമാനം അയക്കുന്നു. വിഷ്ണുപാർഷവന്മാർ വന്ന് ആരെ കൊണ്ടുപോയി? അജാമളിനെ കൊണ്ടുപോയി. ആദ്യം വന്നപ്പോൾ കൊണ്ടുപോയില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ചിലപ്പോൾ നമ്മളും സമയമില്ലാണ്ട് ഉച്ച സമയത്തൊക്കെയാണല്ലോ എത്തപ്പോൾ വേഗം കഴിയാൻ വേണ്ടി നമ്മൾ 2 ആവർത്തിക്കേണ്ട കാര്യം പോലെ അജാമളൻ അങ്ങോട്ട് പോയി, ഇല്ലില്ല അത് പോയില്ല. അങ്ങനെ പോയി പറയുമ്പോൾ എന്താ കുഴപ്പമെച്ചാൽ ഒരു നാമം ചോദിച്ചാൽ അങ്ങോട്ട് എത്തിയെന്ന് വിചാരിക്കും. കുറേ ജപിച്ചു, ഒരു നാമം സഹായമായി, അത്രയേ ഉള്ളൂ. ഒരു നാമം എൻട്രൻസ് എഴുതി കിട്ടുന്നത് വിനയാണ്, അത്രയേ ഉള്ളൂ താല്പര്യം. ഏതായാലും നാമമഹിമ തീരണില്ല. വീണ്ടും പറഞ്ഞൊക്കെയാണ് യമഭൃത്യന്മാർ ചെന്നു, യമധർമ്മൻ്റെ അടുത്തേക്ക് പോയി. യമധർമ്മൻ ചോദിച്ചു, ആളെവിടെ? എന്താ കയറ് മാത്രമേ ഉള്ളൂ, വൃദ്ധനെവിടെ? അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പറയണ്ട, ഞങ്ങൾ പോയിട്ട് ആ വൃദ്ധൻ്റെ കഴുത്തിലേക്ക് കയറിടാൻ പുറപ്പെട്ടപ്പോഴേക്കും അവിടെ 4 സുന്ദര പുരുഷന്മാർ അവിടേക്ക് ഇങ്ങോട്ട് വീണു, ഞങ്ങളെ തടഞ്ഞു. എങ്ങനെയാണ് കാണാൻ? ഗോപിക്കുറിയുണ്ട്, നീലമേഘ ശ്യാമളന്മാരാണ്, ശംഖചക്രം ഗതാപത്മുണ്ട്, മഞ്ഞപ്പെട്ടാണ് എടുത്തത്. അതങ്ങോട്ട് കേട്ടതും യമധർമ്മൻ്റെ കണ്ണെന്ന് കണ്ണുനീര്. അദ്ദേഹം ചോദിച്ചു, ആ അജാമണം വല്ലതും ജപിച്ചുവോ? നാരായണനാണോ? അത് തന്നെ. എന്നിട്ട് നിങ്ങൾ തൊട്ടോ? ഇല്ല. നന്നായി. ആ നാരായണനാണ് എനിക്ക് ശമ്പളം തരുന്നത്, അത് നിർത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ നാരായണൻ നേരെ പിടിച്ചാൽ പിന്നെ നമ്മളതിൽ ഇടപെടണ്ട, അത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ വലിയ മന്ത്രിമാരെയൊക്കെ പരിചയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ സെക്യൂരിറ്റി നമ്മളകത്തേക്ക് വിടില്ല, നമുക്ക് അനുഭവമൊക്കെ ഉണ്ടാവും കുറേശ്ശൊക്കെ. അങ്ങനെ പോയി നമ്മൾ സെക്യൂരിറ്റിയുടെ അടുത്തെത്തി അയാൾ അകത്തേക്ക് കയറ്റുന്നില്ല, പലതവണ പറഞ്ഞു നോക്കി വിട്ടണില്ല. അവസാനം നമ്മളങ്ങ് മാറി എന്ത് ചെയ്തു? ഫോണിൽ മന്ത്രിയായിട്ട് വിളിച്ചു, അതെ
ഇവിടെ എത്തിയിട്ടുണ്ടേ, നേരത്തെ പറയണ്ടേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ട് ഇറങ്ങി ഒന്നും കൊണ്ടുപോകില്ലേ. അതല്ലെങ്കിൽ സെക്യൂരിറ്റിയെ കാണാൻ അയാളെ കാല് പിടിക്കണം, പിന്നെ അകത്ത് കയറിയിട്ട് അതിലെ അടുത്തുള്ള ആളെ കാല് പിടിക്കണം, എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ കഴിഞ്ഞ് കുറേ കഴിയും കൊടുത്താൻ. നേരിട്ട് പിടിച്ചാൽ പിന്നെ അതിൽ നമ്മൾ ഇടപെടണ്ട. ഇത് ഭഗവാനെ നേരിട്ട് പിടിച്ചതല്ലേ. അതുകൊണ്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാം, ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ കൊണ്ടുവരാൻ നമുക്ക് അധികാരമില്ല. നിങ്ങൾ നീ കൊണ്ടുവരാനായിട്ട് പോകുമ്പോഴേ നല്ലോണം ശ്രദ്ധിക്കണം ആ ജീവനെ. ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ? ചിലർ ജപിച്ചോളന്നില്ല, ഉള്ളിലുണ്ടാവും, നാവിലുണ്ടായിക്കോളുന്നില്ല, പക്ഷെ ഉള്ളിൽ ശിവ 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 നാരായണ നാരായണ ഹരേ രാമ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ചെറുപ്പത്തിലേ കിട്ടിയതാണ്. കിട്ടാത്തത് അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. വലിയ പ്രയാസം, ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസം തന്നെയാണത്, പക്ഷെ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഭാവിയിൽ വലിയൊരു അസറ്റാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രായമാകുമ്പോൾ വിളിച്ച് പറയും, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നല്ലതാ ഇതങ്ങനെ വെച്ച് ശീലിച്ചാൽ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തേക്ക് പോയാൽ ഹൃദയം നോക്കുക, ഭഗവാനുണ്ടോ, ചുണ്ടിൽ നാമുണ്ടോ, ഉള്ളിൽ ജപിക്കണുണ്ടോ. ഭഗവാന്റെ നാമം ജപിക്കണുണ്ടെങ്കിൽ തുടരുത്, തിരിച്ചു പോരെ. അപ്പോൾ യമഭൃത്യന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ആരെയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, കാരണം എത്ര എളുപ്പമായിട്ടുള്ള ഈ നാമജപം അല്ലാതെങ്കിലും സപ്താഹമുണ്ട്, എല്ലാവരും നാമം ജപിക്കില്ലേ, പിന്നെ നമുക്കിവിടെ പണിയില്ലേണ്ടിയാവില്ലേ. അപ്പോൾ യമധർമ്മം പറഞ്ഞ് പേടിക്കേണ്ട, കേരളം ഉണ്ടല്ലോ. ജിഹ്വാനവക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമയിതി യച്ഛിര ഏകദാപി താനാനയധ്വം അസതോ കൃതവിഷ്ണുകൃത്യാൻ. എത്ര കണ്ട് നാമമഹിമ പറഞ്ഞാലും ചിലരെന്ത് ചെയ്യില്ല, ഇതൊക്കെ കേട്ടാലും നിർത്തിച്ച ഊണഴിക്കരുത്. അത്ര നാമെന്ന് വന്നു പോവാണ്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. എത്ര പേർക്ക് തോന്നി അല്ലേ? അല്ല, എത്ര പേർക്ക് തോന്നി? അതാണത്തെ വിഷയം. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാൻ ഈ നാമം നാരായണ. അത്രയ്ക്കും പ്രാരബ്ധം ഉണ്ടെങ്കിൽ ഇത് ജപിക്കാൻ തോന്നില്ല. എത്ര പേര് പറയാറുണ്ട് ഇതിനുമേൽ ഇപ്പം ജപിക്കാനൊന്നും തോന്നുന്നില്ല. എത്ര പേര് നമുക്കെന്നെ അറിയാം. അങ്ങനെ പടുകൂടി ചാടിക്കഴിഞ്ഞു. അവർക്കിപ്പോൾ ദുഃഖമൊന്നും കുഴപ്പമില്ല, സഹിക്കാൻ തയ്യാറാ, കഴിഞ്ഞു. ജപിക്കാൻ വയ്യ, പുസ്തകം വായിക്കില്ല, പ്രഭാഷണം കേൾക്കില്ല. അങ്ങനെ ആയാലും എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് ജപിക്കൂ, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒന്ന് കേൾക്കൂ. ചിലർ പറയും നാമജപം എളുപ്പമാണ്. എളുപ്പം ചിലർ ജപിക്കണ്ടേ അല്ലേ? അല്ല, എളുപ്പമാണെങ്കിൽ എന്താ എല്ലാവരും ജപിക്കണ്ടേ? എളുപ്പമല്ല. ആ ജപിക്കുന്ന ആൾക്ക് എളുപ്പമെന്നേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് എളുപ്പം എന്ന് പറയുന്നു, പക്ഷെ പറ്റണില്ലല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് ജപിക്കാത്തവരൊക്കെ കുറേശ്ശെ ഉണ്ടാവും. എത്ര കണ്ട് ഇതിൻ്റെ മഹിമ പറഞ്ഞാലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നവരുണ്ടാവും. ആ മാർഗത്തിൽ കുറച്ച് പോയി നോക്കിയിട്ട് വിമർശിച്ചോട്ടെ, അതില്ല. ജപിക്കേണ്ടല്ല, എന്നിട്ട് ജപിച്ചാൽ എന്താ കിട്ടുക ചോദിക്കും. ജപിക്കൂ, ഒരു 108 ദിവസം ജപിച്ചിട്ട് പറയൂ, ഒന്നും കിട്ടണില്ല പറയൂ. ജിഹ്വാനവക്തി, ഈ ഭഗവാന്റെ മഹിമ എത്ര കേട്ടാലും പറഞ്ഞാലും അതിനെ വിശ്വസിക്കാത്തവരുണ്ടാവും, വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തവരുണ്ടാവും, നാവ് കൊണ്ട് ഒരിക്കൽ പോലും ഭഗവാന്റെ നാമം ജപിക്കാത്തവരുണ്ടാവും. ജിഹ്വാനവക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി, ആ മനസ്സിൽ ഒരിക്കൽ പോലും ഭഗവാന്റെ പാദകമലങ്ങൾ ധ്യാനിക്കാത്തവരുണ്ടാവും, ആ കണ്ണുകൊണ്ട് ഒരിക്കൽ പോലും ഭഗവാന്റെ അതീപാരാധന കാണാത്തവരുണ്ടാവും. കൃഷ്ണായ നോ നമ ഇതി യച്ഛിര ഏകദാപി, ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം, അങ്ങയുടെ കാരുണ്യം ഞാൻ അറിയുന്നുണ്ട് എന്നൊരിക്കൽ പോലും പറയാത്തവരുണ്ടാവും. താനാനയധ്വം, അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുവരൂ. അതൊക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെയുള്ളവരെ കൊണ്ടുവരാം. അതല്ലാതെ നാമം ജപിക്കുന്നവരെ തുടരുതേ. യജ്ഞാനാം ജപയജ്ഞോസ്മി, ഭഗവാൻ പറയും യജ്ഞങ്ങളുടെ കൂട്ടത്തിലെ ഞാൻ. അശ്വമേധ എന്നല്ല പറഞ്ഞത്, രാരസൂയ എന്ന് പറഞ്ഞിട്ടില്ല. അതിനൊക്കെ പണിയുണ്ടേ, കുറേ കാശ് ചിലവുണ്ട്. ഇതിനൊന്നും ഒരു പണിയില്ല, നാവ് മാത്രമേ വേണ്ടൂ. അതും തുടക്കത്തിൽ, പിന്നെ നാവും വേണ്ട. എവിടുന്നും ജപിക്കാം. സന്ധ്യാവന്തനം എപ്പോഴും പറ്റില്ല. ഫ്ലൈറ്റിൽ പോകുമ്പോൾ സന്ധ്യാവന്തനം പറ്റും, പുറത്താക്കില്ല, പുറത്താക്കിയാലും വയ്യ. അത് പറ്റില്ല. എനിക്ക് പോകും ഇവിടെ നോക്കി കഴിക്കണം, അല്ലെങ്കിൽ സന്ധ്യാവന്തനം എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷെ അവിടെ എന്ത് പറ്റും? നാമം ജപിക്കാം, ഒരു കുഴപ്പമില്ല. എപ്പം വേണമെങ്കിൽ ജപിക്കാം, എവിടുന്നും ജപിക്കാം. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനും ആർക്കും ജപിക്കാൻ പറ്റിയൊരു സംഗതിയല്ലേ. എന്നിട്ട് എന്തുകൊണ്ട് ജപിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ. അതാണ് നാമത്തിൻ്റെ മഹിമ. ആ നാമം ജപിച്ചാൽ എളുപ്പത്തിൽ ഹൃദയം ശുദ്ധമായി പാപക്കറ നീക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അജാമളവാഖ്യാനം പറയണച്ച് പറഞ്ഞതല്ല, ചോദിച്ചുകൊണ്ട് പറയേണ്ടായത്. ഇനിയിപ്പം പിന്നെ ആ കഥകൾ വർണ്ണിക്കുകയാണ്. ഇപ്പോൾ ഒരു കീർത്തനം പാടി നമുക്കൊക്കെ അതിൻ്റെ ഈരടികളെ ഏറ്റുപാടാം. ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ഒരു അവസരം സപ്താഹ വേദിയിൽ വെച്ചിട്ട്. അതുകൊണ്ടത് മടിക്കാണ്ട് കൈയടിച്ച് ഉച്ചത്തിൽ ഏറ്റുപാട്.
ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തൊരു ഉത്തമമുത്താണു നാരായണ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടന്നോരു സച്ചിന്മലനാണു നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ഗോകുലമാകവെ ശാന്തമായി തീർക്കുന്ന പാവന നാമമീ നാരായണ. പാപികൾക്കേറ്റം പ്രയാസമായി തോന്നിയിടും പാടുവാനീ നാമം നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. കേൾക്കുന്ന മാത്രയിൽ എല്ലാം മറക്കുന്ന ആനന്ദഗീതമീ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. ബ്രഹ്മാദി ദേവകൾ എന്നും സേവിക്കുന്ന കാരുണ്യതീർത്ഥമീ നാരായണ. നാരദർ വീണയിൽ എന്നും മുഴങ്ങുന്ന പ്രേമസ്വരമാണു നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. അന്നോരജാമിളൻ വൈകുണ്ഠമായി കണ്ട നാലക്ഷരമാണു നാരായണ. പുണ്യമാം നിദ്രയിൽ കണ്ണനെ കാണുന്ന കണ്ണിൻ മിഴികളി നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. എന്തും പറയുവാൻ പൊന്തുന്ന നാവേനി ഇന്നൊന്നു പാടുമോ നാരായണ. മാധവനൻ ഗുരു കാട്ടിടും സംസാര സാഗരത്തോണിയ നാരായണ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. സംസാര സാഗര തീരത്തിനക്കരെ എത്തിക്കുമീ തോണി നാരായണ. നാരായണ തവ നാമത്തിൽ മുങ്ങിടും ഞങ്ങളെ കാക്കാൻ മറന്നിടുള്ളേ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.